ഹലോ മക്കളെ, നമ്മൾ കെമിസ്ട്രി റിവിഷന് ശേഷം ഇന്ന് നമ്മൾ ഫിസിക്സ് റിവിഷൻ ആരംഭിക്കുകയാണ്. അപ്പോൾ ഫിസിക്സ് എല്ലാ ചാപ്റ്റേഴ്സും നമുക്ക് റിവിഷൻ ചെയ്യണം അല്ലേ, വളരെ സമയം കുറവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാം വിശദീകരിച്ച് പറയില്ല, കാരണം നമ്മൾ ഓൾറെഡി എല്ലാ കാര്യങ്ങളും ഓരോ ചാപ്റ്റർ വൈസ് എടുത്ത് ഓരോ കാര്യങ്ങളും വിശദീകരിച്ച് പറഞ്ഞിട്ടുള്ള മറ്റ് ക്ലാസ്സുകളുണ്ട്. നിങ്ങൾക്കത് SCERT ഫിസിക്സ് എന്നുള്ള പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടും. എല്ലാ കാര്യങ്ങളും നമ്മൾ അവിടെ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ ക്ലാസ്സിൽ നമ്മളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കില്ല. നമ്മൾ നിങ്ങൾക്ക് പഠിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റുകളെല്ലാം തന്നെ ഓടിച്ച് കവർ ചെയ്യാണ്. എല്ലാ പോയിന്റുകളും പറയും, പക്ഷെ നമ്മളിതൊന്നും കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനോ കൂടുതൽ എക്സാമ്പിളുകൾ പറയാനോ നിൽക്കില്ല എന്ന് മാത്രം. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ബഹിരാകാശം വിസ്മയങ്ങളുടെ ലോകം എന്ന ചാപ്റ്ററാണ് പറയുന്നത്. ബഹിരാകാശം വിസ്മയങ്ങളുടെ ലോകം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാലോ, ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ ബഹിരാകാശവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. അപ്പൊ ആദ്യം തന്നെ ഭൂമിയുടെ ആകൃതി ഗോളാകൃതിയാണെന്ന് നമുക്കറിയാം അല്ലെ. ഗോളാകൃതി എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ജിയോയിഡ് അല്ലെ. ഭൂമിയുടെ ഷേപ്പ് എന്താന്ന് ചോദിച്ചാൽ നമ്മൾ ജിയോയിഡ് എന്നാണ് പറയാ. ഇങ്ങനെ ഭൂമിയെ ഗോളാകൃതിയിൽ നേരിട്ട് കണ്ട ആദ്യത്തെ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ ആരുടെ പേര് പറയും? ഭൂമിയെ ഗോളാകൃതിയിൽ നേരിട്ട് കണ്ടതാണ്. നമ്മളൊക്കെ കാണുന്നുണ്ട് ഭൂമിനെ അല്ലെ, പക്ഷെ നമ്മൾ കാണുമ്പോൾ ഭൂമി പരന്നതല്ലേ. എന്നാൽ ഭൂമിയുടെ ഈ ഗോളാകൃതി നേരിട്ട് കണ്ട ആദ്യത്തെ വ്യക്തി ആരാണ്? അത് ബഹിരാകാശത്ത് പോയ ആദ്യത്തെ വ്യക്തി ആയിരിക്കും അല്ലേ. കാരണം നമുക്ക് ബഹിരാകാശത്ത് നിന്ന് നോക്കിയാൽ മാത്രമേ ഭൂമിയെ ഗോളാകൃതിയിൽ കാണാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഭൂമിയെ ഗോളാകൃതിയിൽ നേരിട്ട് കണ്ട വ്യക്തി എന്ന് പറയുന്നത് യൂറി ഗഗാറിനാണ് അല്ലെ. യൂറി ഗഗാറിനാണ്. കാരണം ബഹിരാകാശത്തെത്തിയ ആദ്യത്തെ വ്യക്തി എന്ന് പറയുന്നത് യൂറി ഗഗാറിനാണ്. യൂറി ഗഗാറിനാണ്. അഥവാ ആദ്യ ബഹിരാകാശ സഞ്ചാരി ആരെന്ന് ചോദിച്ചാൽ യൂറി ഗഗാറിനാണ്. ഇനി എന്നാണ് യൂറി ഗഗാറിൻ ബഹിരാകാശത്തെത്തിയത്? നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായ ഡേറ്റ് അടക്കം നൽകിയിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ പഠിക്കണം. എന്നാണ് യൂറി ഗഗാറിൻ ബഹിരാകാശത്ത് എത്തിയത്? 1961 ഏപ്രിൽ 12 യൂറി ഗഗാറിൻ എവിടെ എത്തിയത്? ബഹിരാകാശത്ത് എത്തിയത്. എന്നാണ് യൂറി ഗഗാറിൻ ബഹിരാകാശത്ത് എത്തിയത്? 1961 ഏപ്രിൽ 12. 1961 ഏപ്രിൽ 12 പഠിച്ചോ നിങ്ങൾ? 1961 ഏപ്രിൽ 12 യൂറി ഗഗാറിൻ ബഹിരാകാശത്ത് എത്തിയത്. ഇനി ഈ യൂറി ഗഗാറിനെ ബഹിരാകാശത്തേക്ക് അയച്ചത് ഏത് രാജ്യമാണ്? നമുക്കറിയാലേ, റഷ്യയാണ് യൂറി ഗഗാറിനെ ആദ്യമായിട്ട് ബഹിരാകാശത്തേക്ക് അയച്ചത്. കാരണം ഈ റഷ്യയും നമ്മുടെ അമേരിക്കയും തമ്മിൽ ഒരു ശീതയുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു ഈ സമയം എന്ന് പറയുന്നത്. അതായത് 1950 ശേഷമുള്ള കാലഘട്ടം. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ നമ്മുടെ അമേരിക്ക എന്തൊക്കെ ചെയ്യും അതിനെക്കാട്ടും സൂപ്പറായിട്ട് ആര് ചെയ്യാൻ ശ്രമിക്കും? റഷ്യ അഥവാ അന്നത്തെ സോവിയറ്റ് യൂണിയൻ ചെയ്യാൻ ശ്രമിക്കും. സോവിയറ്റ് യൂണിയൻ എന്തൊക്കെ ചെയ്യുന്നു അതിനെക്കാട്ടും സൂപ്പറായിട്ട് അമേരിക്ക ചെയ്യാനും ശ്രമിക്കും. അതുകൊണ്ട് തന്നെ ഇവർ തമ്മിൽ ആ സമയത്ത് ഒരു മത്സരമാണ് ഉണ്ടായിരുന്നത്. ആദ്യമായിട്ട് ബഹിരാകാശത്തേക്ക് ഒരു പേടകം അയച്ചത് റഷ്യയാണ്, അഥവാ സോവിയറ്റ് യൂണിയൻ ആണ്. കാരണം അന്ന് സോവിയറ്റ് യൂണിയൻ ആയിരുന്നു, അതുകൊണ്ട് ഞാൻ സോവിയറ്റ് യൂണിയനെ പറയുള്ളൂ. ലോകത്തിൽ തന്നെ ആദ്യമായിട്ട് ഒരു കൃത്രിമ ഉപഗ്രഹം അയച്ചത് സോവിയറ്റ് യൂണിയൻ ആണ്. ഏതാണ് ആ കൃത്രിമ ഉപഗ്രഹത്തിന്റെ പേര്? സ്പുട്നിക് 1 എന്നാണ് ആ കൃത്രിമ ഉപഗ്രഹത്തിന്റെ പേര്. അപ്പൊ ലോകത്തെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏതെന്ന് ചോദിച്ചാല് സ്പുട്നിക് 1 ആണ്. ഇനി സ്പുട്നിക് 1 എന്നാണ് വിക്ഷേപിച്ചത്? 1957 ഒക്ടോബർ 4. 1957 ഒക്ടോബർ 4 ആദ്യമായിട്ട് സ്പുട്നിക് 1 വിക്ഷേപിക്കുന്നത് അല്ലെ. സ്പുട്നിക് 1 വിക്ഷേപിച്ചത് 1957 ഒക്ടോബർ 4. ഈ ഒക്ടോബർ 4 അവിടെ ഒരു പ്രത്യേകത വന്നില്ലേ? കാരണം ആദ്യമായിട്ടൊരു കൃത്രിമ ഉപഗ്രഹം വിക്ഷേപിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒക്ടോബർ 4 മുതൽ ഒക്ടോബർ 10 വരെയുള്ള ആ കാലയളവുണ്ടല്ലോ, അതിനെ നമ്മൾ അന്താരാഷ്ട്ര തലത്തിൽ ബഹിരാകാശ വാരമായിട്ട് ആഘോഷിക്കുന്നു. എന്താണ്? ഒക്ടോബർ 4 മുതൽ ഒക്ടോബർ 10 വരെ നമ്മൾ അന്താരാഷ്ട്ര തലത്തിൽ ബഹിരാകാശ ദിനമായിട്ട് വാരമായിട്ട് നമ്മൾ ആഘോഷിക്കുന്നു. അപ്പോൾ ഈ ഒക്ടോബർ 4 പ്രത്യേകത നമ്മൾ പറഞ്ഞു. എന്താണ്? ഈ സ്പുട്നിക് 1 വിക്ഷേപിച്ചത് ഒക്ടോബർ 4. എന്നാൽ ഒക്ടോബർ 10 കൊണ്ട് ഒരു പ്രത്യേകത എന്താണെന്നറിയോ? അതായത് അന്താരാഷ്ട്ര ബഹിരാകാശ സമാധാന ഉടമ്പടി ഒപ്പുവെച്ചത് 1957 ഒക്ടോബർ 10. രണ്ട് ഡേറ്റും പഠിച്ചു. 1957 ഒക്ടോബർ 4 ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമായിട്ടുള്ള സ്പുട്നിക് 1 വിക്ഷേപിച്ചത്.
1957 ഒക്ടോബർ 10-നാണ് അന്താരാഷ്ട്ര ബഹിരാകാശ സമാധാന ഉടമ്പടി ഒപ്പുവെച്ചത്. എന്തിനാണ് അന്താരാഷ്ട്ര ബഹിരാകാശ സമാധാന ഉടമ്പടിയൊക്കെ? ബഹിരാകാശത്ത് പോയിട്ട് ആരെങ്കിലും യുദ്ധം ചെയ്യാൻ പോകുന്നുണ്ടോ? അല്ലേ. കാരണം എന്താണ്? കാരണം ഈ ബഹിരാകാശ പദ്ധതികൾ മറ്റു കാര്യങ്ങൾക്കൊന്നും ദുർവിനിയോഗം ചെയ്യാൻ പാടില്ല. അതായത് ഈ ക്രമസമാധാനം തകർക്കുന്ന രീതിയിൽ യുദ്ധങ്ങൾക്കായിട്ടോ അല്ലെങ്കിൽ മറ്റാവശ്യങ്ങൾക്കായിട്ടോ ഈ ചാരപ്രവർത്തികൾക്കായിട്ടോ ഒന്നും തന്നെ ഈ ഉപഗ്രഹങ്ങളെ ഉപയോഗിക്കാൻ പാടില്ല. അല്ലെങ്കിൽ ബഹിരാകാശ പദ്ധതികൾ അതിനു വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല. പ്രതിരോധത്തിന് വേണ്ടി ഉപയോഗിക്കാം, അല്ലാതെ മറ്റു രാജ്യങ്ങളെ ആക്രമിക്കുന്നതിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ആയുധങ്ങൾ വിക്ഷേപിക്കുന്നതിനോ അങ്ങനത്തെ ബാക്കിയുള്ള യുദ്ധങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും ഒരിക്കലും ഇത് ഉപയോഗിക്കാൻ പാടില്ല ബഹിരാകാശ പദ്ധതികൾ. അതുകൊണ്ടാണ് ഈ അന്താരാഷ്ട്ര ബഹിരാകാശ സമാധാന ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് 1957 ഒക്ടോബർ 10-നാണ്. പിന്നീട് അതിനുശേഷം പല ഉടമ്പടികൾ ഉണ്ടായിട്ടുണ്ട്. കാരണം നമുക്കറിയാം, നമ്മൾ ഈ വിക്ഷേപിക്കുന്ന ഉപഗ്രഹങ്ങളൊക്കെ എവിടെയാണ്? ബഹിരാകാശത്താണ് അല്ലെ. ഇത് അവിടെ പ്രവർത്തനം നിർന്നാൽ പോലും, അവസാനിച്ചാൽ പോലും എന്താണ്, ഇത് അവിടെ തന്നെ നിൽക്കുകയാണ്. അതിന് കേടുപാടുകളൊന്നും സംഭവിക്കാതെ അതിങ്ങനെ ഈ ബഹിരാകാശത്ത് ഇങ്ങനെ അലഞ്ഞു നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ. നമ്മുടെ കൺട്രോളിൽ നിന്നൊക്കെ പോകും, ഏജൻസികളുടെ കൺട്രോളിൽ നിന്നൊക്കെ പോയിട്ട് ഇതിങ്ങനെ ബഹിരാകാശത്ത് അവിടെ ഇവിടേക്ക് ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. അപ്പൊ എല്ലാ രാജ്യങ്ങളും ഇങ്ങനെ ഒരുപാട് ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കുന്നുണ്ട്. ഈ അടുത്ത കാലത്തായിട്ട് നമ്മളിങ്ങനെ വിക്ഷേപിക്കുന്ന ഉപഗ്രഹങ്ങളെ തിരിച്ചു കൊണ്ടുവരുന്നതിനുള്ള പദ്ധതികളും ആരംഭിച്ചിട്ടുണ്ട് അല്ലെ. ഇനി അങ്ങനെ തിരിച്ചു കൊണ്ടുവന്നില്ല എന്നുണ്ടെങ്കിൽ തന്നെ എന്ത് ചെയ്യണം? വിക്ഷേപിച്ച ഉപഗ്രഹങ്ങളെ നമ്മളുടെ ഗ്രഹങ്ങളുടെ ഭ്രമണപരിധിയിൽ, അതേപോലെ തന്നെ നമ്മൾ വിക്ഷേപിച്ചിട്ടുള്ള പല രാജ്യങ്ങളും വിക്ഷേപിച്ചിട്ടുള്ള ഈ ഉപഗ്രഹങ്ങളുടെ ഒക്കെ ഭ്രമണപരിധിയിലേക്ക് വരാത്ത രീതിയിൽ ഇവയെ മാറ്റി പ്ലേസ് ചെയ്യണം അല്ലെ. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഉടമ്പടികളും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നമുക്ക് പഠിക്കാനുള്ളത് ആദ്യത്തെ ബഹിരാകാശ സമാധാന ഉടമ്പടിയാണ് 1957 ഒക്ടോബർ 10-നാണ് ആദ്യത്തെ ബഹിരാകാശ സമാധാന ഉടമ്പടി. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. 2023 ബഹിരാകാശ വാരത്തിന്റെ തീം, 2024 ഇപ്പൊ ബഹിരാകാശ വാരം വരുന്നല്ലേ ഉള്ളൂ അല്ലെ, ഒക്ടോബറിലേ വരുള്ളൂ. അപ്പൊ 2023 ഒക്ടോബർ 4 മുതൽ ഒക്ടോബർ 10 വരെയാണ് ബഹിരാകാശ വാരമായിട്ട് നമ്മൾ ആചരിച്ചത് അല്ലെ. അപ്പൊ അതിന്റെ തീം എന്ന് പറയുന്നത് ബഹിരാകാശവും സംരംഭകത്വവും എന്നുള്ളതാണ്. ബഹിരാകാശവും സംരംഭകത്വവും അഥവാ സ്പേസ് ആൻഡ് എന്റർപ്രീനർഷിപ്പ് എന്നുള്ളതാണ് 2023 തീം എന്ന് പറയുന്നത്. നമുക്ക് ചിന്തിച്ചാൽ തന്നെ അറിയാൻ സാധിക്കും, ഇപ്പോൾ ബഹിരാകാശം എന്ന് പറയുന്നത് വളരെയധികം വ്യവസായിക പ്രാധാന്യമുള്ള ഒരു മേഖലയായി മാറിക്കഴിഞ്ഞു അല്ലെ. കാരണം മുമ്പ് നമ്മുടെ ഈ റഷ്യ അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ, അമേരിക്ക, അങ്ങനെ കുറച്ച് രാജ്യങ്ങൾ മാത്രം കൈയടക്കിയിരുന്ന ഒരു മേഖലയായിരുന്നു ബഹിരാകാശം എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പോൾ പ്രൈവറ്റ് ഫേംസ് അടക്കം, പ്രൈവറ്റ് കമ്പനികൾ അടക്കം ബഹിരാകാശ പദ്ധതികളുമായി മുന്നോട്ട് വന്നിരിക്കുന്നു. ഇപ്പൊ ഫാൽക്കൺ 9 എന്നുള്ള റോക്കറ്റ് നമുക്കറിയാം സ്പേസ് എക്സിന്റെ ആണ് അല്ലെ. സ്പേസ് എക്സ് എന്ന് പറയുന്നത് ഇലോൺ മസ്കിന്റെ കമ്പനിയാണ്. സ്പേസ് എക്സ് വികസിപ്പിച്ചെടുത്തതാണ് ഫാൽക്കൺ 9. അത് പ്രൈവറ്റ് ആണ് അല്ലെ, പ്രൈവറ്റ് ആയിട്ട് വികസിപ്പിച്ചെടുത്താണ്. അപ്പോൾ ബഹിരാകാശത്തേക്ക് പ്രൈവറ്റ് ആയിട്ടുള്ള കമ്പനികളും വന്നിരിക്കുന്നു. അപ്പൊ വളരെയധികം വ്യവസായിക പ്രാധാന്യമുള്ള ഒരു മേഖലയായി മാറിയിരിക്കുന്നു ബഹിരാകാശം. അതുകൊണ്ട് തന്നെ 2023 തീം എന്ന് പറയുന്നത് ബഹിരാകാശവും സംരംഭകത്വവും എന്നുള്ളതാണ്. ബഹിരാകാശവും സംരംഭകത്വവും അഥവാ സ്പേസ് ആൻഡ് എന്റർപ്രീനർഷിപ്പ് എന്നുള്ളതാണ് 2023 ബഹിരാകാശ വാരത്തിന്റെ തീം എന്നുള്ളതും കൂടി ഓർത്തു വയ്ക്കുക. ഇപ്പൊ സാധാരണയായിട്ട് തീമുകളൊക്കെ ചോദിക്കുന്നതാണ്, പ്രത്യേകിച്ച് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ളത് കൊണ്ട്. ഇനി ഇപ്പൊ നമ്മുടെ റഷ്യ വിക്ഷേപിച്ചു, അത് മാത്രമല്ല റഷ്യ ആദ്യത്തെ ബഹിരാകാശ പേടകം വിക്ഷേപിക്കുക മാത്രമല്ല, ലെയ്ക്ക എന്നുള്ള ഒരു നായനെയും കൂടി ബഹിരാകാശത്ത് എത്തിച്ചു എന്ന് തന്നെ 1957 തന്നെ. അപ്പൊ 1957 ഒക്ടോബർ 4-ന് സ്പുട്നിക് 1 വിക്ഷേപിച്ചു. ലോകത്തിലെ തന്നെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമായിട്ടുള്ള സ്പുട്നിക് 1 സോവിയറ്റ് യൂണിയൻ വിക്ഷേപിച്ചു. അതേ വർഷം തന്നെ നായനെയും കൂടി, ലെയ്ക്ക എന്ന് പറഞ്ഞ നായനെയും കൂടി ആര് ബഹിരാകാശത്ത് എത്തിച്ചു? സോവിയറ്റ് യൂണിയൻ ബഹിരാകാശത്ത് എത്തിച്ചു. അപ്പൊ പിന്നെ അമേരിക്കയ്ക്ക് സഹിക്കും? തൊട്ടടുത്ത വർഷം 1958 നമ്മുടെ അമേരിക്കയും ഒരു ബഹിരാകാശ പേടകത്തെ എവിടേക്ക് അയച്ചു? ബഹിരാകാശത്തേക്ക് അയച്ചു. അങ്ങനെ 1958 അമേരിക്കയും അമേരിക്കയുടെ ആദ്യത്തെ ഉപഗ്രഹ വിക്ഷേപണം നടത്തി. 1958 അമേരിക്കയും ആദ്യത്തെ ഉപഗ്രഹ വിക്ഷേപണം നടത്തി. അപ്പൊ ആദ്യമായിട്ട് ഉപഗ്രഹത്തെ അയച്ചത് സോവിയറ്റ് യൂണിയൻ ആണ്. 1957 ഒക്ടോബർ 4-ലാണ്. അതേ വർഷം തന്നെ 1957 തന്നെയാണ് ലൈക്ക എന്ന് പറഞ്ഞ നായയെ കൂടി സോവിയറ്റ് യൂണിയൻ ബഹിരാകാശത്ത് എത്തിച്ചത്. 1957 തന്നെ ഒക്ടോബർ 10-നാണ് അന്താരാഷ്ട്ര ബഹിരാകാശ സമാധാന ഉടമ്പടി ഒപ്പുവെക്കുന്നത്. അത് കഴിഞ്ഞ് തൊട്ട് പിന്നത്തെ വർഷം 1958 അമേരിക്കയുടെ ആദ്യത്തെ ഉപഗ്രഹ വിക്ഷേപണം നടത്തുന്നത്. ഇനി ഇന്ത്യക്കും വിക്ഷേപിക്കേണ്ടേ? ഇന്ത്യ എന്നാണ് ആദ്യമായിട്ട് ഒരു കൃത്രിമ ഉപഗ്രഹം വിക്ഷേപിക്കുന്നത്? ആ ഉപഗ്രഹത്തിന്റെ പേരെന്താണ്? പേര് നമുക്കറിയാലേ, ആര്യഭട്ട എന്നാണ് ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹത്തിന്റെ പേര്. ഏത് വർഷമാണ് വിക്ഷേപിച്ചത്?
ആദ്യമായിട്ട് ബഹിരാകാശത്തേക്ക് സ്പുട്നിക് 1 വിക്ഷേപിച്ചത് 1957 അല്ലേ. ഈ 57 നേരെ ഇങ്ങോട്ട് എടുത്ത് തിരിച്ചിടാം. 1975 ആര്യഭട്ട എന്നുള്ള കൃത്രിമ ഉപഗ്രഹം ഇന്ത്യ വിക്ഷേപിക്കുന്നത്. ഇപ്പൊ നമ്മൾ പറഞ്ഞത് ബഹിരാകാശത്തിന്റെ കാര്യമാണ്. ഇനി മറ്റൊരു നേട്ടം കൂടി, അതായത് ചന്ദ്രനിലേക്ക് ആദ്യമായിട്ട് മനുഷ്യനെ എത്തിച്ചത് ആരാണ്? നാസയാണ് അല്ലെ, അമേരിക്കയാണ്. അമേരിക്കയുടെ നാസയാണ് ആദ്യമായിട്ട് ചന്ദ്രനിലേക്ക് മനുഷ്യനെ എത്തിച്ചത്. എന്നാണ്? 1969 ജൂലൈ 21 മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയത് 1969 ജൂലൈ 21. ഈ ജൂലൈ 21 നമ്മൾ ചാന്ദ്രദിനമായിട്ട് ആചരിക്കുന്നത് അല്ലെ. ചാന്ദ്രദിനം, ഭൗമദിനം ഉണ്ടല്ലോ. ഭൗമദിനം എന്നാണ്? ഏപ്രിൽ 22 ഭൗമദിനമാണ്. അതേപോലെ ചാന്ദ്രദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത് ഈ ചന്ദ്രനിൽ മനുഷ്യൻ കാലുകുത്തിയ എന്ന് പറയുന്ന ജൂലൈ 21 നമ്മൾ ചാന്ദ്രദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പൊ ആദ്യമായിട്ട് ബഹിരാകാശത്തേക്ക് ഒരു മനുഷ്യനെ എത്തിച്ചത് സോവിയറ്റ് യൂണിയൻ ആയിരുന്നു. ഏതാണ്? യൂറി ഗഗാറിനെ നമ്മുടെ വോസ്റ്റോക്ക് 1 എന്നുള്ള ബഹിരാകാശ പേടകത്തിലാണ് അവിടേക്ക് എത്തിച്ചത് അല്ലെ. യൂറി ഗഗാറിൻ 1961 ഏപ്രിൽ 12 1961. ഇത് 1969 ജൂലൈ 21 മനുഷ്യനെ ആദ്യമായിട്ട് ചന്ദ്രനിൽ എത്തിച്ചത്. ആ നേട്ടം കൈവരിച്ചത് അമേരിക്കയാണ്. 1961 ആദ്യമായിട്ട് മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിച്ചത് സോവിയറ്റ് യൂണിയൻ ആയിരുന്നു. എന്നാൽ 1969 മനുഷ്യനെ ആദ്യമായിട്ട് ചന്ദ്രനിൽ എത്തിച്ചത് അമേരിക്കയാണ്. അപ്പൊ ആ 2 ഡേറ്റുകളും പഠിച്ചിരിക്കണം. 1961 ഏപ്രിൽ 12 1969 ജൂലൈ 21 പഠിച്ചിരിക്കണം. ആദ്യമായിട്ട് ബഹിരാകാശത്തെത്തിയ മനുഷ്യൻ എന്ന് പറയുന്നത് യൂറി ഗഗാറിൻ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ചന്ദ്രനിൽ കാലുകുത്തിയത് ആരാണ്? ആദ്യമായിട്ട് ചന്ദ്രനിൽ കാലുകുത്തിയ മനുഷ്യൻ എന്ന് പറയുന്നത് നീൽ ആംസ്ട്രോങ് ആണ് അല്ലെ. ആദ്യമായിട്ട് നീൽ ആംസ്ട്രോങ്. രണ്ടാമതായിട്ട് എഡ്വിൻ ആൽഡ്രിൻ അല്ലെ. എൽവിൻ ആൽഡ്രിൻ ആണ് രണ്ടാമതായിട്ട് കാലുകുത്തിയത്. നമ്മൾ സാധാരണ എൽവിൻ ആൽഡ്രിന്റെ പേര് ആരും പറയില്ല അല്ലെ, പക്ഷെ അദ്ദേഹവും കൂടെ ഉണ്ടായിരുന്നു. എഡ്വിൻ ആൽഡ്രിൻ ആണ് രണ്ടാമതായിട്ട് കാലുകുത്തിയത്. ഇനി ഒരാള് ഈ മാതൃപേടകത്തെ നിയന്ത്രിച്ചുകൊണ്ട് അതിൽ തന്നെ ഇരുന്നു. അത് അയാളുടെ പേരെന്താണ്? മൈക്കിൾ കോളിൻ അല്ലെ. മൈക്കിൾ കോളിങ്സ് ആണ് ആദ്യത്തെ ചന്ദ്രയാത്രയിൽ അപ്പോളോ 2 എന്ന വാഹനത്തെ നിയന്ത്രിച്ചത്. ഇവർ അപ്പോളോ 2 എന്ന് പറഞ്ഞ വാഹനത്തിലാണ് പോയത്. യൂറി ഗഗാറിൻ പോയത് വോസ്റ്റോക്ക് 1 എന്നുള്ള പേടകത്തിലായിരുന്നു. വോസ്റ്റോക്ക് 1. യൂറി ഗഗാറിൻ പോയത് വോസ്റ്റോക്ക് 1 ആണെങ്കിൽ നമ്മുടെ നീൽ ആംസ്ട്രോങ്ങും അതുപോലെ മൈക്കിൾ കോളിൻസ് ഒക്കെ പോയത് അപ്പോളോ 2 എന്നുള്ള പേടകത്തിലായിരുന്നു, ബഹിരാകാശ പേടകത്തിലായിരുന്നു. ഈ അപ്പോളോ 2 എന്ന വാഹനത്തെ നിയന്ത്രിച്ചിരുന്നത് മൈക്കിൾ കോളിൻസ് ആണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ ചന്ദ്രനിൽ കാലുകുത്തിയില്ല. മൈക്കിൾ കോളിൻസ് ആണ് ഇപ്പൊ അടുത്ത്, അധികം കുറച്ച് കാലമായി എങ്കിലും ഒരു കറണ്ട് അഫെയറിൽ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ബാക്കി രണ്ടുപേരും കുറച്ചധികം നാൾ മുമ്പാണ് മരിച്ചത്. ഈ മൈക്കിൾ കോളിൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ അടുത്താണ് മരിച്ചത്. അതുകൊണ്ട് അതും കൂടി ഒന്ന് ശ്രദ്ധിച്ചു വെക്കുക. മൈക്കിൾ കോളിൻസ് ആണ് മാതൃപേടകത്തെ അല്ലെങ്കിൽ അപ്പോളോ 2 നിയന്ത്രിച്ചിരുന്നത്. മറ്റേ നീൽ ആംസ്ട്രോങ് ആണ് ആദ്യമായിട്ട് കാലുകുത്തിയത്. എഡ്വിൻ ആൽഡ്രിൻ ആണ് രണ്ടാമതായിട്ട് കാലുകുത്തിയ വ്യക്തി എന്ന് പറയുന്നത്. ഇനി എന്തിനാണ് ഈ കൃത്രിമ ഉപഗ്രഹങ്ങൾ അയക്കുന്നത്? എന്താണ് ഈ കൃത്രിമ ഉപഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? കൃത്രിമ ഉപഗ്രഹം അല്ലെ, കൃത്രിമമായിട്ട് ഉണ്ടാക്കുന്നതാണ്. അതായത് വിവിധ ആവശ്യങ്ങൾക്കായിട്ട് മനുഷ്യൻ ബഹിരാകാശത്തേക്ക് അയക്കുന്ന ഉപകരണങ്ങൾ അടങ്ങിയിട്ടുള്ള പേടകങ്ങളെയാണ് കൃത്രിമോപഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. വിവിധ ആവശ്യങ്ങൾക്കായിട്ട്, പല ആവശ്യങ്ങൾക്കായിട്ടും വാർത്താ വിനിമയത്തിന് അയക്കുന്നുണ്ട്. അതേപോലെ തന്നെ പല വിവരങ്ങൾ ശേഖരിക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. കാലാവസ്ഥാ പഠനത്തിനും മറ്റു പല വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായിട്ടൊക്കെ നമ്മൾ ഉപഗ്രഹങ്ങൾ അയക്കുന്നുണ്ട്. അപ്പോൾ വിവിധങ്ങളായിട്ടുള്ള ആവശ്യത്തിന് വേണ്ടി മനുഷ്യൻ ബഹിരാകാശത്തേക്ക് അയക്കുന്ന ഉപകരണങ്ങൾ അടങ്ങിയ പേടകങ്ങളാണ് കൃത്രിമോപഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. ഇനി കൃത്രിമോപഗ്രഹങ്ങളുടെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്? നമുക്കറിയുന്ന ഉപയോഗങ്ങളൊക്കെ തന്നെയാണ്. പക്ഷെ അതിൽ ഒരെണ്ണം മാത്രം ശ്രദ്ധിക്കണം. എന്താണെന്നറിയോ? ഭൂവിഭവങ്ങളെ കണ്ടെത്തൽ. അതായത് പെട്രോളിയം, ധാതുക്കൾ ഇവയൊക്കെ കണ്ടെത്താൻ വേണ്ടി നമ്മൾ ഈ കൃത്രിമ ഉപഗ്രഹങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ സ്റ്റേറ്റ്മെന്റിൽ ഇങ്ങനൊരു സ്റ്റേറ്റ്മെന്റ് തരുമ്പോൾ ചിലർക്കെങ്കിലും അത് സംശയം വരും. കാരണം എങ്ങനെയാണ് ഭൂമിക്കടിയിലുള്ള ധാതുക്കളെ കൃത്രിമ ഉപഗ്രഹങ്ങൾ ഉപയോഗിച്ച് കണ്ടെത്തുന്നത് എന്നുള്ളൊരു സംശയം വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അത് എടുത്തു പറഞ്ഞത്. ഭൂവിഭവങ്ങൾ കണ്ടെത്താൻ, അതായത് പെട്രോളിയം അല്ലെങ്കിൽ മറ്റ് ധാതുക്കളെ എല്ലാം കണ്ടെത്താൻ നമ്മൾ ഈ കൃത്രിമ ഉപഗ്രഹങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ തന്നെ മത്സ്യസമ്പത്ത് കണ്ടെത്തുന്നതിന്, കാലാവസ്ഥാ പഠനങ്ങൾക്ക്, വാർത്താവിനിമയത്തിന്, സൈനിക പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക്, ബഹിരാകാശ ഗവേഷണങ്ങൾക്ക്, കര, സമുദ്ര, വ്യോമ ഗതാഗത മാർഗങ്ങൾ നിർദ്ദേശിക്കാൻ, വനഭൂമികൾ, തണ്ണീർത്തടങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള പഠനത്തിനൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതിൽ ആ ഭൂവിഭവങ്ങൾ കണ്ടെത്തൽ എന്നുള്ളത് മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി.
ഇനി ഈ കൃത്രിമ ഉപഗ്രഹങ്ങളെ എങ്ങനെയാണ് നമ്മൾ ബഹിരാകാശത്ത് എത്തിക്കുന്നത്? കാരണം ഭൂമിയുടെ ആകർഷണ ബലത്തെ വിച്ഛേദിച്ചുകൊണ്ട് ഈ കൃത്രിമ ഉപഗ്രഹങ്ങളെ ബഹിരാകാശത്ത് എത്തിക്കണല്ലേ. അതിനു വേണ്ടി ഉപയോഗിക്കുന്ന വിക്ഷേപണ വാഹനങ്ങളാണ് റോക്കറ്റുകൾ എന്ന് പറയുന്നത്. വിക്ഷേപണ വാഹനങ്ങൾ ബഹിരാകാശ പഠനത്തിനായിട്ട് ഈ കൃത്രിമ ഉപഗ്രഹങ്ങളെയും മനുഷ്യനെയും ബഹിരാകാശത്ത് എത്തിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വിക്ഷേപണ വാഹനങ്ങളാണ് റോക്കറ്റുകൾ എന്ന് പറയുന്നത്. റോക്കറ്റിന്റെ മുഖ്യ ധർമ്മം എന്ന് പറയുന്നത് തന്നെ ഭൂമിയുടെ ആകർഷണത്തെ അതിജീവിച്ചുകൊണ്ട് അല്ലെ, ഭൂമിയുടെ ആകർഷണത്തെ അതിജീവിച്ചുകൊണ്ട് മനുഷ്യനെയും ഉപഗ്രഹങ്ങളെയും ബഹിരാകാശത്ത് എത്തിക്കുക എന്നുള്ളതാണ്. ഇനി മനുഷ്യൻ ഇന്നേ വരെ നിർമ്മിച്ച റോക്കറ്റുകളിൽ ഏറ്റവും വലുത് ഏതെന്ന് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിട്ടുണ്ട്. പക്ഷെ അത് പണ്ടത്തെ വിവരമാണ്. ഏറ്റവും പുതിയതായിട്ട് മനുഷ്യൻ ഇന്ന് വരെ നിർമ്മിച്ച റോക്കറ്റുകളിൽ ഏറ്റവും വലുത് സ്പേസ് എക്സ് ആണ്. സ്പേസ് എക്സ് എന്ന് പറയുന്നത് നമ്മുടെ ഇലോൺ മസ്കിന്റെ ആണ് അല്ലെ. ഇലോൺ മസ്കിന്റെയാണ്, USA ആണ് ഇത് വിക്ഷേപിച്ചത്. ഇലോൺ മസ്കിന്റേതാണ്. അപ്പൊ മനുഷ്യൻ ഇന്ന് വരെ നിർമ്മിച്ച റോക്കറ്റുകളിൽ ഏറ്റവും വലുത് സ്പേസ് എക്സ് ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇനി ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണ്? ബഹിരാകാശ യാത്ര നടത്തിയ നമ്മൾ ആര്യഭട്ട വിക്ഷേപിച്ചത് 1975 ആണെന്ന് പറഞ്ഞു. ഇനി ബഹിരാകാശ യാത്ര നടത്തിയത്, അതായത് ഒരു ഇന്ത്യക്കാരനെ ബഹിരാകാശത്തേക്ക് അയച്ചൂലേ, അതാരാണ്? രാകേഷ് ശർമ്മയാണ്. 1984 രാകേഷ് ശർമ്മ 1984. ഇനി ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യത്തെ ഇന്ത്യൻ വനിത കൽപ്പന ചൗളയാണ്. കൽപ്പന ചൗള മരണപ്പെട്ടു നമുക്കറിയാലോ. രണ്ടാമത്തെ ബഹിരാകാശ യാത്രക്കിടയിൽ കൊളംബിയ സ്പേസ് ഷട്ടിൽ ഉണ്ടായിട്ടുള്ള അപകടത്തിൽ ആര് മരിച്ചു? കൽപ്പന ചൗള മരിച്ചു. നമ്മൾ വിക്ഷേപിച്ച വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടി വിക്ഷേപിച്ച എഡ്യൂസാറ്റ് എന്ന് പറഞ്ഞ സാറ്റലൈറ്റിന് നമ്മൾ ഈ കൽപ്പന ചൗളയോടുള്ള ബഹുമാനാർത്ഥം കൽപ്പന സാറ്റ് എന്നുള്ള പേരാണ് നൽകിയിരിക്കുന്നത് അല്ലെ. ഇനി നമുക്ക് അവിടെ പഠിക്കാനുള്ള കാര്യം ഇന്ത്യയുടെ ബഹിരാകാശ പ്രവർത്തനങ്ങളെ കുറിച്ചിട്ടാണ്. ഇന്ത്യയുടെ ബഹിരാകാശ പ്രവർത്തനങ്ങൾ നമുക്കറിയാലോ. ഇപ്പൊ ചന്ദ്രയാൻ 3 വരെ നമ്മൾ ആദ്യമായിട്ട് ചന്ദ്രന്റെ സൗത്ത് പോളിൽ സേഫ് ലാൻഡ് ചെയ്ത ആദ്യത്തെ രാജ്യമായി ഇന്ത്യ മാറി. എന്നാൽ ചന്ദ്രനിൽ ലാൻഡ് ചെയ്ത 4ാമത്തെ രാജ്യമായിട്ടും ഇന്ത്യ മാറി അല്ലേ. അപ്പൊ അത്ര വലിയ നേട്ടങ്ങളാണ് ഇന്ത്യ ബഹിരാകാശ രംഗത്തിൽ കൈവരിച്ചിട്ടുള്ളത്. 1975 ആര്യഭട്ട എന്നുള്ള കൃത്രിമോപഗ്രഹം നമ്മൾ വിക്ഷേപിച്ചു. 1984 ആദ്യത്തെ ഇന്ത്യക്കാരനായിട്ടുള്ള രാകേഷ് ശർമ്മ ബഹിരാകാശ യാത്ര നടത്തി എന്നും പറഞ്ഞു. ഇനി ഈ ബഹിരാകാശ പദ്ധതികൾക്ക് ആരാണ് തുടക്കം കുറിച്ചത്? ബഹിരാകാശ പദ്ധതികൾക്ക് തുടക്കം കുറിച്ച വ്യക്തി എന്ന് പറയുന്നത് വിക്രം സാരാഭായ് ആണ്. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതികൾക്ക് തുടക്കമിട്ട വ്യക്തി വിക്രം സാരാഭായ് ആണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നതും വിക്രം സാരാഭായ് ആണ്. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് വിക്രം സാരാഭായ് ആണ്. ഇനി നമുക്ക് എടുത്തു പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 3 ഇതാണ് അല്ലെ. ഒന്നാമത്തത് ചന്ദ്രയാൻ 1, ചന്ദ്രയാൻ 2, ചന്ദ്രയാൻ 3 എന്നുള്ളത്. അതേപോലെ തന്നെ ഇപ്പൊ റീസെന്റ് ആയിട്ട് നമുക്കറിയാം എന്തും കൂടിയുണ്ട്, നമ്മുടെ ആദിത്യ L1 കൂടി ഉണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ ഡേറ്റും കൂടി നമ്മൾ പഠിക്കണം. ആദ്യമായിട്ട് ചന്ദ്രയാൻ 1 പറയാണ്. ചന്ദ്രയാൻ 1 എന്നാണ് വിക്ഷേപിച്ചത്? ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചത് 2008 ഒക്ടോബർ 22 പഠിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും, എഴുതി വെച്ച് ഇപ്പൊ പറയുമ്പോൾ തന്നെ എഴുതി മാറ്റി വെക്കുക. അല്ല നിങ്ങൾക്ക് കിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു ചെറിയ പേപ്പർ കഷ്ണത്തിൽ എഴുതിയിട്ട് നിങ്ങൾ സ്ഥിരം കാണുന്ന ഏതെങ്കിലും ഭാഗത്ത് ഒട്ടിച്ചു വെക്കുക. 2008 ഒക്ടോബർ 22 ഇന്ത്യയുടെ ആദ്യത്തെ ചാന്ദ്ര ദൗത്യമായിട്ടുള്ള ചന്ദ്രയാൻ 1 വിക്ഷേപിക്കുന്നത് 2008 ഒക്ടോബർ 22. ചന്ദ്രയാൻ 2 വിക്ഷേപിച്ചത് 2019 ജൂലൈ 22 2019 ജൂലൈ 22. രണ്ടും 22 തന്നെയാണ്. ആദ്യത്തേത് ഒക്ടോബർ 22 ആണെങ്കിൽ ചന്ദ്രയാൻ 2 ജൂലൈ 22 ചന്ദ്രയാൻ 2 വിക്ഷേപിക്കുന്നത്. ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് 2023 ജൂലൈ 14. ഈ ജൂലൈ എന്ന് പറയുന്നത് 7ാം മാസമാണ് അല്ലെ. അതിന്റെ നേരെ ഇരട്ടി 14 അല്ലെ. 7ാം മാസം, 7 എന്ന് വെച്ചാൽ 7 × 2 അല്ലേ 14. ജൂലൈ 14 2023 വിക്ഷേപിച്ചത് നമുക്കറിയാലോ. 2023 ജൂലൈ 14 ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത്. അത് മാത്രമല്ല ചന്ദ്രയാൻ 3 അവിടെ എത്തിയത്, സേഫ് ലാൻഡ് ചെയ്ത ദിവസം കൂടി പഠിക്കണം. 2023 ഓഗസ്റ്റ് 23. പഠിക്കാൻ എളുപ്പമാണ് അല്ലേ. 2023 ഓഗസ്റ്റും കൂടി പഠിച്ചാൽ മതി. ഓഗസ്റ്റ് ആണല്ലോ നമ്മുടെ സ്വാതന്ത്ര്യദിനമൊക്കെ. അതുകൊണ്ട് തന്നെ 2023 ഓഗസ്റ്റ് 23 നമ്മൾ അവിടെ സേഫ് ലാൻഡ് ചെയ്തത്. ചന്ദ്രയാൻ 3 അവിടെ സേഫ് ലാൻഡ് ചെയ്തത് എന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി ഈ ആദിത്യ L1 വിക്ഷേപിച്ചത് 2023 തന്നെയാണ്. 2023 സെപ്റ്റംബർ 2. നമ്മൾ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സെപ്റ്റംബർ. സെപ്റ്റംബർ എന്നുള്ളത് നമ്മൾ എപ്പോഴും ടെമ്പർ വെച്ചിട്ടാണ് കണക്ട് ചെയ്യുക അല്ലെ. ടെമ്പർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ സൂര്യനിൽ ഭയങ്കര ചൂടല്ലേ. അപ്പൊ സെപ്റ്റംബർ മാസമാണ് 2 സെപ്റ്റംബർ 2 എന്ന് പറയുന്നത് നമ്മൾ നാളികേര ദിനം
ദിനമായിട്ട് ആചരിക്കുന്ന ഒരു ദിവസം കൂടിയാണ്. സെപ്റ്റംബർ 2-നാണ് 2023 സെപ്റ്റംബർ 2-നാണ് ആദിത്യ L1 വിക്ഷേപിച്ചത്. അതേപോലെ തന്നെ ആദിത്യ L1 അവിടെ എത്തിച്ചേർന്നത്, അതായത് L1 പോയിന്റിലേക്കല്ലേ വിക്ഷേപിച്ചിട്ടുള്ളത്, അവിടെ എത്തിച്ചേർന്നത് 2024 ജനുവരി 6-നാണ്. 2024 ജനുവരി 6-നാണ് ആദിത്യ L1 എത്തിച്ചേർന്നത് എന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി നമുക്ക് ഇൻസാറ്റ് എന്നും IRS എന്നും പറഞ്ഞിട്ട് ഉപഗ്രഹങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇൻസാറ്റ് ഉപഗ്രഹങ്ങളും IRS അല്ലെ, എന്താണ് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്? ഇൻസാറ്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സാറ്റലൈറ്റ് സിസ്റ്റം എന്നാണ്. IN എന്ന് പറഞ്ഞത് ഇന്ത്യൻ, സാറ്റ് എന്നുള്ളത് ഇൻസാറ്റ്, സാറ്റ് എന്നുള്ളത് സാറ്റലൈറ്റ്, ഇന്ത്യൻ സാറ്റലൈറ്റ് സിസ്റ്റം എന്നുള്ളതിന്റെ ഷോർട്ടാണ് ഇൻസാറ്റ് എന്നുള്ളത്. ഈ ഇൻസാറ്റ് ഉപഗ്രഹങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ കമ്മ്യൂണിക്കേഷൻ, വാർത്താവിനിമയത്തിന് വേണ്ടിയാണ് അയക്കുന്നത്. അതായത് നമുക്കറിയാം, ഇപ്പൊ ഇന്റർനെറ്റ് വഴിയും മൊബൈൽ ഫോൺ വഴിയൊക്കെ നമ്മൾ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നുണ്ടല്ലേ. ഇത്തരത്തില് വിനിമയവുമായി ബന്ധപ്പെട്ട എല്ലാ ആവശ്യങ്ങൾക്കും നമ്മൾ ഇൻസാറ്റ് ഉപഗ്രഹങ്ങളെയാണ് വിക്ഷേപിക്കുക. ഇൻസാറ്റ്, ഇന്ത്യൻ സാറ്റലൈറ്റ് സിസ്റ്റം എന്നുള്ളതിന്റെ ഷോർട്ടാണ് ഇൻസാറ്റ് എന്ന് പറയുന്നത്. ഇനി IRS എന്നുള്ളത് നമ്മൾ പലതരത്തിലുള്ള പഠനങ്ങൾ, അതായത് കാലാവസ്ഥാ പഠനം, ഭൂവിഭവങ്ങളെ കുറിച്ചുള്ള പഠനങ്ങൾ, ധാതുക്കളെ കുറിച്ചുള്ള പഠനങ്ങൾ, അല്ലെ, മത്സ്യസമ്പത്ത് മനസ്സിലാക്കാൻ, ഇത്തരത്തിലുള്ള പഠനങ്ങൾ ഉണ്ടല്ലോ, അതിന് വേണ്ടിയിട്ടാണ് IRS എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ റിമോട്ട് സെൻസിങ് സാറ്റലൈറ്റ് എന്നാണ്. RS എന്നുള്ളത് റിമോട്ട് സെൻസിങ് ആണ്. ഇന്ത്യൻ റിമോട്ട് സെൻസിങ് സാറ്റലൈറ്റ് ആണ് IRS എന്നുള്ളത്. അപ്പൊ ഈ രണ്ട് സാറ്റലൈറ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇൻസാറ്റ് എന്നുള്ളത് വാർത്താവിനിമയ ആവശ്യങ്ങൾക്കായിട്ട് വിക്ഷേപിക്കുന്ന ഉപഗ്രഹങ്ങളാണ്. IRS എന്ന് പറഞ്ഞത് പലതരത്തിലുള്ള ഭൂവിഭവ പഠനങ്ങൾക്ക്, കാലാവസ്ഥാ പഠനങ്ങൾക്ക്, അതേപോലെ തന്നെ മത്സ്യസമ്പത്ത് കണ്ടെത്താൻ, ധാതു വിഭവങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കാൻ, ഇത്തരത്തിലുള്ള പഠനങ്ങൾക്കൊക്കെ ആയിട്ട് നമ്മൾ വിക്ഷേപിക്കുന്ന ഉപഗ്രഹം IRS ആണെന്നും കൂടി മനസ്സിലാക്കാം. പിന്നെ രാജ്യങ്ങളും അവയുടെ ബഹിരാകാശ ഏജൻസികളും തന്നിട്ടുണ്ട്. ഇന്ത്യയുടെ ബഹിരാകാശ ഏജൻസി അറിയാത്ത ആരും തന്നെ ഉണ്ടാവില്ല, അല്ലെ. ISRO അഥവാ ഇസ്രോയാണ് ഇന്ത്യയുടെ ബഹിരാകാശ ഏജൻസി. ഇനി അമേരിക്കയുടെ ആണെങ്കിൽ നാസ എന്നും അറിയാം. ഇനി നമ്മുടെ യൂറോപ്യൻ യൂണിയൻ ആണെന്നുണ്ടെങ്കിൽ, അതായത് യൂറോപ്പിന്റെ ആണെന്നുണ്ടെങ്കിൽ യൂറോപ്യൻ സ്പേസ് ഏജൻസി എന്നുള്ള USA, അല്ലെ, യൂറോപ്യൻ സ്പേസ് ഏജൻസി എന്നുള്ള USA ആണ് അവരുടേത്. അതേപോലെ തന്നെ ചൈന ആണെങ്കിലും ചൈന സ്പേസ് ഏജൻസി, അല്ലെ, ചൈനയുടെ സ്പേസ് ഏജൻസി എന്നുള്ളതിൽ CNSA ആണ്. റഷ്യയുടെ ആണെങ്കിലും റഷ്യൻ സ്പേസ് ഏജൻസി എന്നുള്ള രീതിയിൽ RSA ആണ് റഷ്യൻ സ്പേസ് ഏജൻസി. അപ്പൊ നമുക്ക് അവിടെ പഠിക്കേണ്ടത് ഒരെണ്ണം മാത്രമേ ഉള്ളൂ, ജപ്പാന്റെ JAXA ആണ്. JAXA ആണ് ജപ്പാന്റെ ബഹിരാകാശ ഏജൻസി. അത് മാത്രമല്ല പഠിക്കാനുള്ളൂ. ഒന്നും കൂടി പറയാം, ഇന്ത്യയുടേത് ISRO, USAയുടെ നാസ, യൂറോപ്പ് എന്ന് പറയുമ്പോൾ യൂറോപ്യൻ സ്പേസ് ഏജൻസി ESA, റഷ്യയുടെ ആവുമ്പോൾ റഷ്യൻ സ്പേസ് ഏജൻസി RSA, ചൈനയുടെ ആവുമ്പോൾ ചൈന സ്പേസ് ഏജൻസി എന്നുള്ളത് CNSA, ജപ്പാന്റെ മാത്രം JAXA എന്നുള്ളതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളൂ. കുറച്ച് കുഞ്ഞു ചാപ്റ്റർ ആണെങ്കിലും അത്യാവശ്യം നല്ല കണ്ടന്റ് പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ്, കാരണം കുറെ വർഷങ്ങളുണ്ട്, അല്ലെ. ആ വർഷങ്ങൾ മാത്രം ഞാനൊന്ന് പറയാം. ആദ്യമായിട്ട് ഒരു കൃത്രിമ ഉപഗ്രഹം വിക്ഷേപിക്കുന്നത് സോവിയറ്റ് യൂണിയൻ ആണ്. അതിന്റെ പേര് സ്പുട്നിക് 1 എന്നുള്ളതാണ്. വിക്ഷേപിച്ചത് എന്നാണ്? 1957 ഒക്ടോബർ 4-നാണ് വിക്ഷേപിച്ചത്. ആ ഒക്ടോബർ 4 നമ്മൾ ബഹിരാകാശ വാരമായിട്ട്, അല്ലെ, ഒക്ടോബർ 4 മുതൽ ഒക്ടോബർ 10 വരെ ബഹിരാകാശ വാരമായിട്ട് ആചരിക്കുന്നു. കാരണം 1957 ഒക്ടോബർ 10-നാണ് അന്താരാഷ്ട്ര ബഹിരാകാശ സമാധാന ഉടമ്പടി നടക്കുന്നത്, അല്ലെ. അതുകൊണ്ട് തന്നെ ഒക്ടോബർ 4 മുതൽ ഒക്ടോബർ 10 വരെയുള്ളതാണ് നമ്മുടെ ബഹിരാകാശ വാരമായിട്ട് ആചരിക്കുന്നത്. അതേ വർഷം തന്നെ 1957 തന്നെയാണ് സോവിയറ്റ് യൂണിയൻ ലൈക്ക എന്ന് പറഞ്ഞ നായയെ കൂടി ബഹിരാകാശത്ത് എത്തിക്കുന്നത്. അത് കഴിഞ്ഞ് തൊട്ട് പിന്നത്തെ വർഷം 1958 അമേരിക്ക ആദ്യത്തെ ഉപഗ്രഹ വിക്ഷേപണം നടത്തുന്നത്. ഇനി ആദ്യമായിട്ട് ബഹിരാകാശത്ത് എത്തിയ മനുഷ്യൻ എന്നുള്ളത് യൂറി ഗഗാറിനാണ്. വോസ്റ്റോക്ക് എന്നുള്ള ബഹിരാകാശ പേടകത്തിലാണ് എത്തിച്ചേരുന്നത്. എന്നാണ്? 1961 ഏപ്രിൽ 12. അപ്പൊ നമ്മുടെ അമേരിക്കയ്ക്ക് എന്തെങ്കിലും ചെയ്യണം, അല്ലേ. അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് ചന്ദ്രനിൽ മനുഷ്യനെ എത്തിച്ചത് അമേരിക്കയുടെ നാസയാണ് 1969. മറ്റേത് 61, ഇവിടെ 69. 1969 ജൂലൈ 21. അതുകൊണ്ട് ജൂലൈ 21 നമ്മൾ ചാന്ദ്ര ദിനമായിട്ട് ആചരിക്കുന്നു. ആരൊക്കെയാണ് ചന്ദ്രനിൽ എത്തിയതെന്ന് ചോദിച്ചാൽ നീൽ ആംസ്ട്രോങ്, എഡ്വിൻ ആൽഡ്രിൻ, പിന്നെ മൈക്കിൾ കോളിൻസ്. അതിൽ മൈക്കിൾ കോളിൻസ് മാത്രം ചന്ദ്രനിൽ ഇറങ്ങിയില്ല, ബാക്കി രണ്ടുപേരും ചന്ദ്രനിൽ ഇറങ്ങി എന്നുള്ള കാര്യം കൂടി ഓർത്തിരുന്നാൽ മാത്രം മതി. അപ്പൊ നമ്മുടെ ഈ ചാപ്റ്റർ കഴിഞ്ഞു. നമ്മുടെ അടുത്ത ചാപ്റ്ററിലേക്ക് പോകാണ്. അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് മാറ്റത്തിന്റെ പൊരുൾ.
മാറ്റത്തിന്റെ പൊരുൾ എന്തിന്റെ മാറ്റങ്ങളാണ് പറയുന്നത്? അതായത് ഊർജത്തിന്റെ മാറ്റങ്ങളാണ് പറയുന്നത്. പലതരത്തിലുള്ള ഊർജ്ജ മാറ്റങ്ങളെ കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. വളരെ ചെറിയൊരു ചാപ്റ്ററാണ്, പഠിക്കാൻ വളരെ എളുപ്പമായിട്ടുള്ള ചാപ്റ്ററാണ്. ഊർജ്ജത്തിന്റെ വിവിധതരം മാറ്റങ്ങൾ. അപ്പൊ നമുക്ക് ഊർജ്ജം തന്നെ പറഞ്ഞാൽ നമുക്കറിയാം പലതരത്തിലുള്ള ഊർജ്ജം ഉണ്ട് അല്ലെ. പ്രകാശോർജ്ജമുണ്ട്, താപോർജ്ജമുണ്ട്, വൈദ്യുതോർജ്ജമുണ്ട്, ശബ്ദോർജ്ജമുണ്ട്, യാന്ത്രികോർജ്ജമുണ്ട് ഇല്ലേ, താപോർജ്ജമുണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള ഊർജ്ജ രൂപങ്ങൾ നമുക്ക് ചുറ്റിലുണ്ട്. ഒരുപാട് ഊർജ്ജ രൂപങ്ങളുണ്ട്. ശബ്ദോർജ്ജം, പ്രകാശോർജ്ജം, വൈദ്യുതോർജ്ജം അല്ലെ, എല്ലാം നമ്മൾ ഊർജ്ജം ചേർത്തല്ലേ പറയാ. അപ്പൊ ഇതൊക്കെ എന്താണ്? ഊർജ്ജത്തിന്റെ വിവിധ തരം രൂപങ്ങളാണ്. അപ്പൊ ഈ ഊർജ്ജം എന്ന് പറയുന്നത് നമ്മുടെ ഐൻസ്റ്റീൻ പറഞ്ഞു വെച്ചിട്ടുണ്ട് അല്ലെ, അതിനെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ സാധിക്കില്ല. എപ്പോഴും അത് ഒരവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് മാറുക മാത്രമാണ് ചെയ്യുന്നത്. ഒരിക്കലും നമുക്ക് ഊർജ്ജത്തെ നിർമ്മിക്കാനും സാധിക്കില്ല, നമുക്ക് അതിനെ നശിപ്പിച്ച് കളയാനും സാധിക്കില്ല. അത് എപ്പോഴും ഒരവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മൾ ഇപ്പോൾ സസ്യങ്ങൾ ആഹാരം പാകം ചെയ്യുന്നു. നമ്മൾ എപ്പോഴും അവിടെ നിന്നല്ലേ എക്സാമ്പിൾ പറഞ്ഞു തുടങ്ങാം. സസ്യങ്ങൾ ആഹാരം പാകം ചെയ്യുന്നു എന്ത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട്? പ്രകാശം അഥവാ പ്രകാശോർജ്ജം അല്ലെ. സൂര്യപ്രകാശം എന്ന് പറയുന്നത് ഒരു ഊർജ്ജ രൂപമാണ് അല്ലെ. ഊർജ്ജത്തിന്റെ ഉറവിടം എന്ന് പറയുന്നത് തന്നെ സൂര്യനാണ്. സൂര്യപ്രകാശം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സസ്യങ്ങൾ ആഹാരം പാകം ചെയ്യുന്നു. ഈ ആഹാരം പാകം ചെയ്തിട്ട് ഈ ഊർജ്ജം അവ എന്താക്കി മാറ്റുന്നു? രാസോർജ്ജമാക്കി മാറ്റുന്നു. അപ്പോൾ പ്രകാശോർജ്ജം അവിടെ രാസോർജ്ജമായിട്ട് മാറുന്നു. അങ്ങനെയാണ് ഇവ സസ്യങ്ങളിൽ ഇത് സംഭരിച്ചു വെക്കുന്നത്. ഇനി നമ്മൾ ഈ വിറകെടുത്ത് കത്തിക്കുന്നു. അപ്പൊ വിറകെടുത്ത് കത്തിക്കുമ്പോൾ നമ്മുടെ തടിയിൽ അല്ലെങ്കിൽ മരത്തിൽ അല്ലെങ്കിൽ ചെടിയിൽ സ്റ്റോർ ചെയ്തിട്ടുള്ളത് രാസോർജ്ജമാണ്. സംഭരിക്കപ്പെടുന്ന എല്ലാ ഊർജ്ജവും രാസോർജ്ജമാണ്. അതാദ്യം മനസ്സിലാക്കുക. സംഭരിച്ചു വെച്ചിട്ടുള്ള എല്ലാ ഊർജ്ജവും, അത് സസ്യങ്ങളിൽ സംഭരിച്ചു വെച്ച ഊർജ്ജമാണെങ്കിലും നമ്മൾ മനുഷ്യർ അല്ലെങ്കിൽ ജന്തുക്കൾ നമ്മുടെ ശരീരത്തിൽ സംഭരിച്ചു വെച്ചിട്ടുള്ള ഊർജ്ജമൊക്കെ എന്താണ്? രാസോർജ്ജമാണ്. ബാറ്ററിയിലുള്ള ഊർജ്ജം ബാറ്ററിയിൽ സംഭരിച്ചു വെച്ചിരിക്കുകയാണ് അല്ലെ. അപ്പൊ സംഭരിച്ചു വെച്ചിട്ടുള്ള ഊർജ്ജങ്ങളെല്ലാം എന്താണ്? രാസോർജ്ജമാണ്. അപ്പൊ നമ്മൾ വിറക് കത്തിക്കുമ്പോൾ ഈ രാസോർജ്ജം അവിടെ എന്തായി മാറുന്നു? താപോർജ്ജവും പ്രകാശോർജ്ജവുമായി മാറുന്നു. അപ്പൊ നമ്മൾ എവിടെ നിന്ന് തുടങ്ങി? സൂര്യന്റെ പ്രകാശം, സൂര്യപ്രകാശത്തിലെ പ്രകാശോർജ്ജത്തിലും തുടങ്ങി. പ്രകാശോർജ്ജത്തെ രാസോർജ്ജമാക്കി സസ്യങ്ങൾ മാറ്റി. ആ രാസോർജ്ജം നമ്മൾ വിറക് കത്തിച്ചപ്പോൾ എന്തായി മാറി? രാസോർജ്ജം അവിടെ താപോർജ്ജവും പ്രകാശോർജ്ജവുമായി മാറി ഇല്ലേ. വിറക് കത്തിക്കുമ്പോൾ താപവും ഉണ്ടാവുന്നുണ്ട്, പ്രകാശം ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അവിടെ നമ്മൾ രാസോർജ്ജം, പ്രകാശോർജ്ജവും താപോർജ്ജവുമായി മാറി. ഇനി അതേപോലെ തന്നെ മറ്റൊരു എക്സാമ്പിൾ പറയാണ്. നമ്മൾ വൈദ്യുതി നിർമ്മിക്കുന്നത്, അതായത് വൈദ്യുതോർജ്ജം എന്ന് പറഞ്ഞാൽ വൈദ്യുതി നമുക്ക് പലതരത്തിൽ ഉണ്ടാക്കാം അല്ലെ. താപവൈദ്യുത നിലയങ്ങളുണ്ട്, ജലവൈദ്യുത നിലയങ്ങളുണ്ട്. ഏത് എക്സാമ്പിൾ വേണമെങ്കിലും എടുക്കാം. നമ്മളിപ്പോൾ ജലവൈദ്യുത നിലയാണെന്ന് എടുക്കാം. ജലവൈദ്യുത നിലയം എന്ന് പറയുമ്പോൾ നമ്മൾ അണക്കെട്ടുകളിൽ ജലം ശേഖരിച്ചു വെച്ചിരിക്കുന്നു. ആ അണക്കെട്ടുകളിൽ സംഭരിച്ചു വെച്ചിട്ടുള്ള ജലത്തിന് ഒരു സ്ഥിതികോർജ്ജമുണ്ട്. സ്ഥിതികോർജ്ജം, ഗതികോർജ്ജം എന്നൊക്കെ എന്താണെന്ന് അറിയില്ലേ നിങ്ങൾക്ക്? സ്ഥിതികോർജ്ജം എന്ന് വെച്ചാൽ സ്ഥാനം മൂലം ലഭിക്കുന്ന അതിന്റെ പൊസിഷൻ മൂലം ലഭിക്കുന്ന ഊർജ്ജമാണ് സ്ഥിതികോർജ്ജം എന്ന് പറയുന്നത്. ഗതികോർജ്ജം എന്ന് വെച്ചാൽ ചലനം മൂലം, അതിന്റെ ചലനം മൂലം അതിന് ലഭിക്കുന്ന ഊർജ്ജത്തെ നമ്മൾ ഗതികോർജ്ജം എന്നും പറയും അല്ലെ. അപ്പോൾ ആ അണക്കെട്ടുകളിൽ അല്ലെ, ഇത്ര ഉയരത്തിലുള്ള അണക്കെട്ടുകളിൽ സംഭരിച്ചു വെച്ചിട്ടുള്ള ഒരു ജലത്തിന് ഒരു ഊർജ്ജമുണ്ട്. അത് നമ്മൾ സ്ഥിതികോർജ്ജം എന്ന് പറയും. ഇനി നമ്മൾ ആ ജലത്തെ നമ്മൾ ഒരു പെൻസ്റ്റോക്ക് പൈപ്പ് എന്നാണ് ആ പൈപ്പിനെ പറയുക. പെൻസ്റ്റോക്ക് പൈപ്പ് വഴി നമ്മൾ ടർബൈനിൽ കൊണ്ടുവന്ന് ടർബൈൻ കറക്കുന്നു അല്ലെ. അപ്പൊ ഈ പെൻസ്റ്റോക്ക് പൈപ്പിലൂടെ ഇത് സഞ്ചരിക്കുമ്പോൾ, ഈ ജലം സഞ്ചരിക്കുമ്പോൾ അവിടെ ആ സ്ഥിതികോർജ്ജം എന്നുള്ളത് ഗതികോർജ്ജം, അവിടെ എന്തായി? അതിന്റെ ചലനം മൂലം അതിന് ഗതികോർജ്ജം ലഭിക്കും. അപ്പൊ ഗതികോർജ്ജമായി. ഇനി അതെന്താണ്? ടർബൈൻ കറക്കുന്നു. ടർബൈൻ കറക്കാന്ന് പറഞ്ഞാൽ അവിടെ എന്താണ്? ആ ഊർജ്ജം അല്ലെ, അവിടെ ഊർജ്ജം യാന്ത്രികോർജ്ജമായിട്ട് പരിവർത്തനം ചെയ്യും അല്ലെ. ടർബൈൻ കറങ്ങുമ്പോൾ അവിടെ യാന്ത്രികോർജ്ജം, ഭാഗങ്ങൾ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഊർജ്ജം യാന്ത്രികോർജ്ജമാണ്. ഏത് യന്ത്രഭാഗമാണെങ്കിലും, ഇപ്പൊ വാഹനങ്ങളുടെ യന്ത്രഭാഗമാവാം, അല്ല നമ്മുടെ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, ഇപ്പൊ മിക്സി, ഫാന്, അങ്ങനത്തെ ഏത് ഇലക്ട്രോണിക് ഉപകരണങ്ങളാണെങ്കിലും യന്ത്രഭാഗങ്ങൾ ചലിക്കുമ്പോൾ ഉണ്ടാകുന്ന അല്ലെങ്കിൽ യന്ത്രഭാഗങ്ങളുടെ ചലനം മൂലം ഉണ്ടാകുന്ന ഊർജ്ജം യാന്ത്രികോർജ്ജമാണ്. അപ്പൊ ഇത്തരത്തിൽ ഈ വെള്ളം വന്നിട്ട് ഈ ടർബൈൻ കറക്കുമ്പോൾ അവിടെ ഊർജ്ജം എന്തായി മാറി? അത് യാന്ത്രികോർജ്ജമായി മാറി. ഇനി യാന്ത്രികോർജ്ജം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾ എന്തുണ്ടാക്കാണ്? അവിടെ വൈദ്യുതി ഉണ്ടാക്കാണ്. അപ്പൊ ഈ യാന്ത്രികോർജ്ജം പിന്നെ എന്തായി മാറി? അവിടെ വൈദ്യുതോർജ്ജമായി മാറി. യാന്ത്രികോർജ്ജം എന്തായി മാറി? വൈദ്യുതോർജ്ജമായി മാറി. ഇനി നമുക്ക് ലഭിക്കുന്ന ഈ വൈദ്യുതി ഉപയോഗിച്ച് നമ്മൾ മിക്സി ഉപയോഗിക്കുന്നു അല്ലെ. മിക്സി പ്രവർത്തിക്കുമ്പോൾ എന്താണ്? വീണ്ടും ഈ വൈദ്യുതോർജ്ജം അവിടെ യാന്ത്രികോർജ്ജവും പ്ലസ് താപോർജ്ജവുമായി മാറും. കാരണം എന്ത് യന്ത്രഭാഗം കറങ്ങുമ്പോഴും ചെറിയ രീതിയിലുള്ള ഒരു താപോർജ്ജം അവിടെ ഉണ്ടാവും. ചെറിയ രീതിയിലുള്ളത്. നമുക്ക് കുറെ നേരം മിക്സി ഓൺ ചെയ്താൽ നമുക്ക് അറിയാൻ പറ്റും, നല്ല ചൂടാവും. അപ്പൊ ഏത് യന്ത്രഭാഗങ്ങൾ പ്രവർത്തിച്ചു കഴിഞ്ഞാലും അവിടെ ചെറിയ രീതിയിലുള്ള ഒരു താപോർജ്ജം ഉണ്ടാവും. അപ്പോൾ നമ്മൾ മിക്സി പ്രവർത്തിക്കുകയാണെങ്കിൽ അവിടെ ആ വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജവും താപോർജ്ജവുമായി മാറും. അല്ല നമ്മൾ ഇതിന് പകരം വൈദ്യുതി ഉപയോഗിച്ച് നമ്മൾ ലൈറ്റ് കത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്തായി മാറും? അവിടെ ആ വൈദ്യുതോർജ്ജം പ്രകാശോർജ്ജം അല്ലെ, പ്രകാശോർജ്ജവും താപോർജ്ജവുമായി മാറും. അപ്പൊ എന്താണ്? ഇത്തരത്തിൽ നമ്മുടെ പ്രകൃതിയിൽ ഊർജ്ജ മാറ്റങ്ങളാണ് ഉണ്ടാവുന്നത്. പലതരത്തിലുള്ള ഊർജ്ജ മാറ്റങ്ങൾ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഏത് എക്സാമ്പിൾ വേണമെങ്കിലും എടുത്തിട്ടും നമുക്ക് നോക്കാൻ സാധിക്കും. പലതരത്തിലുള്ള
ഊർജ്ജ മാറ്റങ്ങളാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാൻ സാധിക്കും. അതൊക്കെ നിങ്ങൾ മറ്റേ ക്ലാസ്സിൽ കുറേ എക്സാമ്പിളുകൾ, ഒരുപാട് എക്സാമ്പിളുകൾ പറയുന്നുണ്ട്. അത്ര എക്സാമ്പിളിലേക്കൊന്നും പോകുന്നില്ല, കാരണം അത്ര ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു ഭാഗമല്ലത്. പക്ഷെ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം രണ്ടെണ്ണമാണ്. ഒന്ന്, ഈ സംഭരിച്ച് വെച്ചിരിക്കുന്ന ഊർജ്ജം എന്ന് പറയുന്നത് എപ്പോഴും രാസോർജ്ജമായിരിക്കും. സംഭരിച്ച് വെച്ചിരിക്കുന്ന ഊർജ്ജം, പദാർത്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഊർജ്ജം അല്ലെ, പദാർത്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഊർജ്ജം എന്തെന്ന് ചോദിച്ചാൽ അത് രാസോർജ്ജമാണ്. പദാർത്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഊർജ്ജം രാസോർജ്ജമാണെന്ന് ഓർത്തു വെക്കുക. ബാറ്ററിയിൽ അടങ്ങിയിരിക്കുന്ന ഊർജ്ജം എന്തെന്ന് ചോദിച്ചാൽ അതും രാസോർജ്ജമാണ്. ഇനി യന്ത്രഭാഗങ്ങൾ പ്രവർത്തിക്കുന്നതിന്റെ ഫലമായിട്ടുണ്ടാകുന്ന ഊർജ്ജം എന്ന് പറയുന്നത് യാന്ത്രികോർജ്ജമാണ്. യന്ത്രങ്ങളുടെ പ്രവർത്തനം മൂലം വാഹനങ്ങൾ ചലിക്കുന്നതിന് സഹായകമായിട്ടുള്ള ഊർജ്ജം ഏതെന്ന് ചോദിച്ചാൽ എന്താണ്? യാന്ത്രികോർജ്ജമാണ് അല്ലെ. അവിടെ പെട്രോൾ എന്ന് പറഞ്ഞ ഒരു രാസോർജ്ജമാണ്. അത് പെട്രോൾ കത്തുന്നതിന്റെ ഫലമായിട്ട് അവിടെ എന്തുണ്ടാകുന്നു? യാന്ത്രികോർജ്ജം ഉണ്ടാകുന്നു അല്ലെ. അപ്പൊ യന്ത്രഭാഗങ്ങൾ കറങ്ങിയിട്ട് യാന്ത്രികോർജ്ജം ഉണ്ടാവുകയും വാഹനങ്ങൾക്ക് മുന്നോട്ട് നീങ്ങാൻ സാധിക്കുകയും ചെയ്യും അല്ലെ. അപ്പൊ അവിടെയും രാസോർജ്ജം യാന്ത്രികോർജ്ജമായിട്ടാണ് മാറുന്നത്. യന്ത്രഭാഗങ്ങൾ ചലിക്കുന്നതിന്റെ ഫലമായിട്ടുണ്ടാകുന്ന ഊർജ്ജം യാന്ത്രികോർജ്ജമാണ്. പദാർത്ഥങ്ങളിൽ അടങ്ങിയിട്ടുള്ള ഊർജ്ജം രാസോർജ്ജമാണ്. ഇത്രയും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇനി നമുക്ക് പറയുന്നത് അവിടെ ഭൗതിക മാറ്റത്തെക്കുറിച്ചും രാസമാറ്റത്തെക്കുറിച്ചിട്ടാണ്. നമ്മൾ മുമ്പ് ഫിസിക്സ് ക്ലാസ്സിൽ പറഞ്ഞ കാര്യം തന്നെയാണ്. ഭൗതിക മാറ്റം എന്ന് പറഞ്ഞാൽ അതൊരു താൽക്കാലികമായിട്ടുള്ള മാറ്റമാണ് അല്ലെ. ഒരു താൽക്കാലിക മാറ്റം, അതിന്റെ ആകൃതിയിലോ അല്ലെങ്കിൽ അതിന്റെ കണികളുടെ വലിപ്പത്തിലോ ഒക്കെ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകാം. പക്ഷെ അതിന് ഒരിക്കലും ഒരു പെർമനന്റ് ആയിട്ടുള്ള ഒരു മാറ്റമല്ല അത് അല്ലെ. ഭൗതിക മാറ്റം എന്ന് പറഞ്ഞാൽ ഒരു താൽക്കാലിക മാറ്റം മാത്രമാണ്. അതോടൊപ്പം തന്നെ പുതിയ പ്രൊഡക്റ്റ് ഉണ്ടാകുന്നില്ല. ഭൗതിക മാറ്റത്തിൽ ഒരിക്കലും പുതിയ പ്രൊഡക്റ്റ് ഉണ്ടാകുന്നില്ല. രാസമാറ്റം എന്ന് പറഞ്ഞാൽ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ്, അത് പെർമനന്റ് ആയിട്ടുള്ള മാറ്റമാണ് അല്ലെ. അതിന്റെ രാസഘടനയ്ക്ക് തന്നെ മാറ്റം സംഭവിക്കുന്നു. ആ വസ്തുവിന്റെ രാസഘടനയ്ക്ക് തന്നെ മാറ്റം സംഭവിക്കുന്നു. അവിടെ ഒരു പുതിയ പ്രൊഡക്റ്റ് ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെ ഈ പുതിയ പ്രൊഡക്റ്റിനെ ഒരിക്കലും നമുക്ക് തിരിച്ച് പഴയ രൂപത്തിലേക്ക് കൊണ്ടുവരാനും സാധിക്കില്ല. രാസമാറ്റം എന്ന് പറയുമ്പോൾ നമ്മൾ നോക്കേണ്ട കാര്യത്തിലേ ഉള്ളൂ. പുതിയ പ്രൊഡക്റ്റ് ഉണ്ടാകുന്നുണ്ടോ, അതിന്റെ രാസഘടനയ്ക്ക് മാറ്റം വരുന്നുണ്ടോ, അതിനെ തിരിച്ച് പഴയ പ്രൊഡക്റ്റ് ആക്കാൻ സാധിക്കുന്നുണ്ടോ, ഈ 3 കാര്യങ്ങളെ നോക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ രാസമാറ്റത്തിൽ എപ്പോഴും പുതിയ പ്രൊഡക്റ്റ് ഉണ്ടാകുന്നു, അതിന്റെ രാസഘടനയ്ക്ക് തന്നെ മാറ്റം ഉണ്ടാകുന്നു. അതിനെ ഒരിക്കലും പഴയ പ്രൊഡക്റ്റ് ആക്കി മാറ്റാൻ സാധിക്കില്ല. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ പച്ചക്കറി അരിയുന്നു. പച്ചക്കറി അരിയാന്ന് പറഞ്ഞാൽ അതിന്റെ വലിപ്പത്തിന് വ്യത്യാസം ഉണ്ടായി, പക്ഷെ അവിടെ ഒരിക്കലും പുതിയ പ്രൊഡക്റ്റ് ഉണ്ടാകുന്നില്ല. അത് പച്ചക്കറി തന്നെയാണ്. അപ്പോൾ അത് ഭൗതിക മാറ്റമാണ് അല്ലെ. എന്നാൽ നമ്മൾ അത് വെവ്വിച്ചു അല്ലെ. വെവ്വിച്ചു കഴിഞ്ഞാൽ അതിന്റെ രാസപരമായിട്ട് തന്നെ അതിന് മാറ്റങ്ങൾ സംഭവിച്ചു അല്ലെ. അപ്പൊ എന്ത് സാധനവും വെവിക്കുന്നത്, ഇപ്പൊ അരി വെവിച്ച് ചോറാക്കുന്നതാണെങ്കിലും എന്ത് സാധനവും വെവിക്കുന്നത് രാസമാറ്റമാണ്. വെവിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ രാസഘടനയ്ക്ക് തന്നെ മാറ്റം സംഭവിച്ചു. അതുകൊണ്ട് തന്നെ അത് രാസമാറ്റമാണ്. നമ്മൾ പേപ്പർ കീറ എന്ന് പറഞ്ഞാൽ അത് ഭൗതിക മാറ്റമാണ് അല്ലെ. അതിന്റെ വലുപ്പത്തിന് വ്യത്യാസം ഉണ്ടായി എന്നുണ്ടെങ്കിൽ കൂടി അവിടെ ഒരു പുതിയ പ്രൊഡക്റ്റ് രൂപം കൊള്ളുന്നില്ല. അത് കടലാസ് തന്നെയാണ്. എന്നാൽ കടലാസ് കത്തിച്ചു കഴിഞ്ഞാൽ അത് രാസമാറ്റമായി. കാരണം എന്താ? കടലാസ് കത്തിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു പുതിയ പ്രൊഡക്റ്റ് ഉണ്ടായി, കരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയ പ്രൊഡക്റ്റ് ഉണ്ടായി. അതിനെ നമുക്ക് തിരിച്ചൊരിക്കലും കടലാസാക്കി മാറ്റാൻ സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അത് രാസമാറ്റമാണ് അല്ലെ. അതേപോലെ തന്നെ മറ്റു എക്സാമ്പിളാണ് ഗ്ലാസ് പൊട്ടുന്നത് അല്ലെ. ഗ്ലാസ് പൊട്ടാന്ന് പറഞ്ഞാൽ എന്ത് മാറ്റമാണ്? അത് ഭൗതിക മാറ്റമാണ്. ഇപ്പൊ നമ്മൾ തടി കഷ്ണം ചെറിയ വിറക് കൊള്ളികളായിട്ട് മുറിക്കുന്നു അല്ലെ. അത് കൊത്തി നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റുന്നു. അത് ഭൗതിക മാറ്റമാണ് അല്ലെ. അതിന്റെ വലുപ്പത്തിന് വ്യത്യാസം വന്നുള്ളൂ. അത് വിറക് തന്നെയാണ്, അല്ലെങ്കിൽ അത് തടി കഷ്ണം തന്നെയാണ്, തടി തന്നെയാണ്, മരം തന്നെയാണ്. എന്നാൽ നമ്മൾ അതിനെ കത്തിക്കുന്നു അല്ലെ. കത്തിക്കുന്നതെല്ലാം തന്നെ രാസമാറ്റമാണ്. എന്ത് സാധനവും കത്തിച്ചോ അത് രാസമാറ്റമാണ്. കത്തിക്കുന്നതെല്ലാം രാസമാറ്റമാണ്, വേവിക്കുന്നതെല്ലാം രാസമാറ്റമാണെന്ന് മനസ്സിലുറപ്പിക്കുക. പിന്നെ നമ്മൾ സാധാരണ സ്ഥിരം ചോദിക്കുന്ന ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് അറിയുന്നതാണ് അല്ലെ. അപ്പൊ ഐസ് ഉരുകി വെള്ളമായി മാറുന്നത്. ഐസ് ഉരുകി വെള്ളമായി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ആ വെള്ളത്തെ ഐസാക്കി മാറ്റാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അതൊരു ഭൗതിക മാറ്റമാണ്. മെഴുകുരുകുന്നത്, മെഴുകുരുകി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും അതിനെ മെഴുകാക്കി മാറ്റാൻ സാധിക്കും. അപ്പൊ അതും ഒരു ഭൗതിക മാറ്റമാണ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, മാങ്ങ പഴുക്കുന്നത്. മാങ്ങ എന്നല്ല, എന്ത് സാധനവും പഴുക്കുന്നത് രാസമാറ്റമാണ്. നമുക്ക് ചിലപ്പോൾ നമുക്ക് തോന്നും, തെറ്റാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് മാങ്ങ പഴുക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും മാങ്ങ എന്നല്ല എന്ത് ഫ്രൂട്ട്സ് ആണെങ്കിലും പഴുത്ത് കഴിഞ്ഞാൽ അത് മാങ്ങ തന്നെയല്ലേ, അതിന് വേറൊരു വസ്തു അല്ലല്ലോ, അത് മാങ്ങ തന്നെയല്ലേ, അല്ലെങ്കിൽ അതൊരു ഫ്രൂട്ട് തന്നെയല്ലേ എന്ന് തോന്നും. പക്ഷെ അത് രാസമാറ്റമാണ്. കാരണം ആ പഴുത്ത മാങ്ങയെ നമുക്ക് ഒരിക്കലും പച്ചമാങ്ങയായിരിക്കും മാറ്റാൻ സാധിക്കില്ല. കുറച്ചും കൂടി ദിവസം വെച്ചാൽ അത് ചീഞ്ഞ് പുഴുവരിക്കുന്നേ ഉള്ളൂ, അല്ലാതെ ഒരിക്കലും അതിനെ പഴയ രൂപത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല. അതുകൊണ്ട് പഴുക്കുന്നത് വേവിക്കുന്നത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ രാസമാറ്റമാണെന്ന് മനസ്സിലാക്കി വെക്കുക. നമുക്കിവിടെ കുറച്ച് എക്സാമ്പിൾ തന്നിട്ടുണ്ട്, വെറുതെ ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറയാം. ഇരുമ്പ് കമ്പികൾ ഇരുമ്പ് കമ്പി തുരുമ്പെടുക്കുന്നത് രാസമാറ്റമാണ് അല്ലെ. തുരുമ്പിച്ച് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് അതിനെ ഇരുമ്പാക്കി മാറ്റാൻ സാധിക്കില്ല. വസ്ത്രങ്ങൾ വെയിലേറ്റ് മങ്ങുന്നത് രാസമാറ്റമാണ്. വെയിലത്ത് ഉണങ്ങുന്നത് ഭൗതിക മാറ്റമാണ്. കാരണം ഉണങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് വെള്ളത്തിലേക്ക് ഒഴിച്ചാൽ വീണ്ടും അത് നനഞ്ഞു അല്ലെ.
പക്ഷേ വെയിലേറ്റ് മങ്ങുന്നത് നിറം മങ്ങുന്നത് ഒരു രാസമാറ്റമാണ്. ഇനി എക്സ്റേ എടുക്കുമ്പോൾ ഫിലിമിന്റെ നിറം മങ്ങുന്നതും രാസമാറ്റം തന്നെയാണ്. മാങ്ങ പഴുക്കുന്നത് രാസമാറ്റമാണ്. ചോറ് അല്പനേരം നന്നായി ചവയ്ക്കുമ്പോൾ മധുരം അനുഭവപ്പെടുന്നു, അല്ലെ? ചോറ് നമ്മൾ ചവയ്ക്കുമ്പോൾ അത് മധുരം അനുഭവപ്പെടുന്നത് രാസമാറ്റമാണ്. കാരണം അത് അവിടെ മാൾട്ടോസ് ആയി മാറി, മറ്റൊരു വസ്തുവായിട്ട് മാറി അവിടെ. അതുകൊണ്ട് അത് രാസമാറ്റമാണ്. ചോറ് ചവച്ചരച്ചു കഴിഞ്ഞാൽ പിന്നെ അത് രാസമാറ്റമാണ്. അപ്പൊ ഇതൊക്കെ രാസമാറ്റമാണ്. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്നത് കൊണ്ട് അതൊക്കെ രാസമാറ്റമാണെന്നുള്ള കാര്യം ഓർത്തു വെക്കുക. നമ്മൾ അടുത്ത ചാപ്റ്ററിലേക്ക് പോവുകയാണ്. ആകർഷിച്ചും വികർഷിച്ചും. ആ ചാപ്റ്റർ കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാലേ എന്തിനെ കുറിച്ചാണ് പറയുന്നത്? കാന്തത്തിനെ കുറിച്ചിട്ടും കാന്തികതനെ കുറിച്ചിട്ടൊക്കെയാണ് പറയുന്നത്. അടുത്തത് ക്ലാസ് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം നിങ്ങളോട് പറയട്ടെ. അതായത് നമ്മുടെ SCERT സോഷ്യൽ എന്നുള്ള പ്ലേലിസ്റ്റിൽ ഒരു വീഡിയോ എടുക്കുന്നുണ്ട്. അത് ഒറ്റ ഇരിപ്പിൽ നമുക്ക് SCERT പഠിക്കാം എന്നുള്ളൊരു വീഡിയോ. അതിന് തംബ്നെയിൽ ഞാനിപ്പോൾ കാണിച്ചു തരാം നിങ്ങൾക്ക്. ആ ക്ലാസ്സിന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ അത് കേരള ഹിസ്റ്ററിയും കേരള ജോഗ്രഫിയും SCERT കേരള ഹിസ്റ്ററിയും കേരള ജോഗ്രഫിയും കൂടി ഉൾക്കൊള്ളുന്ന ഒരു ക്ലാസ് ആണ്. അപ്പൊ നിങ്ങൾ ആ ക്ലാസ് കണ്ടാൽ നിങ്ങൾക്ക് അവിടെ കേരള ഹിസ്റ്ററി, അതോടൊപ്പം കേരള ജോഗ്രഫി, അതിനു പുറമെ നവോത്ഥാനം എന്നുള്ള ഒരു ഭാഗം കൂടി, അതായത് കേരള നവോത്ഥാനം. കാരണം കേരള ഹിസ്റ്ററിയിൽ അവിടെ നവോത്ഥാനം കൂടി വരുന്നുണ്ടല്ലേ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് അവിടെ കവർ ചെയ്യാൻ സാധിക്കും. ഇപ്പൊ നമുക്കറിയാം നവോത്ഥാനമൊക്കെ ഇപ്പൊ PSC പണ്ടത്തെ പോലെ കുറെ കാര്യങ്ങളൊന്നും വാരി വലിച്ച് ചോദിക്കാറില്ല. SCERT ഭാഗങ്ങളിൽ നിന്നാണ് ചോദിക്കാറ്. അപ്പൊ നമ്മൾ അതൊക്കെ കോഡ് വെച്ചിട്ട് മാക്സിമം നിങ്ങൾക്ക് തെറ്റാതിരിക്കാൻ കോഡ് വെച്ചിട്ടാണ് പറഞ്ഞു തന്നിരിക്കുന്നത്. ആ ക്ലാസ് നിങ്ങൾ ഒരു തവണ നിങ്ങൾക്ക് കേട്ടാൽ പിന്നെ നിങ്ങൾ അത് പഠിക്കേണ്ടി വരില്ല. അതുപോലെ നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തന്നിട്ടുണ്ട്. ആ ക്ലാസ് നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് കേരള ഹിസ്റ്ററിയും കേരള ജോഗ്രഫിയും പഠിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ആ ഭാഗം നോക്കിയിട്ടില്ല, ഒന്നും കൂടി SCERT നോക്കണം എന്നുള്ളവർ ആ ക്ലാസ്സും കൂടി നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഒരു 200K അടുത്ത് നമുക്ക് ഏറ്റവും വ്യൂസ് കൂടുതൽ കിട്ടിയിട്ടുള്ള ഒരു ക്ലാസ്സും കൂടിയാണ് അത്. 200K അടുത്ത് വ്യൂസ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും അതും കൂടി ജസ്റ്റ് ഒന്ന് നോക്കാൻ ശ്രമിക്കുക. അപ്പൊ നമുക്ക് ആകർഷിച്ചും വികർഷിച്ചും പറയാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് അത്. നമുക്ക് വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ചാപ്റ്ററാണ്. 2-3 കാര്യങ്ങൾ മാത്രമേ എക്സ്ട്രാ പഠിക്കാനുള്ളൂ, അല്ലെ? നമുക്ക് കാന്തത്തിനെ കുറിച്ചിട്ടാണ് ഇതിൽ പറയുന്നത്, അല്ലെ? ആകർഷിച്ചും വികർഷിച്ചും. ആ ചാപ്റ്ററിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം കാന്തത്തെ കുറിച്ചിട്ടാണ്. കാന്തം ആകർഷിക്കുന്ന വസ്തുക്കളെ നമുക്ക് കാന്തിക വസ്തുക്കളെന്നും കാന്തം ആകർഷിക്കാത്ത വസ്തുക്കളെ നമുക്ക് അകാന്തിക വസ്തുക്കളെന്നും പറയാൻ പറ്റും. അപ്പൊ കാന്തിക വസ്തുക്കളും അകാന്തിക വസ്തുക്കളും എന്താണ്? കാന്തം ആകർഷിക്കുന്ന വസ്തുക്കളെ നമുക്ക് കാന്തിക വസ്തുക്കളെന്നും കാന്തം ആകർഷിക്കാത്ത വസ്തുക്കളെ നമുക്ക് അകാന്തിക വസ്തുക്കളെന്നും പറയാം. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കേൾക്കുമ്പോൾ സിമ്പിളാണെന്ന് തോന്നും, പക്ഷേ കാന്തം വികർഷിക്കുന്ന വസ്തുക്കളല്ല, ഒരിക്കലും കാന്തം വികർഷിക്കുന്ന വസ്തുക്കളല്ല അകാന്തിക വസ്തുക്കൾ. കാന്തം ആകർഷിക്കാത്ത വസ്തുക്കളാണ്. വികർഷിക്കാന്ന് പറഞ്ഞാൽ കാന്തം അടുത്ത് ചെല്ലുമ്പോൾ അകന്നു പോകണം, അല്ലെ? അപ്പൊ കാന്തം അടുത്ത് ചെല്ലുമ്പോൾ അകന്നു പോകണമെന്നില്ല, അത് ആകർഷിക്കാണ്ടിരുന്നാൽ മതി. അപ്പൊ കാന്തം ആകർഷിക്കാത്ത വസ്തുക്കളാണ് അകാന്തിക വസ്തുക്കൾ എന്ന് പറയുന്നത്. കാന്തം ആകർഷിക്കുന്ന വസ്തുക്കളെയാണ് നമ്മൾ കാന്തിക വസ്തുക്കൾ എന്ന് പറയുന്നത്. കുറച്ച് കാന്തിക വസ്തുക്കൾക്ക് എക്സാമ്പിൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. 2 നമുക്ക് സിമ്പിൾ ആണ്. ഇരുമ്പ് ഉരുക്ക്. അതിൻ്റെ ഒപ്പം നിങ്ങൾ നിക്കല് കോബാൾട്ടും കൂടി പഠിച്ചു വെക്കുക. നിക്കല് കോബാൾട്ടും കൂടി എന്താണ്? കാന്തിക വസ്തുവാണ്. അതായത് നമ്മളെ ഇരുമ്പിനെ ആകർഷിക്കുന്ന പോലെ തന്നെ കാന്തം എന്തിനേയും ആകർഷിക്കും? നിക്കലിനെയും കൊബാൾട്ടിനെയും ആകർഷിക്കും. നമുക്ക് അറിയാത്തൊരു വസ്തുതയായിരിക്കും, അല്ലെ? അപ്പൊ നമുക്ക് സ്റ്റേറ്റ്മെന്റിൽ തരുമ്പോൾ അല്ലെങ്കിൽ ഓപ്ഷനിൽ കാന്തം ആകർഷിക്കാത്ത വസ്തു ഏതെന്ന് പറഞ്ഞിട്ട് അതിൽ ഈ നിക്കലും കൊബാൾട്ടും ഉണ്ടെങ്കിൽ നമുക്കൊരു സംശയം വരും, ഇതിനെ ആകർഷിക്കോ ഇല്ല എന്നുള്ള കാര്യം. അതുകൊണ്ട് ശ്രദ്ധിച്ച് പഠിക്കുക. ഇരുമ്പ്, ഉരുക്ക്, നിക്കൽ, കൊബാൾട്ട് കാന്തിക വസ്തുക്കൾ ഉദാഹരണമാണ്. ഇരുമ്പ്, ഉരുക്ക്, നിക്കല്, കൊബാൾട്ട് കാന്തം ആകർഷിക്കുന്ന വസ്തുക്കളെയാണ് നമ്മൾ കാന്തിക വസ്തുക്കൾ എന്ന് പറയാ. കാന്തിക വസ്തുക്കൾക്ക് ഉദാഹരണമാണ് ഇരുമ്പ്, ഉരുക്ക്, നിക്കല്, കൊബാൾട്ട്. ഓക്കെ അല്ലേ? ഇനി നമ്മൾ പ്രകൃതിയാലുള്ള കാന്തങ്ങളെ ലോഡ് സ്റ്റോണുകൾ എന്ന് പറയുന്നു. അതൊന്നുമല്ല, ലോഡ് എന്ന് വെച്ചാൽ ദൈവമാണല്ലേ, ദൈവത്തിന്റെ കലല്ലേ. ലോഡ് സ്റ്റോൺ എന്നാണ് പ്രകൃതിയിൽ കാണപ്പെടുന്ന കാന്തങ്ങളെ അറിയപ്പെടുന്നത്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു പുരോഹിതനുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു ഊന്നുവടിയുമായിട്ട്, ഇരുമ്പിന്റെ ഒരു ഊന്നുവടിയുമായിട്ട് നടന്നു പോകായിരുന്നു. അങ്ങനെ ഒരു പാറയും കൂടെ നടന്നു പോകുമ്പോൾ അദ്ദേഹത്തിന്റെ ഊന്നുവടിയിൽ ഒരു കല്ല് വന്ന് ഒട്ടിപ്പിടിച്ചു, ഒരു ചെറിയ കല്ല് വന്ന് ഒട്ടിപ്പിടിച്ചു. അപ്പൊ സാധാരണ കല്ലുകളൊന്നും തന്നെ ഊന്നുവടിയിൽ വന്ന് ഒട്ടിപ്പിടിക്കില്ല, അല്ലെ? അപ്പൊ ഒരു പ്രത്യേകിച്ച് ഒരു കല്ല് വന്നിങ്ങനെ ഒട്ടിപ്പിടിച്ചപ്പോൾ അദ്ദേഹം വിചാരിച്ചു ഇത് ദൈവം തന്ന കല്ലാണ്, അല്ലെ? ബാക്കിയുള്ള കല്ലുകളൊന്നും ഒട്ടിപ്പിടിക്കില്ല. അപ്പൊ ഇദ്ദേഹം ഇങ്ങനെ പുരോഹിതനും കൂടിയാണ്. നടന്നു പോകുമ്പോൾ ആ ഊന്നുവടിയിൽ, ഇരുമ്പിന്റെ ഊന്നുവടിയിൽ ഒരു കല്ല് വന്ന് ഒട്ടിപ്പിടിച്ചപ്പോൾ അദ്ദേഹം വിചാരിച്ചു ദൈവം തന്ന കല്ലാണ്, അല്ലെ? അതുകൊണ്ട് തന്നെ ലോഡ് സ്റ്റോൺ, ദൈവത്തിന്റെ കല്ലെന്നുള്ള ലോഡ് സ്റ്റോൺ എന്നാണ് അതിനെ വിളിച്ചത്. അതുകൊണ്ട് തന്നെ പ്രകൃതിയിൽ കാണപ്പെടുന്ന കാന്തങ്ങൾ അറിയപ്പെടുന്നത് ലോഡ് സ്റ്റോൺ എന്നാണ്, പ്രകൃതിയിൽ കാണപ്പെടുന്ന കാന്തങ്ങൾ. എന്നാൽ ഇങ്ങനെ പ്രകൃതിയിൽ കാണപ്പെടുന്ന കാന്തങ്ങൾ അല്ലാതെ തന്നെ നമ്മൾ കൃത്രിമമായിട്ടും കാന്തങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, ഇല്ലേ?
നമ്മൾ കൃത്രിമമായിട്ടും കാന്തങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇങ്ങനെ കൃത്രിമ കാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന വസ്തുക്കൾക്ക് ഉദാഹരണം നിങ്ങൾക്ക് അറിയാം, ഇരുമ്പും ഉരുക്കും അല്ലെ. ഇരുമ്പും ഉരുക്കും കൃത്രിമ കാന്തങ്ങൾ നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ PSC സ്ഥിരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, കൃത്രിമ കാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം ഏതാണ് ആ ലോഹസങ്കരം? അൽനിക്കോ അല്ലെ. അൽനിക്കോ ആണ് കൃത്രിമ കാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം. എന്താണ് ലോഹസങ്കരം? ഒന്നിൽ കൂടുതൽ ലോഹങ്ങളുടെ ഒരു കോമ്പിനേഷൻ അല്ലെ, അതാണ് ലോഹസങ്കരം. ഒന്നിൽ കൂടുതൽ ലോഹങ്ങൾ അടങ്ങിയിട്ടുണ്ടാവുക, അതിനെയാണ് നമ്മൾ ലോഹസങ്കരങ്ങൾ എന്ന് പറയാം. പലതരത്തിലുള്ള ലോഹസങ്കരങ്ങളെ കുറിച്ച് നമ്മൾ മുമ്പ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ ഈ അൽനിക്കോ എന്ന് പറഞ്ഞാൽ ഒരു ലോഹസങ്കരമാണ്. അതിൽ ഏതൊക്കെ ലോഹങ്ങളാണ് അടങ്ങിയിട്ടുള്ളത്? അൽനിക്കോ, അലുമിനിയം, നിക്കല്, കൊബാൾട്ട്, അത് നമുക്ക് കിട്ടും അല്ലെ. അൽനിക്കോ എന്ന് പറയുമ്പോൾ തന്നെ അലുമിനിയം, നിക്കല്, കൊബാൾട്ട് പ്ലസ് ഇരുമ്പും കൂടി ഉണ്ട്. അത് ശ്രദ്ധിക്കുക. അൽനിക്കോ എന്ന് പറയുമ്പോൾ അലുമിനിയം, നിക്കല്, കൊബാൾട്ട് പ്ലസ് ഇരുമ്പും കൂടി ഉണ്ടെന്നുള്ള കാര്യം ഓർത്തു വെക്കാം. ഇനി ഇതിനു പുറമെ കാന്തം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മറ്റ് പദാർത്ഥമാണ് നിയോഡിമിയം അതേപോലെ സമേറിയം. നമുക്കറിയാത്ത രണ്ടാമത്തെ വസ്തുതയാണല്ലേ ഇത്, നിയോഡിമിയം അതേപോലെ സമേറിയം. അപ്പൊ കാന്തം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങൾ ഏതെല്ലാം എന്ന് ചോദിച്ചിട്ട് അടിയിൽ ഓപ്ഷൻ തരുമ്പോൾ നിങ്ങൾക്ക് ഈ പേരും കൂടി പരിചിതമായിരിക്കണം. എന്തൊക്കെയാണ് പേര്? നിയോഡിമിയവും സമേറിയം. നിയോഡിമിയം, സമേറിയം. കാന്തം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന നമ്മൾ ഇരുമ്പും ഉരുക്കും ഉപയോഗിക്കാറുണ്ട്. അതേപോലെ തന്നെ കാന്തം നിർമ്മിക്കാൻ, കൃത്രിമ കാന്തം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരമാണ് അൽനിക്കോ എന്ന് പറയുന്നത്. ഇതല്ലാതെ തന്നെ കാന്തം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മറ്റ് പദാർത്ഥങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിയോഡിമിയം, സമേറിയാണ്. ഇനി അടുത്തത് പലതരം കാന്തങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് വേറെ ഒന്നുമല്ല, അതിന്റെ ഷേപ്പിനനുസരിച്ച് നേരെയുള്ള കാന്തങ്ങളുണ്ട്, റിംഗ് ഷേപ്പിലുള്ള കാന്തങ്ങളുണ്ട് അല്ലെ, ആർക്ക് ഷേപ്പിലുള്ള കാന്തങ്ങളുണ്ട്, അങ്ങനെ പലതരത്തിലുള്ള കാന്തങ്ങളുണ്ട്. യു ഷേപ്പിലുള്ള കാന്തങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടാം. അതിനനുസരിച്ച് പലതരത്തിലുള്ള കാന്തങ്ങൾ, ബാർ മാഗ്നറ്റ്, റിംഗ് മാഗ്നറ്റ്, അതേപോലെ തന്നെ യു മാഗ്നറ്റ് എന്നൊക്കെ പറഞ്ഞ് പല മാഗ്നറ്റുകളായി തിരിച്ചിട്ടുണ്ട്. അത് അത്ര ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമല്ല. എന്നാൽ ചിലപ്പോൾ ഇത് ചോദിക്കാം, മിനി മോട്ടറിന്റെ പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്ന കാന്തം. മിനി മോട്ടറുകൾ നമ്മുടെ ടോയ്സിലൊക്കെ ഉണ്ടാവില്ലേ, ചെറിയ മിനി മോട്ടറുകൾ. ആ മിനി മോട്ടറുകളുടെ പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്ന കാന്തം എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ റിംഗ് ട്യൂബ് കാന്തങ്ങളാണ്. റിംഗ് ട്യൂബോ അല്ലെങ്കിൽ ആർക്ക് ഷേപ്പ്ഡ് ആയിട്ടുള്ള കാന്തങ്ങളാണ് ഉപയോഗിക്കുക. നിങ്ങൾ അതൊക്കെ പൊട്ടിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. മിക്കതിൻ്റെ ഉള്ളിലും ആർക്ക് ഷേപ്പ്ഡാണ് കാണാറുള്ളത്. അപ്പം മിനി മോട്ടറിന്റെ പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്ന കാന്തങ്ങൾ എന്ന് ചോദിച്ചാൽ ഒന്നില്ലെങ്കിൽ റിംഗ് ട്യൂബ് അല്ലെങ്കിൽ ആർക്ക്. ഈ ആർക്കിനെ തന്നെയാണ് ചാപ്പ എന്ന് പറയുന്നത്. ആർക്ക് എന്നുള്ളതിനെ തന്നെ മലയാളം വാക്കാണ് ചാപ്പ എന്നുള്ളത്. അപ്പൊ റിംഗ് ട്യൂബും അതേപോലെ തന്നെ ആർക്ക് അഥവാ ചാപ്പ കാന്തങ്ങളാണ് ഇതിന് ഉപയോഗിക്കുക എന്നുള്ളത് ശ്രദ്ധിച്ചു വെക്കാം. ഇനി ഒരു കാന്തത്തിനെ നമ്മളിങ്ങനെ കെട്ടി തൂക്കിയിട്ട് കഴിഞ്ഞാൽ അത് ഏത് ഡയറക്ഷനിലായിരിക്കും നിൽക്കുക? നിങ്ങൾക്ക് അറിയാലോ, എപ്പോഴും അത് നോർത്ത് സൗത്ത് ഡയറക്ഷൻ, തെക്ക് വടക്ക് ഡയറക്ഷനിലായിരിക്കും എപ്പോഴും നിൽക്കുക അല്ലെ. അതിൽ നമ്മൾ തെക്കോട്ട് നിൽക്കുന്ന ഭാഗത്തെ നമ്മൾ S എന്നും വടക്കോട്ട് നിൽക്കുന്ന ഭാഗത്തെ N എന്നും മാർക്ക് ചെയ്ത് നമുക്കറിയാം. N എന്നുള്ളത് ആ കാന്തത്തിന്റെ നോർത്ത് പോളും, S എന്നുള്ളത് സൗത്ത് പോൾ ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും അല്ലെ. ഇനി ഇത്തരത്തില് ഈ കാന്തം മറ്റൊരു കാന്തത്തിന്റെ അടുത്ത് കൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും, രണ്ട് പോയിന്റുകൾ, രണ്ട് ധ്രുവങ്ങൾ തമ്മിൽ അത് ആകർഷിക്കും അല്ലെ. രണ്ട് ധ്രുവങ്ങൾ തമ്മിൽ അതുപോലെ വികർഷിക്കുകയും ചെയ്യും. കാരണം എന്താണ്? ഒരേപോലെയുള്ള ധ്രുവങ്ങൾ വികർഷിക്കും, എന്നാൽ വ്യത്യസ്ത ധ്രുവങ്ങളാണ് ആകർഷിക്കുക. ജസ്റ്റ് ഓർത്താൽ മതി. സാധാരണ നമ്മൾ കുറച്ചും ഇതല്ലേ, നമ്മൾ ഒരു കൗമാരപ്രായത്തിലേക്കൊക്കെ കടന്നിട്ടുണ്ടെങ്കിൽ സ്വതവേ ഈ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരു പരസ്പര ആകർഷണം ഉണ്ടായിരിക്കില്ല. അങ്ങനെ ചിന്തിച്ചാൽ മതി. അപ്പം സൗത്ത് എന്നുള്ളത് ഒരു ആൺകുട്ടിയായിട്ടും നോർത്ത് എന്നുള്ള ഒരു പെൺകുട്ടിയായിട്ടും എടുത്താൽ മതി. വെറുതെ ഓർക്കാൻ വേണ്ടി പറയുന്ന. അപ്പൊ എന്താണ്? വിജാതീയ ധ്രുവങ്ങൾ എന്ന് വെച്ചാൽ ഒന്ന് സൗത്ത് ആണെങ്കിൽ ഒന്ന് നോർത്ത് പോൾ ആയിരിക്കണം. വിജാതീയ ധ്രുവങ്ങൾ പരസ്പരം ആകർഷിക്കുകയും, എന്നാൽ സജാതീയ ധ്രുവങ്ങൾ എന്ന് പറയാൻ ഒരേപോലെയുള്ള ധ്രുവങ്ങൾ, ഒന്നില്ലെങ്കിൽ നോർത്തും അല്ലെങ്കിൽ സൗത്തും വന്നാൽ എന്ത് ചെയ്യും? അവര് വികർഷിക്കുകയും ചെയ്യും അല്ലെ. കാന്തത്തിന്റെ വ്യത്യസ്ത ധ്രുവങ്ങൾ അറിയപ്പെടുന്നത് അല്ലെ, വ്യത്യസ്ത ധ്രുവങ്ങൾ അറിയപ്പെടുന്നത് വിജാതീയ ധ്രുവങ്ങൾ എന്നാണ്. അതായത് ഒന്ന് നോർത്തും ഒന്ന് സൗത്ത് ആണെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള ധ്രുവങ്ങളെ നമ്മൾ വിജാതീയ ധ്രുവങ്ങൾ എന്നും, എന്നാൽ ഒരേപോലത്തെ ധ്രുവങ്ങളെ നമ്മൾ സജാതീയ ധ്രുവങ്ങൾ എന്നും പറയും. അതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണല്ലോ. ഈ സജാതീയ ധ്രുവങ്ങൾ വികർഷിക്കും, എന്നാൽ വിജാതീയ ധ്രുവങ്ങൾ പരസ്പരം ആകർഷിക്കും. ഇനി ഈ ആകർഷണം എന്ന് പറയുന്നത്, ഒരു കാന്തത്തിന്റെ ആകർഷണ ശക്തി ഏറ്റവും കൂടുതൽ എവിടെയായിരിക്കും?
ഒരു കാന്തത്തിന്റെ ആകർഷണ ശക്തി ഏറ്റവും കൂടുതൽ എപ്പോഴും അതിന്റെ ധ്രുവങ്ങളിലായിരിക്കും, അല്ലെ? അതിന്റെ അറ്റത്തായിരിക്കും എപ്പോഴും അതിന്റെ ആകർഷണ ശക്തി ഏറ്റവും കൂടുതൽ. ഇനി നമ്മൾ വലിയൊരു ബാർ മാഗ്നറ്റ് എടുത്തിട്ട് നമ്മൾ അതിനെ 2 കഷ്ണാക്കി പൊട്ടിച്ചു എന്നുണ്ടെങ്കിലും അപ്പോഴും എന്ത് സംഭവിക്കും? അവിടെയും വീണ്ടും 2 പോൾസ്, അല്ലെ, 2 ധ്രുവങ്ങൾ ഉണ്ടാകും. അവിടെയും ഇതേപോലെ തന്നെയായിരിക്കും, ആ ധ്രുവങ്ങളിലായിരിക്കും അവിടെയും അപ്പോഴും ആകർഷണ ശക്തി കൂടുതലായിട്ടുള്ളത്. ഇനി അടുത്തത് കാന്തിക മണ്ഡലം എന്താണെന്നുള്ളത്. കാന്തിക മണ്ഡലം അറിയാലോ നിങ്ങൾക്ക്. കാന്തത്തിന് ചുറ്റും കാന്തിക ശക്തി അനുഭവപ്പെടുന്ന മേഖലനെയാണ് നമ്മൾ കാന്തിക മണ്ഡലം എന്ന് പറയാം. കാന്തത്തിന് ചുറ്റും അതിന്റെ ആകർഷണ ശക്തി, അല്ലെ, ആകർഷണ വലയം അല്ലെങ്കിൽ ആകർഷണ ശക്തി അനുഭവപ്പെടുന്ന മേഖലനെ നമ്മൾ എന്തെന്ന് പറയും? കാന്തിക മണ്ഡലം എന്ന് പറയും. അത് കാന്തത്തിന്റെ ധ്രുവങ്ങളിലായിരിക്കും ആ കാന്തിക ശക്തി ഏറ്റവും കൂടുതലായിട്ടുള്ളത്. ആ ധ്രുവങ്ങളിൽ നിന്ന് അകന്നു പോകും തോറും ആ കാന്തിക ശക്തി കുറഞ്ഞു വരും. ഇത്രയും കാര്യങ്ങൾ ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളൂ മെയിനായിട്ട്. അപ്പം നമുക്ക് അറിയേണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതിൽ കാന്തിക വസ്തു എന്താണ്, അകാന്തിക വസ്തുക്കൾ എന്താണെന്നുള്ളത് ശ്രദ്ധിക്കുക. കാന്തിക വസ്തുക്കൾ എന്ന് വെച്ചാൽ കാന്തം ആകർഷിക്കുന്നതാണ്. എന്നാൽ അകാന്തിക വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ കാന്തം ആകർഷിക്കാത്ത വസ്തുക്കൾ എന്നേ ഉള്ളൂ. ഒരിക്കലും കാന്തം വികർഷിക്കുന്ന വസ്തുക്കൾ എന്നില്ല. കാന്തം ആകർഷിക്കാത്ത വസ്തുക്കളെയാണ് നമ്മൾ അകാന്തിക വസ്തുക്കൾ എന്ന് പറയാം. കാന്തിക വസ്തുക്കൾക്ക് ഉദാഹരണം ഇരുമ്പും ഉരുക്കും നമുക്കറിയാം. നിക്കലും കൊബാൾട്ടും കൂടി ഓർത്തു വെക്കുക. കാന്തിക വസ്തുക്കൾക്ക് ഉദാഹരണമാണ് ഇരുമ്പ്, ഉരുക്ക്, നിക്കല്, കൊബാൾട്ട് എന്നുള്ളത്. ഇനി നമുക്ക് പ്രകൃതിയാലുള്ള കാന്തങ്ങളെ ലോഡ് സ്റ്റോൺ എന്ന് പറയുന്നു. അതുകൂടാതെ കൃത്രിമ കാന്തങ്ങളുണ്ട്. കൃത്രിമ കാന്തങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് ഒന്ന് നമുക്ക് അറിയുന്നതാണ് ഇരുമ്പും ഉരുക്കും തന്നെ. അത് കൂടാതെ പിന്നെ ഏത് ലോഹസങ്കരമാണ് കൃത്രിമകാന്തം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് എന്ന്, ലോഹസങ്കരം എന്നെടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അൽനിക്കോ തന്നെ പറയണം. അലുമിനിയം, നിക്കല്, കൊബാൾട്ട്, ഇരുമ്പ്. അത് കൂടാതെ ഈ കൃത്രിമ കാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങൾക്ക് എക്സാമ്പിൾ ആണ് നിയോഡിമിയം, സമേറിയം. നിയോഡിമിയം, സമേറിയം എന്നുള്ളത്. പലതരത്തിലുള്ള കാന്തങ്ങളുണ്ട്. റിംഗ് ട്യൂബ് കാന്തങ്ങളുണ്ട്, അതേപോലെ തന്നെ ആർക്ക് ഷേപ്ഡ് കാന്തങ്ങളുണ്ട്, യു ഷേപ്ഡ് കാന്തങ്ങളുണ്ട്, ബാർ മാഗ്നറ്റുകളുണ്ട്, അല്ലെ? പലതരത്തിലുള്ള കാന്തങ്ങളുണ്ട്. അതിൽ നമ്മൾ മിനി മോട്ടറിൽ ഉപയോഗിക്കുന്ന കാന്തം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിംഗ് ട്യൂബ് അഥവാ ആർക്ക്. റിംഗ് ട്യൂബ് അല്ലെങ്കിൽ ആർക്ക് കാന്തങ്ങളാണ് നമ്മൾ സാധാരണ മിനി മോട്ടറിൽ ഉപയോഗിക്കുന്നത്. പിന്നെ കാന്തിക ധ്രുവങ്ങളെ കുറിച്ചാണ് പറയുന്നത്. കാന്തത്തിന്റെ ശക്തി ഏറ്റവും കൂടുതൽ, ആകർഷണ ശക്തി ഏറ്റവും കൂടുതൽ കാന്തത്തിന്റെ ധ്രുവങ്ങളെയാണ്. ഒരേപോലെയുള്ള ധ്രുവങ്ങളെ നമ്മൾ സജാതീയ ധ്രുവങ്ങൾ എന്നും വ്യത്യസ്ത ധ്രുവങ്ങളെ നമ്മൾ വിജാതീയ ധ്രുവങ്ങൾ എന്നും പറയുന്നു. സജാതീയ ധ്രുവങ്ങൾ വികർഷിക്കുകയും എന്നാൽ വിജാതീയ ധ്രുവങ്ങൾ പരസ്പരം ആകർഷിക്കുകയും ചെയ്യുന്നു. അടുത്തത് കാന്തിക മണ്ഡലം. കാന്തത്തിന് ചുറ്റും കാന്തിക ശക്തി അനുഭവപ്പെടുന്ന മണ്ഡലമാണ് കാന്തിക മണ്ഡലം. ഇത്രയും കാര്യങ്ങൾ ഇതിൽ പറഞ്ഞിട്ടുള്ളൂ. കുറച്ച് സ്പീഡിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം നമുക്കിത് റിവിഷൻ ആണ്. ഓരോ 1 by പോയിന്റ് ആയിട്ട് നിങ്ങളെ പഠിപ്പിക്കല്ല, നിങ്ങൾ ജസ്റ്റ് ഓർമ്മപ്പെടുത്തുക മാത്രമാണ് ചെയ്യുന്നത്. അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് നമ്മുടെ തിങ്കളും താരങ്ങളും. തിങ്കൾ എന്താണ്? ചന്ദ്രനാണ്, അല്ലെ? തിങ്കൾ എന്ന് പറഞ്ഞാൽ ചന്ദ്രനാണ്. അപ്പൊ നമ്മുടെ ഇതിൽ ഈ ചാപ്റ്ററിൽ കൂടുതലും ചന്ദ്രനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമതായിട്ട് പറഞ്ഞിരിക്കുന്നത് ഭൂമി എങ്ങനെയാണ്, എവിടെ നിന്ന് എവിടേക്ക് ഭ്രമണം ചെയ്യുന്നു. ഭൂമി എവിടെ നിന്ന് എവിടേക്ക് ഭ്രമണം ചെയ്യുന്നു? ഭൂമി ഭ്രമണം ചെയ്യുന്നത് പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടാണ്. തെറ്റിക്കരുത്. സൂര്യൻ ഉദിക്കുന്നത് കിഴക്കും അസ്തമിക്കുന്നത് പടിഞ്ഞാട്ടുമാണ്, അല്ലെ? നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യാണ്. നമ്മൾ മുന്നോട്ട് യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ പുറത്ത് നിൽക്കുന്ന മരങ്ങൾ അത് എവിടേക്കാണ് സഞ്ചരിക്കുക? നമ്മളുടെ ഒപ്പം മുന്നോട്ടാണോ സഞ്ചരിക്കുന്നത്? അല്ലല്ലോ. നിശ്ചലമായി നിൽക്കുന്ന മരങ്ങളൊക്കെ പുറകോട്ട്, അല്ലെ? നമ്മൾ മുന്നോട്ട് സഞ്ചരിക്കുമ്പോൾ പുറത്ത് നിൽക്കുന്ന മരങ്ങൾ പുറകോട്ട് സഞ്ചരിക്കുന്നതായിട്ടല്ലേ നമുക്ക് തോന്നാം. അതേപോലെ തന്നെയാണ് ഭൂമി ശരിക്കും പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടാണ് ഭ്രമണം ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമുക്ക് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് സൂര്യൻ കിഴക്കുതിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നതായിട്ട് തോന്നുന്നത്. മനസ്സിലായോ നിങ്ങൾക്ക്? നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യുന്നു. നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പുറത്തുള്ള മരങ്ങളൊക്കെ എങ്ങോട്ട്? നേരെ പുറകോട്ടാണ് സഞ്ചരിക്കുന്നത്. നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് പുറത്ത് നിൽക്കുന്ന മരങ്ങൾ പോകുന്നത്, അല്ലെ? ഇതേ കൺസെപ്റ്റ് തന്നെ. ഭൂമി പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടാണ് ഭ്രമണം ചെയ്യുന്നത്. പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ട് ഭ്രമണം ചെയ്യുന്നത് കൊണ്ടാണ് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് സൂര്യൻ കിഴക്കുതിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നത്. മനസ്സിലായോ നിങ്ങൾക്ക്? ഇനി രാത്രിയും പകലും ഉണ്ടാകാനുള്ള കാരണം നമുക്കറിയാം, ഭൂമിയുടെ ഭ്രമണമാണ്. രാത്രിയും പകലും ഉണ്ടാകാനുള്ള കാരണം ഭൂമിയുടെ ഭ്രമണമാണ്. എന്നാൽ ഋതുഭേദങ്ങൾക്ക്, അതായത് പല കാലങ്ങൾ വരുന്നുണ്ട്, അല്ലെ? ഹേമന്തകാലം, ശിശിരകാലം, വസന്തകാലം എന്നൊക്കെ പറഞ്ഞ്, അല്ലെ, പല കാലങ്ങൾ വരുന്നുണ്ട്. ഈ കാലങ്ങൾക്ക് അഥവാ ഋതുഭേദങ്ങൾക്ക് കാരണം എന്താണ്? അത് ഭൂമിയുടെ പരിക്രമണമാണ്.
രണ്ടും തെറ്റിക്കരുത്. സ്ഥിരമായിട്ട് നമുക്ക് ആ ക്ലാസ്സിലെ ഇവർക്ക് കുട്ടികൾക്ക് ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്. നിങ്ങൾ കുറച്ചും കൂടി മുതിർന്നവരാണ്, അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും തെറ്റിക്കാൻ പാടില്ല. PSC ചോദിച്ചു കഴിഞ്ഞാൽ രാത്രിയും പകലും ഉണ്ടാകാനുള്ള കാരണം ഭൂമിയുടെ ഭ്രമണവും, എന്നാൽ ഋതുഭേദങ്ങൾക്ക് കാരണം, അതായത് മഞ്ഞുകാലം, മഴക്കാലം, വേനൽക്കാലം എന്നൊക്കെ മാറി മാറി പല കാലങ്ങള് ഋതുഭേദങ്ങൾക്ക് കാരണം ഭൂമിയുടെ പരിക്രമണമാണ്. അതായത് ഭൂമി സൂര്യനെ ചുറ്റുന്നത് കൊണ്ടാണ് ഇത്തരത്തിൽ പലതരത്തിലുള്ള ഋതുഭേദങ്ങൾ ഉണ്ടാകുന്നത്. എന്നാൽ ഭൂമിയുടെ ഭ്രമണം മൂലമാണ് നമുക്ക് രാത്രിയും പകലും ഉണ്ടാകുന്നത്. അത് രണ്ടും ഓർത്തു വെക്കുക. ഇനി അടുത്തത്, ഭൂമി ഭ്രമണം ചെയ്യുന്നു, അതോടൊപ്പം തന്നെ ഭൂമി സൂര്യനെ പരിക്രമണം ചെയ്യുന്നു, അല്ലെ? ഇതേപോലെ തന്നെയാണ് ചന്ദ്രനും. ചന്ദ്രൻ സ്വയം ഭ്രമണം ചെയ്യുന്നുണ്ട്, അതോടൊപ്പം തന്നെ ചന്ദ്രൻ ഭൂമിയെ പരിക്രമണവും ചെയ്യുന്നുണ്ട്. ഭൂമി സ്വയം ഭ്രമണം ചെയ്യുന്നു, അല്ലെ? സ്വയം കറങ്ങുന്നു. അതേപോലെ തന്നെ ഭൂമി ആരെയും ചുറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്? സൂര്യനെയും ചുറ്റിക്കൊണ്ടിരിക്കുന്നു. സെയിം ആയിട്ട് തന്നെ ചന്ദ്രൻ സ്വയം കറങ്ങുന്നുണ്ട്, അതേപോലെ തന്നെ ചന്ദ്രൻ ആരെയും ചുറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്? ഭൂമിയെയും ചുറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ഭൂമിക്ക് ഒരു തവണ ഭ്രമണം ചെയ്യാൻ, സ്വയം കറങ്ങാൻ ആവശ്യമുള്ള സമയം എന്ന് പറയുന്നത് 24 മണിക്കൂർ അഥവാ ഒരു ദിവസമാണ്, അല്ലെ? ഇനി പരിക്രമണം ചെയ്യാനുള്ള സമയമാണെങ്കിൽ ഒരു തവണ സൂര്യനെ ചുറ്റി വരാനുള്ള സമയം എന്ന് പറയുന്നത് നമ്മൾ 1 വർഷം എന്ന് പറയും, അല്ലെ? 365 ദിവസമാണ്. എന്നാൽ ചന്ദ്രന്റെ കേസിൽ നമുക്ക് പഠിക്കാൻ സുഖമാണ്. ചന്ദ്രന് ഭ്രമണത്തിനുള്ള സമയവും പരിക്രമണത്തിനുള്ള സമയവും തുല്യമാണ്. അതായത് 27 ദിവസം, അതായത് 27 ദിവസവും പിന്നെ ഒരു ദിവസത്തിന്റെ 1/3 ഭാഗവും, 27 ദിവസമാണ് ചന്ദ്രന് സ്വയം ഭ്രമണം ചെയ്യാനും അതേപോലെ തന്നെ ഭൂമിയെ പരിക്രമണം ചെയ്യാനും വേണ്ട സമയം എന്ന് പറയുന്നത്. പഠിച്ചോ? ചന്ദ്രന് സ്വയം ഭ്രമണം ചെയ്യുന്നതാണെങ്കിലും ചന്ദ്രന് ഭൂമിയെ പരിക്രമണം ചെയ്യാനാണെങ്കിലും തുല്യ സമയം തന്നെയാണ് ആവശ്യമുള്ളത്. അത് എത്രയാണ് സമയം? 27 അല്ലെ? 27 അതായത് 27 ദിവസവും പിന്നെ ഒരു ദിവസത്തിന്റെ 1/3 ഭാഗവും. പിന്നെ പറഞ്ഞിരിക്കുന്നത് അമാവാസിയെ കുറിച്ചിട്ടും പൗർണമിയെ കുറിച്ചിട്ടാണ്. നമുക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. അമാവാസി എന്ന് പറഞ്ഞാൽ നമുക്ക് ചന്ദ്രനെ ഒട്ടും തന്നെ കാണാൻ സാധിക്കില്ല, അല്ലെ? ചന്ദ്രനെ ഒട്ടും കാണാൻ സാധിക്കാത്ത ദിവസമാണ് അമാവാസി. എന്നാൽ പൂർണ്ണ ചന്ദ്രനെ കാണാൻ സാധിക്കുന്ന ദിവസമാണ് പൗർണമി എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ അമാവാസിയും പൗർണമിയും ഉണ്ടാകുന്നത്? അതായത് നമുക്കറിയാം, ചന്ദ്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വയം പ്രകാശിക്കുന്ന ഒരു നക്ഷത്രമല്ല, അല്ലെ? സൂര്യൻ എന്ന് പറഞ്ഞാൽ സ്വയം പ്രകാശിക്കുന്ന ഒരു നക്ഷത്രമാണ്. എന്നാൽ ചന്ദ്രൻ എന്ന് പറഞ്ഞത് എന്തല്ല? ഒരു നക്ഷത്രമല്ല, സ്വയം പ്രകാശിക്കുന്ന ഒരു ആകാശഗോളമല്ല ചന്ദ്രൻ എന്ന് പറയുന്നത്. പിന്നെ എങ്ങനെയാണ് ചന്ദ്രന് ഈ പ്രകാശിക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നത്? അതായത് സൂര്യന് അഭിമുഖമായി നിൽക്കുന്ന ഭാഗം മാത്രമേ ചന്ദ്രന്റെ പ്രകാശിക്കുന്നുള്ളൂ. കാരണം എന്താണ്? ചന്ദ്രൻ ചെയ്യുന്നത് ഈ സൂര്യപ്രകാശത്തെ, അല്ലെ, പ്രതിഫലിപ്പിക്കുകയാണ് ചെയ്യുന്നത്. സൂര്യപ്രകാശത്തെ പ്രതിഫലിപ്പിക്കുകയാണ് ചന്ദ്രൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് സൂര്യന് അഭിമുഖമായി നിൽക്കുന്ന ഭാഗം മാത്രമേ ചന്ദ്രനെ നമുക്ക് ആ പൂർണ്ണ ചന്ദ്രനായിട്ട് അല്ലെങ്കിൽ ആ നല്ല വെളുത്ത നിറത്തിൽ കാണാൻ സാധിക്കുള്ളൂ. അപ്പുറത്ത് ബാക്ക് ഭാഗം എന്ന് പറയുന്നത് കറുത്തിരുണ്ടിരിക്കുകയാണ്. അതായത് നമ്മളിപ്പോൾ ഒരു പ്രകാശ സ്രോതസ്സിന് നേരെ നിൽക്കുകയാണ്. നമ്മുടെ അല്ലെ, പ്രകാശ സ്രോതസ്സിന് നേരെ നിൽക്കുമ്പോൾ നമ്മളുടെ ആ ഫ്രണ്ട് ഭാഗം, മുഖം നിൽക്കുന്ന ഭാഗം മാത്രമാണ് പ്രകാശ സ്രോതസ്സിന് അഭിമുഖമായിട്ട് നിൽക്കുന്നുള്ളൂ. ബാക്ക് ഭാഗം എന്ന് പറയുന്നത് പ്രകാശ സ്രോതസ്സിന് അഭിമുഖമല്ല, അല്ലെ? അതേപോലെ തന്നെ ചന്ദ്രൻ നിൽക്കുന്നു, സൂര്യൻ നിൽക്കുന്നു. ചന്ദ്രന്റെ ഒരു ഭാഗം മാത്രമേ ഈ സൂര്യന് അഭിമുഖമായിട്ട് വരുന്നുള്ളൂ. ആ ഭാഗം മാത്രമേ പ്രകാശമായിട്ട് കാണപ്പെടുന്നുള്ളൂ. ഈ പ്രകാശമായി കാണപ്പെടുന്ന എത്ര ഭാഗം നമുക്ക് ഭൂമിയിൽ നിന്ന് ദൃശ്യമാകുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് ഈ അമാവാസിയും പൗർണമിയും വരുന്നത്. അതായത് ഈ സൂര്യന് അഭിമുഖമായി നിൽക്കുന്ന മുഴുവൻ ഭാഗവും ഭൂമിയിൽ നിന്ന് ദൃശ്യമാണെങ്കിൽ അത് നമുക്ക് പൗർണമി എന്ന് പറയാം, അല്ലെ? സൂര്യന് അഭിമുഖമായി നിൽക്കുന്ന ഭാഗം, സൂര്യന് അഭിമുഖമായി നിൽക്കുന്ന മുഴുവൻ ഭാഗവും നമുക്ക് ഭൂമിയിൽ നിന്ന് ദൃശ്യമാകുന്നു എങ്കിൽ നമുക്ക് അതിനെ പൗർണമി എന്ന് പറയാം, അല്ലെ? ഇനി ഈ പ്രകാശം വന്ന് പതിക്കുന്ന ഭാഗമല്ല, ചന്ദ്രന്റെ ഇരുണ്ട ഭാഗമാണ് ഭൂമിയിൽ നിന്നും ദൃശ്യമാകുന്നത് എങ്കിൽ നമുക്കതിനെ അമാവാസി എന്നും പറയാം. അപ്പൊ പൗർണമി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചന്ദ്രനിൽ പ്രകാശം പതിക്കുന്ന ഭാഗം മുഴുവൻ ഭൂമിക്ക് അഭിമുഖമായി വന്നാൽ, അല്ലെ? ചന്ദ്രനിൽ പ്രകാശം പതിക്കുന്ന മുഴുവൻ ഭാഗവും ഭൂമിക്ക് അഭിമുഖമായി വന്നാൽ നമ്മൾ അതിനെ പൗർണമി എന്ന് പറയും. എന്നാൽ ചന്ദ്രന്റെ ഇരുണ്ട ഭാഗമാണ് ഭൂമിക്ക് അഭിമുഖമായി വരുന്നത് എങ്കിൽ നമ്മൾ ചന്ദ്രനെ കാണാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ അമാവാസി എന്ന് പറയും. ഇനി ഈ ചന്ദ്രനിൽ പ്രകാശം പതിക്കുന്നതിന്റെ പകുതി ഭാഗം മാത്രമേ നമുക്ക് ഭൂമിയിൽ നിന്ന് ദൃശ്യമാകുന്നുള്ളൂ എങ്കിൽ നമ്മൾ അതിനെ അർദ്ധചന്ദ്രൻ എന്ന് പറയില്ലേ. അപ്പൊ ചന്ദ്രന്റെ പ്രകാശം പതിക്കുന്ന ഭാഗം മുഴുവൻ ഭൂമിക്ക് അഭിമുഖമായി വരാണ്, ഭൂമിയിൽ നിന്ന് ദൃശ്യമാവുകയാണെങ്കിൽ നമ്മൾ അതിനെ പൗർണമി എന്ന് പറയും. ഇനി ചന്ദ്രന്റെ പ്രകാശം പതിക്കാത്ത ഭാഗം അഥവാ ഇരുണ്ട ഭാഗമാണ് നമുക്ക് ഭൂമിയിൽ നിന്ന് ദൃശ്യമാകുന്നത് എങ്കിൽ നമ്മൾ അതിനെ അമാവാസി എന്ന് പറയും. ഈ പ്രകാശം പതിക്കുന്ന ഭാഗത്തിന്റെ പകുതി ഭാഗം മാത്രമേ ഭൂമിയിൽ നിന്ന് ദൃശ്യമാകുന്നുള്ളൂ എങ്കിൽ നമ്മൾ അതിനെ അർദ്ധചന്ദ്രൻ എന്നും പറയും.
ഈ പൗർണമിയിൽ നിന്ന് പതുക്കനെ പതുക്കനെ നമുക്കറിയാം ഒറ്റയടിക്കല്ല അമാവാസിയിലേക്ക് എത്തുന്നത്. പൗർണമി ആണെങ്കിൽ പൂർണ്ണ ചന്ദ്രനായിട്ട് കാണാം. പിന്നെ അവിടെ നിന്ന് നമുക്ക് പതുക്കനെ പതുക്കനെ കുറഞ്ഞാണ് പിന്നെ അവസാനം അമാവാസിയിലേക്ക് എത്തുന്നത്. ഇതിനെ നമ്മൾ ക്ഷയം എന്നാണ് പറയാ. ക്ഷയം എന്ന് വെച്ചാൽ പൗർണമിയിൽ നിന്ന് അമാവാസിയിലേക്ക് വരുമ്പോൾ ചന്ദ്രന്റെ പ്രകാശിത ഭാഗം ഭൂമിയിൽ നിന്ന് കാണുന്നത് കുറഞ്ഞു വരുന്നു അല്ലെ. ഭൂമിയിൽ നിന്ന് കാണാൻ സാധിക്കുന്ന ഈ ചന്ദ്രന്റെ പ്രകാശിതമായിട്ടുള്ള ഭാഗം കുറഞ്ഞു വരുന്നു. ഇതിനെ നമ്മൾ ക്ഷയം എന്ന് പറയും. ഇനി ഈ അമാവാസി മുതൽ പൗർണമിയിലേക്കുള്ള സമയം, അമാവാസി കഴിഞ്ഞിട്ട് പിന്നെ പൗർണമിയിലേക്ക് പോകുമ്പോൾ എന്താണ്, ഈ കാണാൻ പറ്റുന്ന ഭാഗം കുറച്ച് ഇങ്ങനെ കൂടി വന്നു അത് എന്ത് ചെയ്യും, പൂർണ്ണ ചന്ദ്രനായിട്ട് മാറും. ഇതിനെ നമ്മൾ വൃദ്ധി എന്നും പറയും. നമ്മൾ വൃദ്ധി ക്ഷയങ്ങൾ എന്നൊക്കെ പറയാറുള്ള അല്ലെ. മലയാളത്തിൽ നമ്മൾ വൃദ്ധിയുടെ ഓപ്പോസിറ്റ് ക്ഷയം എന്ന് പഠിക്കാറുണ്ടല്ലേ. അപ്പൊ അമാവാസിയിൽ നിന്നും പൗർണമിയിലേക്ക് പോകുമ്പോൾ അതിന് നമ്മൾ വൃദ്ധി കൂടി വരികയാണ്. അപ്പൊ വൃദ്ധി എന്നും. ഇനി ഇവിടുന്ന് പൂർണ്ണചന്ദ്രനിൽ നിന്ന് അല്ലെങ്കിൽ പൗർണമിയിൽ നിന്നും തിരിച്ച് അമാവാസിയിലേക്ക് വരുമ്പോൾ കുറഞ്ഞാണ് വരുന്നത്. അതുകൊണ്ട് നമ്മൾ അതിനെ ക്ഷയം എന്നും പറയുന്നു. ഇനി അടുത്ത നക്ഷത്രങ്ങളെ കുറിച്ചാണ് പറയുന്നത്. സ്വയം പ്രകാശിക്കുന്ന ആകാശഗോളങ്ങളാണ് നക്ഷത്രങ്ങൾ അല്ലെ. സ്വയം പ്രകാശിക്കുന്ന ആകാശഗോളങ്ങളാണ് നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത്. ഭൂമിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന നക്ഷത്രം ഏതാണ്? ഭൂമിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന നക്ഷത്രം സൂര്യനാണ്. ഭൂമിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന നക്ഷത്രം സൂര്യനാണ്. എന്നാൽ സൂര്യൻ കഴിഞ്ഞാൽ പിന്നെ ഭൂമിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന നക്ഷത്രം ഏതെന്ന് ചോദിച്ചാൽ അത് ആൽഫ സെന്റോറിയാണ്. ആൽഫ സെന്റോറി. ഭൂമിയോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന നക്ഷത്രം സൂര്യനാണ്. സൂര്യൻ കഴിഞ്ഞാൽ പിന്നെ ഭൂമിയോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന നക്ഷത്രം ആൽഫ സെന്റോറിയാണ്. ആൽഫ സെന്റോറി. അപ്പൊ നമ്മൾ ഭൂമിയോട് അടുത്താണെന്നൊക്കെ പറഞ്ഞില്ലേ. ഇനി നമ്മൾ വിചാരിക്കുക ആൽഫ സെന്റോറിയിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് ഒരു ശബ്ദം അയക്കുകയാണ്, അല്ലെങ്കിൽ നമ്മുടെ ടെലിഫോൺ സംഭാഷണം നടത്തുകയാണെങ്കിൽ അവിടെ നിന്ന് ശബ്ദം ഇങ്ങോട്ട് എത്തണം എന്നുണ്ടെങ്കിൽ 4 വർഷം പിടിക്കും അല്ലെ. ഇത് നമുക്കറിയാം. ഇത് ശൂന്യതയിൽ കൂടി ഒരിക്കലും ശബ്ദം പോകൂല. നമ്മൾ ശബ്ദം സഞ്ചരിക്കാൻ വേണ്ടി ഏതെങ്കിലുമൊക്കെ മാധ്യമമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ശബ്ദത്തെ ഇങ്ങോട്ട് അയക്കുകയാണ്, അല്ലെങ്കിൽ അവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ട് ഭൂമിയിലേക്ക് ഒരു ഫോൺ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ആ ആൽഫ സെന്റോറിയിൽ നിന്നും ഭൂമിയിലേക്ക് ശബ്ദം എത്തണമെങ്കിൽ എത്ര സമയം പിടിക്കും, എത്ര നാൾ പിടിക്കും? 4 വർഷം പിടിക്കും. നമുക്കറിയാം നമ്മുടെ ഇന്ത്യയുടെ നേരെ ഓപ്പോസിറ്റ് അല്ലെ, നേരെ ഓപ്പോസിറ്റ് ഭാഗത്താണ് അമേരിക്ക ഇരിക്കുന്നത്. പക്ഷെ നമ്മൾ അമേരിക്കയിലേക്ക് ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരേ സമയം തന്നെ സംസാരിക്കാൻ സാധിക്കും അല്ലെ. എന്നാൽ നമ്മൾ ഇവിടെ നിന്നും ആൽഫ സെന്റോറിയിലേക്ക് ഒരു കോൾ ചെയ്താൽ, ഒരു ശബ്ദ സന്ദേശം അയച്ചാൽ അവിടെ എത്താൻ വേണ്ടിയിട്ട് 4 വർഷം പിടിക്കും. അപ്പൊ എത്രത്തോളം അടുത്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അപ്പൊ ഭൂമിയോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന നക്ഷത്രം സൂര്യനാണ്. എന്നാൽ സൂര്യൻ കഴിഞ്ഞാൽ പിന്നെ ഭൂമിയോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന നക്ഷത്രം ഏതെന്ന് ചോദിച്ചാൽ അത് ആൽഫ സെന്റോറിയാണ്. ആൽഫ സെന്റോറിയാണ്. ഇനി നക്ഷത്രം മിന്നിത്തിളങ്ങാൻ കാരണം എന്താണ്? നക്ഷത്രങ്ങൾ നമുക്ക് നോക്കുമ്പോൾ മിന്നിത്തിളങ്ങുന്നതായിട്ട് കാണും അല്ലെ. ചന്ദ്രൻ ഒരിക്കലും മിന്നിത്തിളങ്ങുന്നില്ല, പക്ഷെ നക്ഷത്രങ്ങൾ ഇങ്ങനെ മിന്നിത്തിളങ്ങുന്നതായിട്ട് നമുക്ക് തോന്നും. അതിന് കാരണം എന്താണ്? ഈ നക്ഷത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ നിന്ന് ഒരുപാട് ദൂരെയാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ അവയുടെ പ്രകാശം ഭൂമിയിലേക്ക് എത്താന്ന് പറയുന്നത് ഒരുപാട് മാധ്യമങ്ങളിൽ കൂടി സഞ്ചരിച്ചിട്ടാണ് അവസാനമാണ് ഈ പ്രകാശം ഭൂമിയിലേക്ക് എത്തുന്നത്. അപ്പൊ ഒരുപാട് തവണ ദിശാമാറ്റത്തിന് കാരണമാകും. അതിനെ നമ്മൾ എന്തെന്ന് പറയും? അപവർത്തനം എന്ന് പറയും അല്ലെ. പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്നും മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിന്റെ സഞ്ചാരപാതയ്ക്ക് ഉണ്ടാകുന്ന വ്യതിചലനം, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? അപവർത്തനം എന്ന് പറയാം അല്ലെ. അത്തരത്തിലെ ഈ നമ്മുടെ ഈ നക്ഷത്രങ്ങളിൽ നിന്നുള്ള പ്രകാശം ഒരുപാട് മാധ്യമങ്ങളിൽ കൂടി കടന്നിട്ടാണ് ഭൂമിയിലേക്ക് എത്തുന്നത് അല്ലെ, നമ്മുടെ കണ്ണിലേക്ക് എത്തുന്നത്. അപ്പോഴേക്കും ഒരുപാട് തവണ ഇതിന് ദിശാമാറ്റം സംഭവിക്കും. അതിന്റെ ഫലമായിട്ടാണ്, അല്ലെങ്കിൽ അപവർത്തനത്തിന്റെ അതുമൂലമുള്ള അപവർത്തനത്തിന്റെ ഫലമായിട്ടാണ് നമുക്ക് എന്ത് തോന്നുന്നത്? ഈ നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതായിട്ട് തോന്നുന്നത്. ഇനി നക്ഷത്രങ്ങൾ ഇങ്ങനെ ഒരുപാട് നക്ഷത്രങ്ങൾ ഇങ്ങനെ ആകാശത്ത് ഒരുപാട് നക്ഷത്രങ്ങളുണ്ട്. ഈ നക്ഷത്രങ്ങൾ ഇങ്ങനെ പരസ്പരം കൂടിയിട്ട് പല ആകൃതിയിൽ കാണപ്പെടുന്നുണ്ട്. പലതരത്തിലുള്ള ആകൃതിയിൽ ഈ നക്ഷത്രങ്ങളെ കാണപ്പെടുന്നുണ്ട്. അതിലൊന്നാണ് ഒരു 7 നക്ഷത്രങ്ങൾ കൂടി ചേർന്നിട്ട് സപ്തർഷികൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. ഒരു 7 നക്ഷത്രങ്ങൾ കൂടി ചേർന്നിട്ട് ഒരു കൂട്ടത്തെ കാണും. അതിനെ നമ്മൾ എന്ത് വിളിക്കും? സപ്തർഷികൾ എന്ന് വിളിക്കും. നമ്മൾ ഇന്ത്യക്കാരാണ് അതിനെ സപ്തർഷികൾ എന്ന് വിളിച്ചത്. എന്നാൽ പാശ്ചാത്യർ അതിന് നൽകിയ പേര് ബിഗ് ഡിപ്പർ എന്നാണ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിട്ടുണ്ട് ആ പേര്, അതുകൊണ്ട് പഠിക്കണം. ബിഗ് ഡിപ്പർ. അപ്പൊ സപ്തർഷികളെ പാശ്ചാത്യർ വിളിച്ച പേരെന്തെന്ന് ചോദിച്ചാൽ എന്താണ്? ബിഗ് ഡിപ്പർ എന്നാണ്. ആകാശത്ത് വടക്കുഭാഗത്ത് കാണുന്ന സാമാന്യം തിളക്കമുള്ള 7 നക്ഷത്രങ്ങളെ ചേർത്ത് വിളിക്കുന്ന പേരാണ് സപ്തർഷികൾ എന്നുള്ളത്. ആകാശത്ത് വടക്ക് ഭാഗത്ത് കാണുന്ന സാമാന്യം തിളക്കമുള്ള 7 നക്ഷത്രങ്ങളെ ചേർത്ത് വിളിക്കുന്ന 7 നക്ഷത്രങ്ങളെ, സപ്തം എന്ന് പറഞ്ഞ 7 അല്ലേ, സപ്തസ്വരങ്ങൾ. അപ്പൊ 7 നക്ഷത്രങ്ങളെ ചേർത്ത് വിളിക്കുന്ന പേരാണ് സപ്തർഷികൾ എന്നുള്ളത്. എന്നാൽ പാശ്ചാത്യർ ഈ സപ്തർഷികൾക്ക് നൽകിയ പേരെന്ന് പറയുന്നത് ബിഗ് ഡിപ്പർ എന്നാണെന്ന് ഓർത്തിരിക്കുക. അതേപോലെ തന്നെ മറ്റൊരു രൂപമാണ് വേട്ടക്കാരൻ എന്നുള്ളത്. നക്ഷത്രങ്ങൾ ഇങ്ങനെ കൂടി ചേർന്നിട്ട് ഒരു വേട്ടക്കാരന്റെ രൂപത്തിൽ, അതിനെ നമ്മൾ ഒറിയോൺ എന്നും പറയും. ഒറിയോൺ നമ്മൾ പറയുന്നതല്ല, ഒറിയോൺ എന്ന് ഇംഗ്ലീഷിൽ പറയൂലേ. അപ്പൊ വേട്ടക്കാരൻ
പ്രാചീന കാലത്ത് ഇപ്പൊ നമുക്കറിയാം പകൽ സമയങ്ങളിൽ പണ്ട് കാലത്ത് ഈ വടക്ക് നോക്കി യന്ത്രമൊന്നും ഇല്ലല്ലോ. അപ്പൊ ഈ നമ്മുടെ മരുഭൂമിയിൽ അകപ്പെട്ടവര് അല്ലാന്നുണ്ടെങ്കിൽ കടലിൽ പോയവര് അല്ലെ കാട്ടിൽ അകപ്പെട്ടവരൊക്കെ എന്താ വെച്ചാല് ഈ സൂര്യനെ നോക്കിയിട്ടാണ് പകൽ സമയങ്ങളിൽ ദിശ മനസ്സിലാക്കിയിരുന്നത്. എന്നാൽ രാത്രി ആയി കഴിഞ്ഞാൽ ഇവർക്ക് ദിശ നോക്കാൻ സൂര്യൻ ഇല്ല അല്ലെ അവിടെ. അപ്പൊ ഈ മരുഭൂമിയിൽ അകപ്പെട്ടവർ അതുപോലെ ഈ കടലിൽ അകപ്പെട്ടവരൊക്കെ ദിശ മനസ്സിലാക്കാൻ ഉപയോഗിച്ചിരുന്ന നക്ഷത്രമാണ് ഈ വേട്ടക്കാരൻ എന്നുള്ളത്. മനസ്സിലായോ? അപ്പോൾ പ്രാചീന കാലത്ത് മരുഭൂമിയിലും കടലിലും സഞ്ചരിക്കുന്നവർ ദിശ മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന നക്ഷത്രം ഏതെന്ന് ചോദിച്ചാൽ ദിശ മനസ്സിലാക്കാൻ അവർ സൂര്യനെയാണ് മെയിനായിട്ട് ഉപയോഗിച്ചിരുന്നത്. പക്ഷെ രാത്രി സമയത്ത് സൂര്യൻ ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ദിശ മനസ്സിലാക്കാൻ ഉപയോഗിച്ച നക്ഷത്രം ഏതെന്ന് ചോദിച്ചാൽ അത് വേട്ടക്കാരൻ അഥവാ ഓറിയോൺ ആണ്. വേട്ടക്കാരൻ അഥവാ ഓറിയോൺ ആണ്. ഈ ഓറിയോണിന്റെ വലത് ചുമലിന്റെ ഭാഗത്തായിട്ട്, വലത് ചുമൽ, ഓറിയോൺ എന്ന് വെച്ചാൽ വേട്ടക്കാരനാണല്ലോ, ഒരു മനുഷ്യന്റെ രൂപമാണ്. അപ്പൊ ഇതിന്റെ വലത് ചുമലിന്റെ സ്ഥാനത്ത് ഒരു ചുമന്ന നക്ഷത്രം കാണപ്പെടുന്നുണ്ട്. ആ നക്ഷത്രമാണ് തിരുവാതിര എന്നുള്ളത്. തിരുവാതിര. അപ്പൊ എന്താണ്? വേട്ടക്കാരന്റെ വലത് ചുമലിന്റെ ഭാഗത്തായിട്ട് ഒരു ചുമന്ന നക്ഷത്രം കാണപ്പെടുന്നുണ്ട്. ആ നക്ഷത്രത്തിന്റെ പേര് തിരുവാതിര എന്നാണ്. തിരുവാതിര എന്നുള്ളത് ഒരു ജന്മ നക്ഷത്രത്തിന്റെ പേരാണ് അല്ലെ. ഒരു ജന്മ നക്ഷത്രമാണ് തിരുവാതിര എന്നുള്ളത്. അതേപോലെ തന്നെ നമ്മുടെ 12 മലയാള മാസങ്ങളുടെ പേരിലും ഇത്തരത്തിലെ പല നക്ഷത്ര കൂട്ടങ്ങളുണ്ട്. അതായത് നക്ഷത്ര കൂട്ടങ്ങൾക്ക് നമ്മൾ 12 മലയാള മാസത്തിന്റെ പേരും നൽകിയിട്ടുണ്ട്. ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം ഇല്ലേ. അങ്ങനത്തെ 12 മലയാള മാസങ്ങളുടെ പേരിലും നക്ഷത്ര കൂട്ടങ്ങളുണ്ട് എന്ന കാര്യം കൂടി ഓർത്തു വെക്കുക. അപ്പൊ നമുക്ക് ഇവിടെ പഠിക്കേണ്ട കാര്യങ്ങളിൽ ഇതൊന്ന് ശ്രദ്ധിക്കുക. സപ്തർഷികൾ എന്ന് പറയുന്നത് 7 നക്ഷത്രങ്ങളുടെ കൂട്ടമാണ്. അതിന് നമ്മൾ നൽകിയ പേരാണ് സപ്തർഷികൾ എന്നുള്ളത്. പാശ്ചാത്യർ നൽകിയ പേര് എന്താണ്? ബിഗ് ഡിപ്പർ എന്നുള്ളതാണ്. ഈ മരുഭൂമിയിലും കടലിലൊക്കെ സഞ്ചരിക്കുന്നവര് ദിശ മനസ്സിലാക്കാൻ ഉപയോഗിച്ചിരുന്ന നക്ഷത്രം വേട്ടക്കാരൻ അഥവാ ഓറിയോൺ ആണ്. വേട്ടക്കാരന്റെ വലത് ചുമലിൽ കാണപ്പെടുന്ന ചുമന്ന നക്ഷത്രമാണ് തിരുവാതിര എന്നുള്ളത്. പിന്നെ ഒരു നക്ഷത്രത്തിന്റെ പേരും കൂടി ഉണ്ട്, കാശ്യപി എന്നുള്ളത്. കാശ്യപി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുള്ള മാസങ്ങളിലെ സന്ധ്യാസമയത്ത് വടക്ക് ഭാഗത്ത് കാണപ്പെടുന്ന, ആകാശത്ത് വടക്ക് ഭാഗത്ത് കാണപ്പെടുന്ന നക്ഷത്രക്കൂട്ടമാണ് കാശ്യപി എന്ന് പറയുന്നത്. ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുള്ള സമയത്ത്, ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുള്ള മാസങ്ങളിൽ സന്ധ്യാസമയത്ത് വടക്ക് ഭാഗത്ത്, ആകാശത്ത് വടക്ക് ഭാഗത്ത് കാണുന്ന നക്ഷത്രക്കൂട്ടമാണ് കാശ്യപി എന്നുള്ളത്. ഇതിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ മെയിനായിട്ട് ഈ ചന്ദ്രന്റെ പരിക്രമണവും ഭ്രമണത്തിനെടുക്കുന്ന സമയവും പരിക്രമണത്തിനെടുക്കുന്ന സമയവും 27 ദിവസവും പിന്നെ ഒരു ദിവസത്തിന്റെ 1/3 അല്ലെ, 1/3 അത് 27 ദിവസം, 1/3 ദിവസമാണ് ചന്ദ്രൻ ഭ്രമണത്തിനെടുക്കുന്നതും പരിക്രമണത്തിനെടുക്കുന്നതും എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. പിന്നെ നമ്മൾ ഭൂമിയുടെ ഏറ്റവും അടുത്തെടുക്കുന്ന നക്ഷത്രം സൂര്യനാണ്. സൂര്യൻ കഴിഞ്ഞാൽ പിന്നെ ആൽഫ സെന്റോറി ആണെന്ന് ഓർത്തിരിക്കണം. ഇനി സൂര്യൻ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഭൂമിയുടെ എണ്ണം, സൂര്യനെ എത്ര ഭൂമിനെ ഉൾക്കൊള്ളാൻ സാധിക്കും എന്ന് ചോദിച്ചിട്ടുണ്ട്. 12 ഭൂമിനെ ഉൾക്കൊള്ളാൻ സാധിക്കും. അതായത് ഈ സൂര്യന്റെ വലിപ്പം എന്ന് പറഞ്ഞാൽ 12 ഭൂമിയുടെ വലിപ്പങ്ങൾ കൂടിയതാണ് അല്ലെ. അപ്പൊ ഒരു സൂര്യനെ എത്ര ഭൂമിനെ ഉൾക്കൊള്ളാൻ സാധിക്കും? 12 ഭൂമിനെ ഉൾക്കൊള്ളാൻ സാധിക്കും എന്നുള്ള കാര്യം കൂടി അവിടെ ഓർത്ത് വെച്ചാൽ മതി. ബാക്കിയല്ലാതെ പ്രത്യേകിച്ച് ഇതിൽ ഒരുപാട് കാര്യങ്ങളൊന്നും തന്നെ പഠിക്കാനില്ല. നമുക്ക് അപ്പൊ അടുത്ത ചാപ്റ്ററിലേക്ക് പോകാം. അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്ന ചാപ്റ്റർ തരംഗചലനം. 9ാം ക്ലാസ്സിലെ ചാപ്റ്റർ ആണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും പെട്ടെന്ന് എന്താ 9ാം ക്ലാസ്സിലേക്ക് പോയതെന്ന്. മറ്റൊന്നും കൊണ്ടല്ല, LP UPക്കാർക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സിലബസിൽ പറഞ്ഞിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് തരംഗചലനം. അപ്പൊ നമുക്കാണെങ്കിലും LDCക്കാർക്കാണെങ്കിലും ബാക്കി എല്ലാ സിലബസിലുള്ളവർക്കും തരംഗചലനം പഠിക്കാനുണ്ട്. ഞാൻ ഇതുവരെ ഡിസ്കസ് ചെയ്യാത്തൊരു ചാപ്റ്ററും കൂടിയാണ്. വളരെ സിമ്പിൾ ആണ് ആ ചാപ്റ്റർ പഠിക്കാൻ. അതുകൊണ്ടാണ് ആദ്യം തന്നെ തരംഗചലനം പറയുന്നത്. തരംഗചലനം നമുക്ക് പഠിക്കാൻ ഏറ്റവും എളുപ്പം എന്ന് പറയുന്നത്, നമ്മൾ കുളത്തിലേക്കോ അല്ലെങ്കിൽ പുഴയിലേക്കോ നമ്മളൊരു കല്ല് എടുത്തിടാണെന്ന് വിചാരിക്കുക. ആ കല്ല് വന്ന് വീണ ഭാഗത്ത് മാത്രമല്ല അതിന്റെ എഫക്റ്റ് ഉണ്ടാവുക അല്ലെ. ഒരു കല്ല് വീണ് കഴിഞ്ഞാൽ അവിടെ മാത്രമല്ല എഫക്റ്റ് ഉണ്ടാവേണ്ട ആവശ്യമുള്ളൂ. പക്ഷെ അല്ലല്ലോ, കുളത്തിലൊക്കെ എങ്ങനെയാണ്? അത് തരംഗ രൂപത്തിൽ, അല്ലെങ്കിൽ നമ്മൾ ഓളം എന്നൊക്കെ പറയില്ലേ, ഇങ്ങനെ മുകളിൽ കൂടി ചെറുതായിട്ട് ഒരു തരംഗ രൂപത്തിലാണ് അവിടെ ജലോപരിതലത്തിൽ കൂടി ആ എഫക്റ്റ്, ആ കല്ലിട്ടതിന്റെ എഫക്റ്റ് അപ്പുറത്തെ അറ്റം വരെ അല്ലെ, കുളത്തിന്റെ ആ അറ്റം വരെ എത്തും. നമ്മളിപ്പോ കുളത്തിലൊക്കെ ഇറങ്ങി നിന്നിട്ട് ഇപ്പൊ നമ്മൾ എന്തെങ്കിലും പായലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൈ കൊണ്ടോ കാലുകൊണ്ടോ ഒന്ന് ജസ്റ്റ് നീക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മൾ ആ ചെയ്ത പ്രവൃത്തിയുടെ ഫലം എന്ന് പറയുന്നത് ആ പുഴയുടെ അല്ലെങ്കിൽ കുളത്തിന്റെ അങ്ങേ അറ്റം വരെ എത്തിച്ചേരും. നമ്മൾ ഇപ്പുറത്ത് നിന്നാണ് ചെയ്തത്, പക്ഷെ അതിന്റെ പ്രവൃത്തിയുടെ എഫക്റ്റ് എന്ന് പറയുന്നത് അങ്ങേ അറ്റം വരെ ഒരു തരംഗ രൂപത്തിലാണ് എത്തുന്നത് അല്ലെ. അപ്പൊ ഇത് തന്നെയാണ് തരംഗ ചലനം എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഒരു ഭാഗത്തുണ്ടായ വിക്ഷോഭം, ഈ വിക്ഷോഭം എന്നുള്ള പേര് കേട്ടിട്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. വിക്ഷോഭം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന പ്രവർത്തനം ഇനി വിക്ഷോഭം എന്ന് ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പൊ ഒരു ഭാഗത്തുണ്ടായ വിക്ഷോഭം മറ്റേ ഭാഗത്തേക്ക് വരെ, മറുഭാഗം വരെ വ്യാപിക്കാം. എങ്ങനെയാണ് ഇത് വ്യാപിക്കുന്നത്? കണികകളുടെ കമ്പനം മൂലം.
കണികകളുടെ കമ്പനം മൂലമാണ് ഒരു മാധ്യമത്തിന്റെ ഒരു ഭാഗത്തുണ്ടായ വിക്ഷോഭം മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുന്നത്. ഇതിനെയാണ് നമ്മൾ തരംഗ ചലനം എന്ന് പറയുന്നത്. കുളത്തിൽ അങ്ങനെയല്ലേ, നമ്മൾ ഇങ്ങേ അറ്റത്ത് നിന്നിട്ട് നമ്മൾ ഇപ്പോൾ അലക്കാനോ കുളിക്കാനോ എന്തിനെങ്കിലും വേണ്ടി കുളത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ കൈ കൊണ്ടോ കാലുകൊണ്ടോ വെള്ളം ഒന്ന് ജസ്റ്റ് ആട്ടൂല്ലേ. അങ്ങനെ ആട്ടിക്കഴിഞ്ഞാൽ എന്താണ്, അത് തരംഗ രൂപത്തിൽ അയറ്റം വരെ അതിൻ്റെ എഫക്റ്റ് ഉണ്ടാവാണ്. അപ്പോൾ നമ്മുടെ കണികകളുടെ കമ്പനം മൂലമാണ് അത് ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ കണികകളുടെ കമ്പനം മൂലം മാധ്യമത്തിന്റെ ഒരു ഭാഗത്തുണ്ടായ വിക്ഷോഭം മറുഭാഗം വരെ വ്യാപിക്കുന്നത്, മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, തരംഗ ചലനം എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഈ കുളത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ ആ ചെയ്ത പ്രവൃത്തിയുടെ ഫലം കമ്പന രൂപത്തില് ജലത്തിൽ കൂടിയാണ് അങ്ങേയറ്റം വരെ എത്തിച്ചേർന്നത് അല്ലെ. ജലത്തിൽ കൂടിയാണ് ആ തരംഗങ്ങൾ സഞ്ചരിച്ചത്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഈ ഇങ്ങനെ കമ്പനം ചെയ്ത് ഇത് വ്യാപിക്കുന്നതിന്, ഈ വിക്ഷോഭം മറ്റ് സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കുന്നതിന് ചില സമയങ്ങളിൽ നമുക്ക് ഒരു മാധ്യമം വേണ്ടി വരും, ചില സ്ഥലങ്ങളിൽ നമുക്ക് മാധ്യമം വേണ്ട. അപ്പൊ മൊത്തത്തിൽ നമ്മൾ മാധ്യമം വേണ്ട ആവശ്യമുള്ള തരംഗങ്ങളെ നമ്മൾ യാന്ത്രിക തരംഗങ്ങൾ എന്ന് പറയും. ഇപ്പൊ ഈ കുളത്തിന്റെ കേസിൽ നമ്മൾ പറയുമ്പോൾ ആ തരംഗം ജലത്തിൽ കൂടിയാണ് എത്തിയത് അല്ലെ, ജലത്തിൽ കൂടിയാണ് ആ വിക്ഷോഭം മറ്റ് സ്ഥലങ്ങളിലേക്ക് വ്യാപിച്ചത്. അപ്പൊ അവിടെ എന്താ ആവശ്യമുണ്ട്, ഒരു മാധ്യമം ആവശ്യമുണ്ട്. അപ്പൊ ഇത്തരത്തിൽ നമുക്ക് പ്രസരണത്തിന് മാധ്യമം ആവശ്യമെങ്കിൽ ആ തരംഗങ്ങളെ നമുക്ക് യാന്ത്രിക തരംഗങ്ങൾ എന്ന് പറയാം. നിങ്ങൾക്ക് മനസ്സിലായോ? അതേ തരംഗ ചലനം എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഒരു മാധ്യമത്തിന്റെ ഒരു ഭാഗത്തുണ്ടായ വിക്ഷോഭം മറ്റ് ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുക. എങ്ങനെ? കമ്പനം വഴി, കണികകളുടെ കമ്പനം വഴി വ്യാപിക്കുക. ഇതിനെയാണ് തരംഗ ചലനം എന്ന് പറയാം. ഇനി ഈ തരംഗ ചലനത്തിന് ചില കേസുകളിൽ മാധ്യമത്തിന്റെ ആവശ്യം ഉണ്ടാവും. നമ്മളിപ്പോൾ വെള്ളത്തിന്റെ കേസ് പറഞ്ഞപ്പോൾ, അതായത് കുളത്തിന്റെ കേസ് പറഞ്ഞപ്പോൾ അവിടെ വെള്ളത്തിൽ കൂടിയാണ് ആ തരംഗങ്ങൾ ചലിച്ചു പോയത് അല്ലെ. അപ്പൊ അവിടെ മാധ്യമം ആവശ്യമാണ്. എന്നാൽ ചില കേസുകളിൽ മാധ്യമം ആവശ്യമില്ല. അപ്പൊ മാധ്യമം ആവശ്യമുള്ളതിന് നമ്മൾ ഒരുമിച്ച് യാന്ത്രിക തരംഗങ്ങൾ എന്ന് പറയും. പ്രസരണത്തിന് മാധ്യമം ആവശ്യമുള്ള തരംഗങ്ങളാണ് യാന്ത്രിക തരംഗങ്ങൾ എന്ന് പറയുന്നത്. ഇനി യാന്ത്രിക തരംഗത്തിനെ തന്നെ അനുപ്രസ്ഥ തരംഗമെന്നും അനുദൈർഘ്യ തരംഗമെന്നും പറയുന്നു. യാന്ത്രിക തരംഗത്തിനെ രണ്ടായിട്ട് വീണ്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് അനുപ്രസ്ഥ തരംഗമെന്നും ഒന്ന് അനുദൈർഘ്യ തരംഗമെന്നും. അപ്പൊ ഈ അനുപ്രസ്ഥ തരംഗം എന്ന് പറഞ്ഞാലും അനുദൈർഘ്യ തരംഗം എന്ന് പറഞ്ഞാലും അത് യാന്ത്രിക തരംഗമാണ്. അപ്പൊ അതിന് തമ്മിലുള്ള വ്യത്യാസം ഞാൻ പറയാം. അതിനു മുമ്പ് നിങ്ങൾക്ക് ഒരു സംശയം വരാൻ ചാൻസ് ഉള്ള ഒരു കാര്യം കൂടി നമുക്ക് ഇവിടെ നിന്ന് ക്ലിയർ ചെയ്തിട്ട് പോകാം. അതായത് നമ്മൾ സ്ഥിരം PSC ചോദിക്കുന്നതാണ്, പ്രകാശം എന്ത് തരംഗമാണെന്ന് ചോദിച്ചാൽ അനുപ്രസ്ഥ തരംഗമാണ് എന്ന് പറയല്ലേ. എന്നാൽ ശബ്ദം എന്ത് തരംഗമാണെന്ന് ചോദിച്ചാൽ അനുദൈർഘ്യ തരംഗമാണ്. നമുക്കത് പഠിക്കാൻ എളുപ്പമാണ്. കാരണം അനുപ്രസ്ഥം എന്ന് പറയുമ്പോൾ തന്നെ അവിടെ പ്രായുണ്ട്, അനുപ്രസ്ഥം. അപ്പൊ പ്രകാശം. അനുദൈർഘ്യം എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ദായുണ്ട്, അപ്പൊ ശബ്ദം അല്ലെ. അത് പഠിക്കാൻ എളുപ്പമാണ്. പക്ഷെ നമുക്ക് അവിടെ ഒരു സംശയം വരും. കാരണം നമ്മൾ പറഞ്ഞു ഈ അനുപ്രസ്ഥ തരംഗവും ഈ അനുദൈർഘ്യ തരംഗവും യാന്ത്രിക തരംഗങ്ങൾക്ക് കീഴിലാണ് വരുന്നത്. യാന്ത്രിക തരംഗങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന് സഞ്ചരിക്കാൻ, ആ പ്രസരണത്തിന് മാധ്യമം ആവശ്യമുണ്ടെന്ന് നമ്മൾ പറഞ്ഞു വെച്ചു. പിന്നെ എന്തുകൊണ്ടാണ് ഈ പ്രകാശത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമില്ലാത്തത് എന്നുള്ളൊരു സംശയം വരും അല്ലെ. നമുക്കറിയാം പ്രകാശം ശൂന്യതയിൽ കൂടി സഞ്ചരിക്കുന്നതാണ്. പ്രകാശത്തിന് ഏറ്റവും കൂടുതൽ വേഗത ശൂന്യതയിൽ കൂടിയാണ്. അപ്പൊ പ്രകാശത്തിന് സഞ്ചരിക്കാൻ അവിടെ മാധ്യമം ആവശ്യമില്ല. പക്ഷെ നമ്മളിവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട് പ്രകാശം ഒരു അനുപ്രസ്ഥ തരംഗമാണെന്നും അതിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമാണ്, അതുകൊണ്ടാണ് അതിന് യാന്ത്രിക തരംഗങ്ങൾ എന്ന് പറയുന്നതെന്നും പറഞ്ഞു. അപ്പൊ എന്തുകൊണ്ടാണ് പിന്നെ ഈ പ്രകാശത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമില്ലാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, പ്രകാശം ഒരു അനുപ്രസ്ഥ തരംഗമാണ് എങ്കിൽ കൂടി പ്രകാശം ഒരു വൈദ്യുത കാന്തിക തരംഗം കൂടിയാണ്. നമ്മൾ ഇനി ഇതിന് ശേഷം വൈദ്യുത കാന്തിക സ്പെക്ട്രം പഠിക്കും. വൈദ്യുത കാന്തിക സ്പെക്ട്രങ്ങളിൽ ഇതുപോലെ കുറെ തരംഗങ്ങൾ, കുറെ റേസുകളുണ്ട്, കുറെ വികിരണങ്ങളുണ്ട് അല്ലെ. ഗാമ വികിരണം, ഇൻഫ്രാറെഡ്, അൾട്രാ വയലറ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറെ വികിരണങ്ങൾ, എക്സ്റേ വികിരണങ്ങളൊക്കെ പഠിക്കും. അതിലുള്ളതൊന്നാണ് ഈ ദൃശ്യപ്രകാശം. ദൃശ്യപ്രകാശം എന്ന് പറഞ്ഞിട്ട് ഈ വൈദ്യുത കാന്തിക സ്പെക്ട്രത്തിൽ ദൃശ്യപ്രകാശം ഉണ്ട്. അതിനർത്ഥം എന്താണ്? ഈ ദൃശ്യപ്രകാശം അല്ലെങ്കിൽ നമ്മുടെ ഈ പ്രകാശം എന്ന് പറയുന്നത് ഒരു വൈദ്യുത കാന്തിക തരംഗം കൂടിയാണ്. അപ്പൊ അതുകൊണ്ടാണ് വൈദ്യുത കാന്തിക തരംഗങ്ങൾക്ക് സഞ്ചരിക്കാൻ മാധ്യമം വേണ്ട. അപ്പൊ ദൃശ്യപ്രകാശം എന്ന് പറയുന്നത് അനുപ്രസ്ഥ തരംഗത്തിന്റെ സ്വഭാവം കാണിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അതൊരു എന്തും കൂടിയാണ്, വൈദ്യുത കാന്തിക തരംഗം കൂടിയാണ്. അതുകൊണ്ടാണ് അതിന് ശൂന്യതയിൽ കൂടി സഞ്ചരിക്കാൻ സാധിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കി വയ്ക്കുക. അപ്പൊ വേറെ ഒന്നുമില്ല, ഇവിടെ നമ്മൾ ഈ മാധ്യമം ആവശ്യമുള്ള തരംഗങ്ങളെ, പ്രസരണത്തിന് മാധ്യമം ആവശ്യമുള്ള തരംഗങ്ങളെ എല്ലാം കൂടി ഒന്നിച്ച് നമ്മൾ യാന്ത്രിക തരംഗങ്ങൾ എന്ന് ക്ലാസിഫൈ ചെയ്ത് വെച്ചു. ഈ യാന്ത്രിക തരംഗങ്ങളെ തന്നെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നതാണ്. ഒന്ന് അനുപ്രസ്ഥ തരംഗവും ഒന്ന് അനുദൈർഘ്യ തരംഗവും. അപ്പൊ അനുപ്രസ്ഥ തരംഗത്തിന് എക്സാമ്പിൾ പ്രകാശവും അനുദൈർഘ്യ തരംഗത്തിന് എക്സാമ്പിൾ ശബ്ദമാണ്. ഇനി ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഈ അനുപ്രസ്ഥ തരംഗവും ഈ അനുദൈർഘ്യ തരംഗവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ,
നമ്മൾ സാധാരണ കാണുന്ന വേവ്സ് അല്ലെ, സാധാരണ കാണുന്ന തരംഗങ്ങൾ എങ്ങനെയാ, ഒന്ന് മുകളിലേക്ക് പൊന്തും, ഒന്ന് താഴത്തേക്ക് വരും, ഒന്ന് മുകളിലേക്ക് പൊന്തും, ഒന്ന് താഴത്തേക്ക് വരും അല്ലെ. നമ്മൾ ജലോപരിതലത്തിൽ കാണപ്പെടുന്ന തരംഗ ചലനവും അതേ രീതിയിൽ തന്നെയാണ് അല്ലെ. അപ്പൊ ഇത്തരത്തിലുള്ള ചലനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തരംഗം എവിടേക്കാണോ, ഈ കമ്പനം ഏത് ദിശയിലാണോ മൂവ് ചെയ്യുന്നത്, ഏത് ദിശയിലേക്കാണോ പോകുന്നത്, അതിന് ലംബമായിട്ടായിരിക്കും അവിടെ തരംഗങ്ങൾ സഞ്ചരിക്കുന്നത്. നമ്മൾ ഈ പറഞ്ഞ കുളത്തിന്റെയും ഈ ജലത്തിന്റെയും കേസ് തന്നെ നോക്കാം. ജലം അല്ലെ, നമ്മൾ ഇപ്പുറത്തെ അറ്റത്ത് നിന്ന് നമ്മൾ ജലത്തിൽ കൈയിട്ട് ഇളക്കി അല്ലെ, അങ്ങേ അറ്റം വരെ ഇത് ചെല്ലുന്നു. ഏത് ദിശയിലാണ് പോകുന്നത്, നേരെയാണ് പോകുന്നത്. പക്ഷെ അതിന് ഉണ്ടാകുന്ന കമ്പനങ്ങൾ അല്ലെ, അതിലുണ്ടാകുന്ന തരംഗങ്ങളുടെ കമ്പനം ഏത് ദിശയിലാണ്, അതിന് ലംബമായിട്ടാണ് അല്ലെ. മുകളിലേക്കും താഴേക്കും എന്ന് പറഞ്ഞാൽ ഇത് ലംബമായിട്ടല്ലേ. നമുക്ക് തിരശ്ചീനമായിട്ടാണ് പോകുന്നത് എങ്കിൽ അവിടെ ഉണ്ടാകുന്ന കമ്പനം എന്ന് പറയുന്നത് ലംബമായിട്ടാണ് വരുന്നത്. അതാണ് അനുപ്രസ്ഥ തരംഗം എന്ന് പറയുന്നത്. അതായത് ഈ ദിശയ്ക്ക് ലംബമായിട്ട് ഏത് ദിശയിലാണോ പ്രേക്ഷണം ചെയ്യുന്നത്, ഏത് ദിശയിലേക്കാണോ പ്രേക്ഷണം ചെയ്യുന്നത്, അതിന് ലംബമായിട്ടായിരിക്കും ഈ തരംഗങ്ങളുടെ കമ്പനം വരാം. നമ്മൾ സാധാരണ കാണാൻ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അല്ലെ, ഒരു തരംഗം കാണാം, മുകളിലേക്ക് പോയി എന്നിട്ട് പിന്നെ അടിയിലേക്ക് വരും, മുകളിലേക്ക് പോയി താഴത്തേക്ക് വരും. ഇതാണ് അനുപ്രസ്ഥ തരംഗം എന്ന് പറയുന്നത്. ഒന്നുമില്ല, പ്രേക്ഷണം ചെയ്യുന്ന ദിശയ്ക്ക് ലംബമായിട്ടാണ് അവിടെ തരംഗങ്ങളുടെ കണികകൾക്ക് കമ്പനം ഉണ്ടാകുക. ലംബമായിട്ടാണ് കമ്പനം വരുന്നത്, അല്ലെങ്കിൽ തരംഗ ചലനം വരുന്നത് ലംബമായിട്ടാണ്, പ്രേക്ഷണം ചെയ്യുന്നതിന് ലംബമായിട്ടാണ് വരുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കി വയ്ക്കുക. ഇനി അപ്പൊ മറ്റേതെന്താണ്, അനുദൈർഘ്യ തരംഗം പിന്നെ എങ്ങനെയാണ്? അതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളൊരു സ്പ്രിങ് എടുക്കാം. ഒരു സ്പ്രിങ് എടുത്ത് കുറച്ച് നീളമുള്ള ഒരു സ്പ്രിങ് എടുത്തിട്ട് ആ സ്പ്രിങ്ങിൻ്റെ ഒരറ്റം നിങ്ങൾ ജസ്റ്റ് പുറകിലേക്ക് ഒന്ന് പിടിച്ച് വലിക്കാം. അത് പിടിച്ച് വലിച്ച് നിങ്ങൾ വിട്ട് കഴിയുമ്പോൾ ആ സ്പ്രിങ്ങിൻ്റെ ഇങ്ങേ അറ്റത്ത് നമ്മൾ കൊടുത്തായ പ്രഷർ ഉണ്ടല്ലോ, അത് അങ്ങേ അറ്റം വരെ അപ്പുറത്ത് നേരെ ഓപ്പോസിറ്റ് സൈഡ് വരെ എത്തും അല്ലേ. പക്ഷെ അവിടെ ഇത്തരത്തിലുള്ള ഈ ഉയർച്ചയോ താഴ്ചയോ ഒന്നും തന്നെ ഉണ്ടാകുന്നില്ല അല്ലെ. ഇതും കമ്പനം വഴി തന്നെയാണ്. സ്പ്രിങ്ങിന്റെ ഒരറ്റത്ത് നമ്മൾ പിടിച്ച് വലിച്ചു വിട്ടപ്പോൾ അതിന്റെ ഈ അറ്റത്തുണ്ടായ ആ കമ്പനം അപ്പുറത്തെ അറ്റം വരെ എത്തിച്ചേർന്നു അല്ലേ, അപ്പുറത്തറ്റം വരെ എത്തിച്ചേർന്നു. പക്ഷെ നമുക്ക് അവിടെ ഈ ജലോപരിതലത്തിൽ കണ്ട പോലുള്ള ഒരു ഉയർച്ചയും താഴ്ചയും തന്നെ ഒന്നും കാണാൻ സാധിച്ചില്ല അല്ലെ. കാരണം ഇവിടെ തരംഗത്തിന്റെ ചലനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കമ്പനം എന്ന് പറയുന്നത് ഈ പ്രേക്ഷണം ചെയ്യുന്ന ദിശയ്ക്ക് സമാന്തരമായിട്ടാണ് അനുഭവപ്പെടുന്നത്, ലംബമായിട്ടല്ല, സമാന്തരമായിട്ട്. അപ്പൊ അനുദൈർഘ്യ തരംഗം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു സ്പ്രിങ് വലിച്ചു വിടുന്നതൊന്ന് ഓർത്താൽ മതി. അപ്പൊ എന്താണ് അവിടെ കമ്പനം ഉണ്ടാകുന്നത് പ്രേക്ഷണം ചെയ്യുന്ന ദിശയ്ക്ക് സമാന്തരമായിട്ടാണ് ഉണ്ടാകുന്നത്. അതിനെയാണ് അനുദൈർഘ്യ തരംഗം എന്ന് പറയുന്നത്. എന്നാൽ അനുപ്രസ്ഥ തരംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രേക്ഷണം ചെയ്യേണ്ട ദിശയ്ക്ക് ലംബമായിട്ടാണ് ആ കമ്പനം ചെയ്യുന്ന തരംഗങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് അതിന് അനുപ്രസ്ഥ തരംഗം എന്നും പറയുന്നത്. അപ്പോൾ പ്രകാശം ഒരു അനുപ്രസ്ഥ തരംഗമാണ്, എന്നാൽ ശബ്ദം എന്ന് പറയുന്നത് ഒരു അനുദൈർഘ്യ തരംഗമാണ്. നിങ്ങൾക്ക് ആ ഇമേജ് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു ഇമേജ് കാണിക്കുന്നുണ്ട്. അതിൽ മുകളിലുള്ളത് അനുദൈർഘ്യ തരംഗവും അടിയിലുള്ളത് അനുപ്രസ്ഥ തരംഗമാണ്. അപ്പോൾ അനുപ്രസ്ഥ തരംഗം കണ്ടില്ല, നമ്മൾ സാധാരണ കാണപ്പെടുന്ന അല്ലെ, നമ്മൾ സമുദ്രത്തിൻ്റെയൊക്കെ തിരമാലകൾ പോലെ ഒന്ന് മുകളിലേക്ക് ഉയർന്ന് താഴേക്ക് പോയി, മുകളിലേക്ക് പോയി, താഴേക്ക് പോയി, അത് അനുപ്രസ്ഥ തരംഗം. എന്നാൽ അനുദൈർഘ്യ തരംഗം എന്ന് പറഞ്ഞാൽ കണ്ടില്ലേ, അതിൽ കുറച്ച് സ്ഥലങ്ങളിൽ ഇങ്ങനെ കൂടി കാണുന്നുണ്ട്, കുറച്ച് സ്ഥലങ്ങളിൽ വിട്ട് കാണുന്നുണ്ട്. അതൊക്കെ എന്താന്ന് നമുക്ക് പറയാം. അപ്പൊ ഇത് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായില്ലേ? അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് ഈ തരംഗങ്ങളുടെ പ്രത്യേകതകളാണ്. കുറെ ടേംസുകൾ നമുക്ക് ഇതിൽ പഠിക്കാനുണ്ട്. ശൃംഗം, ഗർത്തം, തരംഗദൈർഘ്യം, ആവൃത്തി എന്നൊക്കെ പറഞ്ഞ് കുറെ സാധനങ്ങളൊക്കെ പഠിക്കാനുണ്ട്. അതൊക്കെ എന്താണെന്ന് ജസ്റ്റ് മനസ്സിലാക്കാം. അപ്പൊ ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നതാണ് ഒരു തരംഗം എന്ന് പറയുന്നത്. അതായത് ഇത് അനുപ്രസ്ഥ തരംഗത്തെ കുറിച്ചാണ് പറയുന്നത്. അനുപ്രസ്ഥ തരംഗം പറഞ്ഞു കഴിഞ്ഞിട്ട് അനുദൈർഘ്യ തരംഗത്തെ കുറിച്ച് പറയുള്ളൂ. അപ്പൊ ഈ സ്ക്രീനിൽ കാണുന്നതാണ് ഒരു തരംഗം. അതായത് ഒന്ന് മുകളിലേക്ക് ഉയർന്ന് ഒന്ന് താഴത്തേക്ക് വന്ന് ഒരു റൗണ്ട് പൂർത്തിയാക്കാം അല്ലെ, ഒരു തരംഗം എന്ന് പറയുന്നത്. ഈ തരംഗം എന്ന് പറഞ്ഞാൽ അത് കമ്പനം തന്നെയാണ് തരംഗം എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കാം. അപ്പൊ ഇത്തരത്തിൽ ഒരു തരംഗം പൂർത്തിയാക്കുന്നതിന് വേണ്ടി ഒരൊറ്റ തരംഗം എന്ന് വെച്ചാൽ ഒരു മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് തരംഗങ്ങൾ ചേർന്നിട്ടാണ് അല്ലെ. പക്ഷെ നമ്മളിവിടെ പറയുന്നത് ഒരു തരംഗത്തിന്റെ കാര്യമാണ്. ഒരു തരംഗം പൂർത്തിയാക്കാൻ എത്ര സമയം വേണ്ടി വന്നു എന്നുള്ളതാണ് ആ തരംഗത്തിന്റെ പീരീഡ് എന്ന് പറയുന്നത്. അപ്പൊ പീരീഡ് അല്ലെ, ഇപ്പൊ ഞാൻ പറയാണ് ഇത്തരത്തിലൊരു തരംഗം പൂർത്തിയാക്കാൻ വേണ്ടി 0.5 സെക്കൻഡ്, നമ്മൾ സെക്കൻഡിലാണ് എപ്പോഴും ഇത് പീരീഡ് യൂണിറ്റ് പറയാം. കാരണം എന്താ വെച്ചാൽ നമ്മൾ സമയത്തിന്റെ യൂണിറ്റ് SI യൂണിറ്റ് സെക്കൻഡ് അല്ലേ, സമയത്തിന്റെ SI യൂണിറ്റ് സെക്കൻഡ് ആണ്. അപ്പൊ ഇവിടെ പീരീഡിന്റെ യൂണിറ്റും, അതായത് തരംഗത്തിന്റെ പീരീഡ് എന്ന് പറഞ്ഞ ഒരു സമയമല്ലേ പറയണത്, ഒരു തരംഗം പൂർത്തിയാക്കാൻ എടുത്ത സമയമാണ് പീരീഡ്. അപ്പൊ സമയം തന്നെ ആയതുകൊണ്ട് അതും നമ്മൾ സെക്കൻഡിലാണ് പറയാം. അപ്പോൾ ഇവിടെ നമുക്ക് 0.5 സെക്കൻഡ് ആണ് ഒരു തരംഗം പൂർത്തിയാക്കാൻ എടുത്തത്. അപ്പൊ അത് ആ തരംഗത്തിന്റെ പീരീഡ് എത്രയാണ്? ആ തരംഗത്തിന്റെ പീരീഡ് 0.5 സെക്കൻഡ് ആണ്. അത് ഓക്കെ അല്ലേ? ഇനി ഒരു സെക്കൻഡിൽ എത്ര തരംഗങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ് ആ തരംഗത്തിന്റെ ആവൃത്തി അഥവാ ഫ്രീക്വൻസി എന്ന് പറയുന്നത്.
അതായത് ഇപ്പോൾ 0.5 സെക്കൻഡ് ആണ് ഒരു തരംഗത്തിന് എടുത്തത് എങ്കിൽ ഒരു സെക്കൻഡിൽ എത്ര തരംഗങ്ങൾ ഉണ്ടാവും? 2 തരംഗങ്ങൾ ഉണ്ടാവും. അപ്പൊ ആ തരംഗത്തിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ തരംഗത്തിന്റെ ആവൃത്തി എന്ന് പറയുന്നത്, എത്ര പ്രാവശ്യം ആവർത്തിക്കുന്നു എന്നുള്ളത് അല്ലെ, ആവൃത്തി എത്ര പ്രാവശ്യം ആവർത്തിക്കുന്നു, മനസ്സിലായ? ഒരു സെക്കൻഡിൽ എത്ര പ്രാവശ്യം ആവർത്തിക്കുന്നു, അതാണ് ആവൃത്തി. എത്ര തരംഗങ്ങൾ ഉണ്ടായി, ഒരു സെക്കൻഡിൽ എത്ര തരംഗങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ് ആ തരംഗത്തിന്റെ ആവൃത്തി. അപ്പൊ ഒരു തരംഗത്തിന്റെ പീരീഡ് 0.5 സെക്കൻഡ് ആണ്. അപ്പൊ എത്ര തരംഗങ്ങൾ ഉണ്ടാവും ഒരു സെക്കൻഡിൽ? 2 തരംഗങ്ങൾ ഉണ്ടാവും അല്ലെ. അപ്പൊ ആ തരംഗത്തിന്റെ ഫ്രീക്വൻസി അഥവാ ആവൃത്തി എന്ന് പറയുന്നത് 2 ആണ്. ഇപ്പൊ നമ്മൾ വിചാരിക്കുക ഒരു തരംഗം ഉണ്ടാകാൻ വേണ്ടിയിട്ട് 0.25 സെക്കൻഡ്, അതായത് ഒരു സെക്കൻഡിലെ 4/1 ഭാഗം 0.25 സെക്കൻഡ് എടുത്തുള്ളൂ എന്ന് വെക്കാം. അപ്പൊ ഒരു സെക്കൻഡിൽ 4 തരംഗങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. അപ്പൊ ആ തരംഗത്തിന്റെ ആവൃത്തി എന്തായിരിക്കും? ആ തരംഗത്തിന്റെ ആവൃത്തി എന്ന് പറയുന്നത് 4 ആയിരിക്കും അല്ലെ. ഒരു സെക്കൻഡിൽ 4 തരംഗങ്ങൾ ഉണ്ടായി. അപ്പൊ ആ തരംഗത്തിന്റെ ആവൃത്തി എന്ന് പറയുന്നത്, ഫ്രീക്വൻസി എന്ന് പറയുന്നത് 4 ആണ്. ഇത് തന്നെയാണ് നമ്മൾ ശബ്ദത്തിന്റെ കേസിലും പഠിച്ചത്. നിങ്ങൾ ശബ്ദം കേട്ടിട്ടില്ലേ? ഞാൻ ഓൾറെഡി ക്ലാസ് എടുത്തിട്ടുള്ളതാണ്. ശബ്ദം എന്ന് പറഞ്ഞാലും എന്താണ്? കമ്പനമാണ് അല്ലെ. കമ്പനം, തരംഗം എന്ന് പറഞ്ഞാൽ കമ്പനമാണ്. അതേപോലെ തന്നെ ശബ്ദം എന്ന് പറഞ്ഞാലും കമ്പനമാണ്. കമ്പനത്തിന്റെ ഫലമായിട്ടാണ് ശബ്ദം ഉണ്ടാകുന്നത്. നമ്മൾ അതിനൊരു എക്സ്പെരിമെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ഗ്ലാസ്സിൽ കുറച്ച് നല്ല അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ള ഒരു ഗ്ലാസ് എടുത്തോ. അതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം എടുത്തിട്ട് അവിടെ വെക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഒരു ചെറിയൊരു സ്പൂൺ എടുത്തിട്ട് ആ ഗ്ലാസിന്റെ സൈഡിലൊന്ന് തട്ടി നോക്കാം. ഗ്ലാസ് അനങ്ങൂല, കാരണം നല്ല വെയിറ്റ് ഉള്ള ഗ്ലാസ് അല്ല, അതിൽ കൂടെ അതിൽ വെള്ളമുണ്ട്. പക്ഷേ നമ്മൾ അതിന്റെ തട്ടിക്കഴിഞ്ഞാൽ അതിലുള്ള വെള്ളത്തിൽ കമ്പനം, ഇങ്ങനെ വൈബ്രേഷൻ, ഈ പറഞ്ഞ പോലെ തരംഗങ്ങൾ രൂപം കൊണ്ടിരിക്കുന്നത് കാണാൻ സാധിക്കും. ഒരു വൈബ്രേഷൻ, അതിനുള്ള വെള്ളം കിടന്ന് അനങ്ങുന്നത് കാണാൻ സാധിക്കും. അതിന് കാരണം എന്താണ്? ആ ശബ്ദമുണ്ടായത് ശബ്ദമുണ്ടായത് വൈബ്രേഷൻ, കമ്പനത്തിന്റെ ഫലമായിട്ടാണ്. ആ ഗ്ലാസ് കമ്പനം ചെയ്യുന്നത് കൊണ്ടാണ് അവിടെ എന്തുണ്ടായത്? ശബ്ദമുണ്ടായത് അല്ലെ. അപ്പൊ ശബ്ദം എന്ന് പറഞ്ഞാൽ ഒരു കമ്പനമാണ്. ഇപ്പൊ നമ്മൾ കേൾക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ ശബ്ദം ചെവിയിൽ കൂടി ചെന്നിട്ട് നമ്മുടെ അസ്ഥി ശൃംഖലയിൽ തട്ടും അല്ലെ. അസ്ഥി ശൃംഖലയിൽ മാലിയസ് ഇൻകസ് ടേപ്പീസ് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് അസ്ഥികൾ ഇരിക്കുന്നുണ്ട്. ആ അസ്ഥികളിൽ ചെന്ന് തട്ടിക്കഴിയുമ്പോൾ ആ അസ്ഥികൾ കമ്പനം ചെയ്യും അല്ലെ, കമ്പനം ചെയ്യും. അങ്ങനെ കമ്പനം ചെയ്ത് കഴിയുമ്പോൾ ആ കമ്പനം പിന്നെ അവിടെ നിന്ന് ഓവൽ വിൻഡോയിലേക്ക് പോകും. അങ്ങനെ കൈമാറി അവസാനം കോക്ലിയയിലെത്തും. കോക്ലിയയിലുള്ള ആ ദ്രാവകത്തിലുള്ള രോമകൂപങ്ങളെയൊക്കെ അത് ഉത്തേജിപ്പിച്ചിട്ടാണ് നമുക്ക് ശബ്ദം എന്നുള്ളൊരു കേൾവി, ശബ്ദം എന്നുള്ള അനുഭവം ഉണ്ടാകുന്നത്. അപ്പൊ നമ്മുടെ ഈ ശബ്ദം, ചെവി എന്താണ് മാറ്റിയത്? ചെവി നമ്മുടെ വീണ്ടും കമ്പനമാക്കി മാറ്റി അല്ലെ. അപ്പൊ കമ്പനത്തിന്റെ ഫലമായിട്ടാണ് ശബ്ദം ഉണ്ടാകുന്നത്. നമ്മുടെ ചെവി ആ ശബ്ദത്തെ വീണ്ടും കമ്പനമായിട്ടാണ് മാറ്റിയത്. അപ്പൊ അത് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക. ഈ തരംഗം എന്ന് പറഞ്ഞാൽ കമ്പനമാണ്, ശബ്ദം എന്ന് പറഞ്ഞാൽ കമ്പനമാണ്. ശബ്ദത്തിന്റെ ഫ്രീക്വൻസി, ശബ്ദത്തിന്റെ ആവൃത്തി നമ്മൾ എങ്ങനെയാ പറയാ? ശബ്ദത്തിന്റെ ആവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കമ്പനങ്ങൾ ഉണ്ടായി എന്നുള്ളത് തന്നെയാണ്. ഒരു സെക്കൻഡിൽ എത്ര കമ്പനം ഉണ്ടായി എന്നുള്ളത് തന്നെയാണ് ശബ്ദത്തിന്റെ ഫ്രീക്വൻസി പറയുക. അതേപോലെ തന്നെ തരംഗത്തിന്റെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എത്ര തരംഗങ്ങൾ ഉണ്ടായി, ഒരു സെക്കൻഡിൽ എത്ര തരംഗങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ് ആ തരംഗത്തിന്റെ ആവൃത്തി എന്നുള്ള കാര്യം, ഫ്രീക്വൻസി എന്നുള്ള കാര്യം. അപ്പൊ ആവൃത്തി എന്ന് പറയുമ്പോൾ ആവർത്തനം അല്ലെ, എത്ര പ്രാവശ്യം ആവർത്തിക്കുന്നു, ഒരു സെക്കൻഡിൽ എത്ര പ്രാവശ്യം ആവർത്തിക്കുന്നു, എത്ര തവണ തരംഗങ്ങൾ, എത്ര തരംഗങ്ങൾ ഉണ്ടാകുന്നു, ആവർത്തിച്ച് എത്ര തരംഗങ്ങൾ ഉണ്ടാകുന്നു, ആ എണ്ണമാണ് ആ തരംഗത്തിന്റെ ആവൃത്തി എന്നുള്ളത്. കൃത്യമായി മനസ്സിലാക്കാം. കാരണം ഇനിയും കുറെ ടേംസുകൾ പറയുമ്പോൾ തെറ്റരുത്. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് അതായത് ആംപ്ലിറ്റ്യൂഡിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ആംപ്ലിറ്റ്യൂഡ് ഇതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആംപ്ലിറ്റ്യൂഡ് അഥവാ ആയതി എന്ന് പറയും. അതായത് ഒരു കണികയ്ക്കുണ്ടാകുന്ന ഏറ്റവും വലിയ സ്ഥാനാന്തരം, അവിടെ ഉണ്ടാകുന്ന ഏറ്റവും വലിയ സ്ഥാനാന്തരം, തുലനാവസ്ഥയിൽ നിന്ന്, തുലന സ്ഥാനത്ത് നിന്നും, അടിയിൽ നിന്നല്ല, തുലന സ്ഥാനത്ത് നിന്നും ആ കണികയ്ക്ക് ഉണ്ടാകുന്ന ഏറ്റവും കൂടിയ സ്ഥാനാന്തരം, അത് വേണമെങ്കിൽ മുകളിലേക്ക് അളക്കാം, അല്ലാന്നുണ്ടെങ്കിൽ താഴത്തേക്ക് അളക്കാം. തുലന സ്ഥാനത്ത് നിന്നും, നേരെയായിരിക്കുന്ന സ്ഥാനത്ത് നിന്നും, തുലന സ്ഥാനത്ത് നിന്നും ആ കണികയ്ക്കുണ്ടായ ഏറ്റവും കൂടിയ സ്ഥാനാന്തരമാണ് അതിന്റെ ആയതി അഥവാ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. മുകളിലേക്ക് വേണമെങ്കിൽ അളക്കാം, നമുക്ക് താഴത്തേക്ക് വേണമെങ്കിലും അളക്കാം. മനസ്സിലായോ? തുലന സ്ഥാനത്ത് നിന്നും, അതാണ് ശ്രദ്ധിക്കേണ്ടത്. തുലന സ്ഥാനത്ത് നിന്നും ഒരു കണികയ്ക്കുണ്ടായ ഏറ്റവും കൂടിയ സ്ഥാനാന്തരത്തെയാണ് നമ്മൾ അതിന്റെ ആംപ്ലിറ്റ്യൂഡ് അഥവാ ആയതി എന്ന് പറയാം. എത്രത്തോളം ഉയരത്തിലേക്ക് പോയി അല്ലെങ്കിൽ എത്രത്തോളം താഴത്തേക്ക് പോയി എന്നുള്ളതല്ലേ. ഇനി അതില് ഗർത്തവും ശൃംഗവും അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഗർത്തം എന്ന് പറയാൻ എങ്ങനെയാ? ഗർത്തത്തിലേക്ക് വീണു എന്നൊക്കെ പറയില്ലേ നമ്മൾ. ഗർത്തം എന്ന് പറഞ്ഞാൽ താഴത്തേക്കുള്ളതാണ് അല്ലെ, ഗർത്തം. ഇനി ശൃംഗം എന്ന് പറഞ്ഞാൽ എന്താണ്? ഗിരിശൃംഗങ്ങൾ എന്നൊക്കെ നമുക്ക് കേൾക്കുന്നതാണ്. പീക്ക് എന്നാണ് അതിന് ഇംഗ്ലീഷിൽ തന്നെ പറയാം. പീക്ക് എന്നൊക്കെ പറയുന്നത് നമുക്ക് കൊടുമുടിനാണല്ലേ പറയാം. അപ്പൊ അത് തന്നെ ആ തരംഗത്തിന്റെ ഉയർന്നിരിക്കുന്ന ഭാഗം ഉണ്ടല്ലോ, ആ പീക്ക് പോയിന്റ്, ഏറ്റവും മുകളിലത്തെ അറ്റത്തെ നമ്മൾ എന്തെന്ന് പറയും? ശൃംഗം അഥവാ പീക്ക് എന്ന് പറയും.
ഇനി ആ തരംഗത്തിന്റെ ഏറ്റവും അടിയിലത്തെ ആ പോയിന്റ് ഉണ്ടല്ലോ, ഏറ്റവും അടിയിലത്തെ ആ പോയിന്റ്, അതിനെ നമ്മൾ എന്തെന്ന് പറയും? ഗർത്തം എന്നും പറയും. മനസ്സിലായി? ഏറ്റവും ഉയരത്തിലുള്ള പോയിന്റിന് നമ്മൾ ശൃംഗം എന്നും ഏറ്റവും താഴത്തുള്ള ആ പോയിന്റിന് നമ്മൾ ഗർത്തം എന്നും പറയും. ഇനി ഇതിന്റെ വേവ് ലെങ്ത് എന്ന് പറയുമ്പോൾ ആ വാക്കിൽ തന്നെ നമുക്കറിയാം അല്ലെ എന്താണ് തരംഗ ദൈർഘ്യം അഥവാ വേവ് ലെങ്ത്. വേവിന്റെ ലെങ്ത്, ഒരു വേവിന് എത്ര ലെങ്ത് ഉണ്ട്, അതാണ് വേവ് ലെങ്ത്. ഒരു വേവിന് എത്ര ലെങ്ത് ഉണ്ട് എന്നുള്ളതാണ് വേവ് ലെങ്ത് എന്ന് പറയുന്നത്. വേവ് ലെങ്ത് എന്ന് പറഞ്ഞത് അത് നമുക്ക് രണ്ട് തരത്തിൽ അളക്കാം. ഇപ്പൊ നമുക്ക് ഒരു വേവ് കറക്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഒരു വേവ് എന്ന് പറഞ്ഞാൽ മുകളിലേക്ക് പോയി താഴേക്ക് വന്നിട്ടാണ് ഒരു വേവ്. അപ്പൊ നമുക്ക് അങ്ങനെ വേണമെങ്കിൽ അളക്കാം വേവ് ലെങ്ത്. അല്ലാന്നുണ്ടെങ്കിൽ ഈ നമ്മൾ പറഞ്ഞില്ലേ, ഈ മുകളിലേക്കുള്ള രണ്ട് ശൃംഗങ്ങൾ തമ്മിലുള്ള അകലമോ അല്ലെങ്കിൽ രണ്ട് ഗർത്തങ്ങൾ തമ്മിലുള്ള അടുത്തടുത്തുള്ള രണ്ട് ശൃംഗങ്ങൾ തമ്മിലുള്ള അകലം എടുത്താലും സെയിം തന്നെ കിട്ടുക, അടുത്തടുത്തുള്ള രണ്ട് ഗർത്തങ്ങൾ തമ്മിലുള്ള അകലം എടുത്താലും സെയിം തന്നെ കിട്ടുക. അപ്പൊ വേവ് ലെങ്ത് എന്നുള്ളത് വേവിന്റെ ലെങ്ത് ആണ്. വേവ് ലെങ്ത് നിങ്ങൾക്ക് ആ വാക്കിൽ തന്നെ കിട്ടും. വേവ് ലെങ്ത്, ഒരു വേവിന് എത്ര ലെങ്ത് ഉണ്ടെന്നുള്ളതാണ് വേവ് ലെങ്ത്. അത് നമുക്ക് മൂന്ന് തരത്തിൽ അളക്കാൻ സാധിക്കും. ഒന്നുണ്ടെങ്കിൽ ഒരു വേവ് എടുക്കാം, കറക്റ്റ് മുകളിലേക്ക് പോയി താഴേക്ക് വരുന്ന ഒരു വേവ് എടുത്തിട്ട് അതിന്റെ ലെങ്ത് അളക്കാം. അല്ലാന്നുണ്ടെങ്കിൽ രണ്ട് ശൃംഗങ്ങൾ തമ്മിലുള്ള അകലം എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ രണ്ട് ഗർത്തങ്ങൾ തമ്മിലുള്ള അകലം എടുക്കാം. ഇതെല്ലാം തുല്യം തന്നെയായിരിക്കും. ഇതിനെയാണ് നമ്മൾ വേവ് ലെങ്ത് എന്ന് പറയുന്നത്. ഇനി ഒരു കാര്യം ചോദിക്കട്ടെ, ഈ വേവ് ലെങ്ത് കുറഞ്ഞു, വേവ് ലെങ്ത് കുറയാന്ന് വെച്ചാൽ ഒരു വേവിന്റെ ലെങ്ത് കുറഞ്ഞു, വേവിന്റെ ലെങ്ത് കുറഞ്ഞു വരാന്ന് വെച്ചാൽ ഒരു വേവിന് കുറച്ച് സമയം മതി അല്ലെ. വേവിന്റെ ലെങ്ത് കുറഞ്ഞു വരാന്ന് വെച്ചാൽ ഒരു കുഞ്ഞു വേവ് ആവും അല്ലെ, അതിന്റെ ലെങ്ത് കുറഞ്ഞു. അപ്പൊ നമുക്കറിയാം ഒരു സെക്കൻഡിൽ തന്നെ കുറെ വേവുകൾ ഉണ്ടാവും. വേവിന്റെ നീളം കുറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെക്കൻഡിൽ ഒരുപാട് വേവ്സുകൾ ഉണ്ടാവില്ലേ. അപ്പൊ ഒരു സെക്കൻഡിൽ ഒരുപാട് വേവ്സ് ഉണ്ടാവാന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അവിടെ ഫ്രീക്വൻസി കൂടി എന്നാണ് അർത്ഥം. മനസ്സിലായോ? കൃത്യമായി നിങ്ങൾ ആ വാക്കിൽ നിന്ന് മനസ്സിലാക്കിയാൽ മതി. വേവിന്റെ ലെങ്ത് കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഒരു സെക്കൻഡിൽ ഒരുപാട് വേവ്സ് ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ വേവ് ലെങ്ത് കുറയുമ്പോൾ ഫ്രീക്വൻസി കൂടും. മനസ്സിലായ? ഇനി അത് നേരെ ഓപ്പോസിറ്റ് ആയിട്ട്, വേവ് ലെങ്ത് കുറഞ്ഞാൽ ഫ്രീക്വൻസി കൂടും, ഇനി ഫ്രീക്വൻസി കുറഞ്ഞാൽ വേവ് ലെങ്ത് കൂടും. നേരെ ഓപ്പോസിറ്റ് ആണ്. വേവിന്റെ ലെങ്ത് കുറയുക, അപ്പൊ അതായത് ഒരു സെക്കൻഡിൽ ഒരുപാട് വേവ്സ് ഉണ്ടാവും. അപ്പൊ ഒരു സെക്കൻഡിൽ എത്ര വേവ്സ് ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഒരു തരംഗത്തിന്റെ ആവൃത്തി അഥവാ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അപ്പൊ വേവിന്റെ ലെങ്ത് കുറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെക്കൻഡിൽ ഒരുപാട് വേവ്സ് ഉണ്ടാവും, അതായത് ഫ്രീക്വൻസി കൂടും അഥവാ ആവൃത്തി കൂടും. കൃത്യമായി മനസ്സിലായോ? ഇനി ഇതിന്റെ യൂണിറ്റ് തരംഗ ദൈർഘ്യം എന്ന് വെച്ചാൽ തരംഗത്തിന്റെ ലെങ്ത് ആണ് അല്ലെ പറയണത്. തരംഗത്തിന്റെ ലെങ്ത് ആണ് പറയുന്നത്. അപ്പൊ ലെങ്ത്തിന്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ ആണ് അല്ലെ. SI യൂണിറ്റ് മീറ്റർ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ തരംഗ ദൈർഘ്യം അഥവാ വേവിന്റെ ലെങ്ത് ആണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ യൂണിറ്റ്, തരംഗ ദൈർഘ്യത്തിന്റെ യൂണിറ്റ് അഥവാ വേവ് ലെങ്ത്തിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ ആണ്. ഇനി നമ്മൾ ആവൃത്തിയുടെ യൂണിറ്റ് അഥവാ ഫ്രീക്വൻസിയുടെ യൂണിറ്റ് അതെന്താണ്? നമ്മൾ മുമ്പ് ശബ്ദത്തിന്റെ കേസിൽ പഠിച്ചാണല്ലേ, ഹെഡ്സ് ക്യാപിറ്റൽ H എഴുതിയിട്ട് ഒരു സ്മോൾ ലെറ്റർ Z അതിന്റെ അടിയിൽ കൊണ്ടുവന്ന് എഴുതും അല്ലെ. ഹെഡ്സ് ആണ് ആവൃത്തിയുടെ യൂണിറ്റ് അഥവാ ഫ്രീക്വൻസിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് ഹെഡ്സ് ആണ്. ഇനി നമ്മൾ ഈ വേവ് ലെങ്ത്തിന്റെ യൂണിറ്റ് മീറ്റർ ആണെന്ന് പറഞ്ഞല്ലേ. ഈ വേവ് ലെങ്ത്തിനെ സൂചിപ്പിക്കാൻ വേണ്ടി നമ്മൾ ലാംഡ എന്ന് പറഞ്ഞിട്ടൊരു അക്ഷരം ഉപയോഗിക്കും. അതൊരു ഗ്രീക്ക് അക്ഷരമാണ്. ലാംഡ ജസ്റ്റ് മനസ്സിലാക്കിയാൽ മാത്രം മതി. ലാംഡ വേവ് ലെങ്ത്തിനെ സൂചിപ്പിക്കാൻ വേണ്ടി, ഇതെന്താണ്, നമ്മുടെ തരംഗ ദൈർഘ്യത്തെ സൂചിപ്പിക്കാൻ വേണ്ടി നമ്മൾ ലാംഡ എന്നുള്ളൊരു സിമ്പൽ ഉപയോഗിക്കുന്നുള്ള കാര്യം മനസ്സിലാക്കിയെടുക്കാം. പിന്നെ അതേപോലെ തന്നെ ഈ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 1/T ആണ്. 1/T അതും കൂടി ജസ്റ്റ് ഒന്ന് പഠിച്ചാൽ മതി. ഫ്രീക്വൻസി F = 1/T എന്നുള്ളത്. അതായത് T എന്നുള്ളത് അവിടെ ടൈം പീരീഡ് ആണ്. നമ്മൾ ഒരു തരംഗം ഉണ്ടാകാൻ എടുത്ത സമയം, ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ, ഒരു തരംഗം ഉണ്ടാകാൻ 0.5 സെക്കൻഡ് ആണ് എടുത്തത് അല്ലെ. ഒരു തരംഗം ഉണ്ടാകാൻ 0.5 സെക്കൻഡ് ആണ് എടുത്തത്. അപ്പൊ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 1/0.5. അപ്പൊ നമുക്ക് 2 എന്ന് കിട്ടും. അപ്പൊ ഒരു സെക്കൻഡിൽ രണ്ട് തരംഗങ്ങളല്ലേ ഉണ്ടാവും. അപ്പൊ ഫ്രീക്വൻസി 2 അല്ലേ വരാം. നിങ്ങൾ കൺഫ്യൂഷൻ ആവൊന്നും വേണ്ട, ജസ്റ്റ് ആ ഇക്വേഷൻ പഠിച്ചാൽ മതി. F = 1/T എന്നുള്ളതാണ്. T എന്ന് പറയുന്നത് ഒരു തരംഗം ഉണ്ടാകാൻ എടുക്കുന്ന സമയം, അഥവാ പീരീഡ്. നമ്മൾ നേരത്തെ പീരീഡ് എന്ന് പറഞ്ഞില്ലേ, ഒരു തരംഗത്തിന്റെ പീരീഡ് എന്ന് പറഞ്ഞില്ലേ, അതാണ് T എന്ന് പറയുന്നത്. F = 1/T എന്ന് പഠിച്ചു വെക്കാം. ഇത്രയേ നമുക്ക് അനുപ്രസ്ഥ തരംഗത്തിൽ പറയാനുള്ളൂ. അടുത്തത് അനുദൈർഘ്യ തരംഗമാണ്. അനുദൈർഘ്യ തരംഗം എന്ന് പറഞ്ഞപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ സമാന്തരമായിട്ട് സഞ്ചരിക്കുക, അതായത് പ്രേക്ഷണം ചെയ്യേണ്ട ദിശയ്ക്ക് സമാന്തരമായിട്ടായിരിക്കും അവിടെ കമ്പനം ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ തരംഗങ്ങൾ സഞ്ചരിക്കുന്നത് സമാന്തരമായിട്ടായിരിക്കും സഞ്ചരിക്കുന്നത്. പ്രേക്ഷണം ചെയ്യേണ്ട ദിശയ്ക്ക് സമാന്തരമായിട്ടായിരിക്കും സഞ്ചരിക്കുന്നത്. അതിനെയാണ് നമ്മൾ അനുദൈർഘ്യ തരംഗങ്ങൾ എന്ന് പറയുക. പക്ഷേ അനുദൈർഘ്യ തരംഗങ്ങളിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ശൃംഗമോ ഗർത്തമോ ഒന്നും തന്നെ ഇല്ല. മുകളിലേക്കും താഴെ
താഴേക്കും അല്ല അത് കമ്പനം ചെയ്യുന്നത്, ലംബമായിട്ടല്ല അത് കമ്പനം ചെയ്യുന്നത്. അതുകൊണ്ട് അതിന് ശൃംഗവും ഗർത്തവും ഇല്ല. പക്ഷെ അതിന് പകരം അതിനുള്ളത് ഉച്ചമർദ്ദ മേഖലയും നിമ്നമർദ്ദ മേഖലയാണ് ഉള്ളത്. അതായത് നമ്മൾ ഈ തരംഗം മുകളിലേക്കും താഴേക്കും പോകുന്നത് നമ്മുടെ അനുദൈർഘ്യ തരംഗത്തിൽ ഇല്ല അല്ലെ. അതുകൊണ്ട് തന്നെ ഇതിൽ മർദ്ദവ്യത്യാസത്തിനനുസരിച്ചിട്ട് ആണ് തിരിച്ചിരിക്കുന്നത്. അത് മർദ്ദം കൂടുതലുള്ള ഭാഗത്തെ ഉച്ചമർദ്ദ മേഖല എന്നും മർദ്ദം കുറവുള്ള ഭാഗത്തെ നമ്മൾ ന്യൂനമർദ്ദ മേഖല എന്നും തിരിക്കും. അപ്പൊ ഇവിടെ തരംഗ ദൈർഘ്യം എന്ന് പറഞ്ഞത് എന്തായിരിക്കും? തരംഗ ദൈർഘ്യം എന്ന് പറയുന്നത് രണ്ട് ഉച്ചമർദ്ദ മേഖലകൾക്കിടയിലുള്ള ആ ലെങ്ത്, രണ്ട് ഉച്ചമർദ്ദ മേഖലകൾക്കിടയിലുള്ള ലെങ്ത് ആണ് വേവ് ലെങ്ത് അഥവാ തരംഗ ദൈർഘ്യം എന്നെടുക്കുന്നത്. അല്ലെങ്കിൽ രണ്ട് നിമ്നമർദ്ദ മേഖലകൾക്കിടയിലുള്ള ദൂരം, രണ്ട് നിമ്നമർദ്ദ മേഖലകൾക്കിടയിലുള്ള ദൂരമാണ് വേവ് ലെങ്ത് അഥവാ തരംഗ ദൈർഘ്യമായിട്ട് എടുക്കുന്നത്. നമ്മൾ അനുപ്രസ്ഥ തരംഗത്തിൽ നമുക്ക് അവിടെ ശൃംഗവും ഗർത്തവും ഉണ്ട്. ആ ശൃംഗവും ഗർത്തവും അനുദൈർഘ്യ തരംഗത്തിലില്ല. പകരം ഇവിടെ എന്താണുള്ളത്? ഉച്ചമർദ്ദ മേഖലയും നിമ്നമർദ്ദ മേഖലയാണ് ഉള്ളത്. ഇനി നമ്മൾ അനുപ്രസ്ഥ തരംഗത്തിൽ തരംഗദൈർഘ്യം അഥവാ വേവ് ലെങ്ത് എന്ന് പറഞ്ഞത് എന്താണ്? ഒന്നില്ലെങ്കിൽ രണ്ട് ശൃംഗങ്ങൾക്കിടയിലുള്ള ദൂരം, അല്ലെങ്കിൽ രണ്ട് ഗർത്തങ്ങൾക്കിടയിലുള്ള ദൂരം അല്ലെ, അതാണ് നമ്മൾ അവിടെ വേവ് ലെങ്ത് ആയിട്ട് എടുത്തത്. ഇവിടെ അനുദൈർഘ്യ തരംഗത്തിൽ നമ്മൾ എന്താണ് എടുക്കുന്നത്? തരംഗദൈർഘ്യം അഥവാ വേവ് ലെങ്ത് എന്ന് പറയുന്നത് രണ്ട് ഉച്ചമർദ്ദ മേഖലകൾക്കിടയിലുള്ള ദൂരം അഥവാ രണ്ട് ന്യൂനമർദ്ദ മേഖലകൾക്കിടയിലുള്ള ദൂരമാണ് നമ്മൾ ഇവിടെ എന്തായിട്ട് എടുക്കുക? വേവ് ലെങ്ത് ആയിട്ട് എടുക്കുക എന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക. അത്രയും കാര്യങ്ങളെ ഇവിടെ നമുക്ക് പഠിക്കാനുള്ളൂ. പിന്നെ അതേപോലെ തന്നെ ഇവിടെ പല മാധ്യമങ്ങളിൽ കൂടിയും ശബ്ദം സഞ്ചരിക്കുന്ന വേഗത തന്നിട്ടുണ്ട്. പല മാധ്യമങ്ങളിൽ കൂടിയും ശബ്ദം സഞ്ചരിക്കുന്ന വേഗത തന്നിട്ടുണ്ട്. നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുള്ളത് ശബ്ദം ഏറ്റവും കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്നത് സ്റ്റീലിൽ കൂടിയാണെന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. പക്ഷെ ഇവിടെ നമ്മുടെ ടേബിളിൽ തന്നിട്ടുള്ളത് അലുമിനിയമാണ്. അലുമിനിയത്തിന്റെ വേഗത, അലുമിനിയത്തിൽ കൂടി ശബ്ദത്തിന്റെ വേഗത 6420, എന്നാൽ സ്റ്റീലിൽ കൂടിയുള്ള ശബ്ദത്തിന്റെ വേഗത എന്ന് പറയുന്നത് 5941. അത് അത്യാവശ്യം വ്യത്യാസമുണ്ടല്ലേ. അപ്പൊ നമുക്ക് SCERT പഠിക്കുന്നതായിരിക്കും നല്ലത്. അപ്പൊ ശബ്ദത്തിന് ഏറ്റവും കൂടുതൽ വേഗത സ്റ്റീലാണ് ഓപ്ഷനിലുള്ളെങ്കിൽ സ്റ്റീൽ എഴുതാം, അലുമിനിയം ഉണ്ടെങ്കിൽ അലുമിനിയം എഴുതിയാൽ മതി. കാരണം PSC എപ്പോഴും SCERT ആണ് ബേസ് ചെയ്ത് എടുക്കാറുള്ളത്. അപ്പൊ അലുമിനിയം ഉണ്ടെങ്കിൽ അലുമിനിയം എന്നുള്ളത് ഓപ്ഷൻ കൊടുക്കുക, അലുമിനിയം ഇല്ലെങ്കിൽ സ്റ്റീൽ കൊടുക്കുന്നതാണ് നല്ലത്. അപ്പൊ അലുമിനിയത്തിന് എത്രയാണ്? 6420 ആണ് അലുമിനിയത്തിൽ കൂടി ശബ്ദത്തിനുള്ള വേഗത. ഇനി ശബ്ദവും താപനിലയും തമ്മിലുള്ള ബന്ധം കൊടുത്തിട്ടുണ്ട്. അതായത് താപനില കൂടുമ്പോൾ ശബ്ദത്തിന്റെ വേഗതയും കൂടും. താപനില കൂടുമ്പോൾ ശബ്ദത്തിന്റെ വേഗതയും കൂടും. 0 ഡിഗ്രി സെൽഷ്യസിലെ ശബ്ദത്തിന്റെ വേഗത എന്ന് പറയുന്നത് 331 മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് പറയുന്നു. 0 ഡിഗ്രി സെൽഷ്യസ് താപനിലയിൽ ശബ്ദത്തിന് വായുവിൽ കൂടിയുള്ള വേഗത, ശബ്ദത്തിന് വായുവിൽ കൂടിയുള്ള വേഗത 331 മീറ്റർ പെർ സെക്കൻഡും, എന്നാൽ 25 ഡിഗ്രി സെൽഷ്യസ് ആയാൽ അത് 346 മീറ്റർ പെർ സെക്കൻഡും ആകും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. 331 നിന്നും 346 ആകും. അതായത് താപനില 346 ആകും. അതായത് താപനില കൂടിയപ്പോൾ ശബ്ദത്തിന്റെ വേഗതയും കൂടി അല്ലെ. നമ്മൾ പക്ഷെ എപ്പോഴും വായുവിൽ കൂടിയുള്ള ശബ്ദത്തിന്റെ വേഗത എന്ന് പറഞ്ഞ് പഠിക്കാം 340 മീറ്റർ പെർ സെക്കൻഡ് ആണല്ലേ. ഇതിന്റെയൊക്കെ ഒരു എവറേജ് ആയിട്ട് 340 മീറ്റർ പെർ സെക്കൻഡ് ആണ് നമ്മൾ പഠിക്കാറുള്ളത്. ഇത് താപനിലയ്ക്ക് അനുസരിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. 0 ഡിഗ്രി സെൽഷ്യസില് വായുവിൽ കൂടിയുള്ള ശബ്ദത്തിന്റെ വേഗത 331 മീറ്റർ പെർ സെക്കൻഡും, ഇനി താപനില 25 ഡിഗ്രി സെൽഷ്യസ് ആയി കഴിഞ്ഞാൽ അപ്പോൾ നമ്മുടെ ശബ്ദത്തിന് വായുവിൽ കൂടിയുള്ള വേഗത 346 മീറ്റർ പെർ സെക്കൻഡുമാണ്. അതായത് അവിടെ ശബ്ദവും താപനിലയും തമ്മിലുള്ള ബന്ധം കാണിക്കാൻ പറഞ്ഞിരിക്കുന്നു എന്നേ ഉള്ളൂ. താപനില കൂടുമ്പോൾ ശബ്ദത്തിന്റെ വേഗതയും കൂടും, താപനില കൂടുമ്പോൾ ശബ്ദത്തിന്റെ വേഗതയും കൂടും. ശബ്ദത്തിന് വായുവിൽ കൂടിയുള്ള വേഗത എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 340 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പഠിച്ചു വെച്ചാൽ മതി. ഇനി അടുത്തത് പറഞ്ഞിരിക്കുന്നത് ശബ്ദത്തിന്റെ പലതരത്തിലുള്ള പ്രത്യേകതകൾ. നമുക്കറിയാം, പ്രതിപതനം, അതേപോലെ തന്നെ അനുരണനം തുടങ്ങിയ പലതരത്തിലുള്ള പ്രത്യേകതകളാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്തതായി പറയുന്നത് ശബ്ദത്തിന്റെ ചില പ്രത്യേകതകളാണ്. അതായത് പ്രതിധ്വനി, അതുപോലെ ആവർത്തന പ്രതിഫലനം. അതിനു മുമ്പായിട്ട് നമ്മുടെ ചെവിയുടെ ഒരു പ്രത്യേകതയുണ്ട്. എന്താണ്? ശ്രവണ സ്ഥിരത. ശ്രവണ സ്ഥിരത എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊരു ശബ്ദം കേട്ട് കഴിഞ്ഞാലും കുറച്ച് സമയത്തേക്ക് ആ ശബ്ദം നമ്മുടെ ചെവിയിൽ തങ്ങി നിൽക്കും അല്ലെ. എത്ര സമയത്തേക്കാണ്? 1/10 സെക്കൻഡ്. 1/10 സെക്കൻഡ് അഥവാ 0.1 സെക്കൻഡ്. ഒന്നില്ലെങ്കിൽ 1/10 സെക്കൻഡ് എന്ന് പറയാം, അല്ലെങ്കിൽ 0.1 സെക്കൻഡ് സമയത്തേക്ക് ആ ശബ്ദം നമ്മുടെ ചെവിയിൽ തങ്ങി നിൽക്കും. ആ കഴിവിനെയാണ് നമ്മൾ ശ്രവണ സ്ഥിരത എന്ന് പറയുക. ഈ കഴിവ് നമ്മുടെ കണ്ണിനുമുണ്ട് ഇല്ലേ? കണ്ണിനുമുണ്ട്. അതായത് നമ്മളൊരു കാഴ്ച കണ്ടു കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു വസ്തുവിന്റെ കാഴ്ച നമുക്ക് ദൃശ്യാനുഭവം ഉണ്ടായി കഴിഞ്ഞാൽ അതെന്ത് 1/16 സെക്കൻഡ്, 1/16 സെക്കൻഡ് സമയത്തേക്ക് നമ്മുടെ കണ്ണിൽ തന്നെ തങ്ങി നിൽക്കും. അതിന് നമ്മൾ എന്തെന്ന് പറയും? വീക്ഷണ സ്ഥിരത എന്ന് പറയും. വീക്ഷണ സ്ഥിരത. അപ്പോൾ ശ്രവണ സ്ഥിരത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെവിയിലെ
ഒരു 1/10 സെക്കൻഡ് സമയത്തേക്ക് ശബ്ദം തങ്ങി നിൽക്കും. ആ സമയമാണ് ശ്രദ്ധിക്കേണ്ടത്. അതാണ് PSC ചോദിക്കാറുള്ളത്, 1/10 സെക്കൻഡ്. അപ്പൊ നമ്മൾ ചെവിയെ കുറിച്ചുള്ള പഠനം ഓട്ടോളജി എന്ന് പറയാറുണ്ടല്ലേ, കാരണം ചെവിയിൽ ഒരു ഓട്ടയുണ്ട്, അതുകൊണ്ട് ഓട്ടോളജി എന്ന് പറയും. അതേപോലെ തന്നെ 1/10 എന്ന് എഴുതുമ്പോഴും അവിടെ 10 ഒരു ഓട്ടയില്ലേ, ഓട്ട, ഒരു 0 ഒരു ഓട്ട ഉണ്ട് അല്ലേ. അപ്പൊ അങ്ങനെ ചിന്തിച്ചാൽ മതി. 1/10 സെക്കൻഡ് സമയത്തേക്ക് നമ്മുടെ ചെവിയിൽ തങ്ങി നിൽക്കും. അതിനെ നമ്മൾ ശ്രവണ സ്ഥിരത എന്ന് പറയും. കാഴ്ചയുടെ കാര്യമാണെങ്കിൽ 1/16 സെക്കൻഡ് ആണ്. 1/16 സെക്കൻഡ് ആണ് കാഴ്ചയുടെ അനുഭവം നമ്മുടെ കണ്ണിൽ തങ്ങി നിൽക്കുന്നത്. അതിനെ നമ്മൾ വീക്ഷണ സ്ഥിരത എന്ന് പറയും. അപ്പൊ ഞാൻ ഇതൊന്ന് വായിക്കാം. ശ്രവണ സ്ഥിരത എന്താണെന്നുള്ളത്: ഒരു ശബ്ദം ചെവിയിൽ ഉണ്ടാക്കുന്ന ശ്രവണാനുഭവം 0.1 സെക്കൻഡ് 0.1 സെക്കൻഡ് സമയത്തേക്ക് ചെവിയിൽ തങ്ങി നിൽക്കുന്നു. ചെവിയുടെ ഈ പ്രത്യേകതയാണ് നമ്മൾ ശ്രവണ സ്ഥിരത എന്ന് പറയുന്നത്. ചെവിയുടെ പ്രത്യേകതയാണ്, അല്ലാതെ ശബ്ദത്തിന്റെ പ്രത്യേകതയല്ല, ചെവിയുടെ പ്രത്യേകതയാണ്. ഇതിനെ നമ്മൾ ശ്രവണ സ്ഥിരത എന്ന് പറയും. ഇനി പറയാൻ പോകുന്നത് ശബ്ദത്തിന്റെ പ്രത്യേകതകളാണ്. അതിലൊന്ന് പ്രതിധ്വനി. പ്രതിധ്വനി അഥവാ എക്കോ. എക്കോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടില്ല. എന്താണ്? നമ്മളൊരു ശബ്ദം പുറപ്പെടുവിച്ചു അല്ലെ, ആ ശബ്ദം നമ്മൾ കേട്ട് കഴിഞ്ഞ് അതിന് ശേഷം ഒരു തവണ അത് കേട്ട് കഴിഞ്ഞിട്ട് അതിനുശേഷം വീണ്ടും ആ ശബ്ദം കേൾക്കാല്ലേ. അതെങ്ങനെയാണ് കേൾക്കുന്നത്? എന്തെങ്കിലും വസ്തുവിൽ തട്ടി ആ ശബ്ദം തന്നെ തിരിച്ചു വരാം. നമ്മൾ സാധാരണ അത് നമുക്ക് കൂടുതൽ അനുഭവം മലമുകളിലൊക്കെ പോയിട്ടാണ് അല്ലെ. നമ്മൾ ഉറക്കൻ ഒച്ചെടുത്തു കഴിഞ്ഞാൽ ആ ശബ്ദം അപ്പുറത്ത് മലയിൽ തട്ടിയിട്ട് ഇങ്ങോട്ട് തിരിച്ചു വരും അല്ലെ, ഒരു എക്കോ പോലെ വരും. പുതുതായി പണിത വീടുകളൊക്കെ ഉണ്ടല്ലോ, ആ വീട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഒച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. നമ്മൾ ശബ്ദം എടുത്തു കഴിഞ്ഞാൽ അത് കറക്റ്റ് ആയിട്ട് ആ വാളിൽ, ആ ചുമരിൽ തട്ടി ആ ശബ്ദം നമുക്ക് പ്രതിധ്വനി കേൾക്കാൻ സാധിക്കും, എക്കോ കേൾക്കാൻ സാധിക്കും. അപ്പൊ പ്രതിധ്വനി എന്ന് പറഞ്ഞാൽ എന്താണ്? ആദ്യ ശബ്ദം ശ്രവിച്ചതിന് ശേഷം അതേ ശബ്ദം പ്രതിപദിച്ച് വീണ്ടും കേൾക്കുന്നതിനെയാണ് പ്രതിധ്വനി എന്ന് പറയുന്നത്. അപ്പോൾ പ്രകാശത്തിന്റെ പ്രതിപതനം നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. എന്താണ്? പ്രകാശം ഒരു വസ്തുവിൽ തട്ടി തിരിച്ചു വരുന്നതിനെയാണ് പ്രകാശത്തിന്റെ പ്രതിപതനം എന്ന് പറയാം. പ്രകാശം ഒരു വസ്തുവിൽ തട്ടി തിരിച്ചു വരാം. ചില വസ്തുക്കൾ പ്രകാശത്തെ കടത്തിവിടില്ല അല്ലെ. നമ്മൾ മിറർ എന്ന് പറഞ്ഞാൽ, കണ്ണാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദർപ്പണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രകാശത്തെ അതിന്റെ ഉള്ളിൽ കൂടി കടത്തിവിടില്ല. ഉള്ളിൽ കൂടി കടത്തിവിടുന്നത് ലെൻസുകളാണ്. അപ്പൊ ഈ നമ്മുടെ മിറേഴ്സ് അല്ലെങ്കിൽ ദർപ്പണങ്ങള് പ്രകാശത്തെ അതിനുള്ളിൽ കൂടി കടത്തിവിടില്ല. അപ്പൊ എന്ത് പറ്റും? ആ ദർപ്പണത്തിൽ തട്ടി ആ പ്രകാശം തിരിച്ചു വരും. അതിനെയാണ് നമ്മൾ പ്രകാശത്തിന്റെ പ്രതിപതനം എന്ന് പറയാം. അതേപോലെ തന്നെയാണ് ശബ്ദവും. ശബ്ദം ഏതെങ്കിലും ഒരു ഭിത്തിയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വസ്തുവിൽ തട്ടി തിരിച്ചു വരിക, അതിനെയാണ് നമ്മൾ ശബ്ദത്തിന്റെ പ്രതിപതനം എന്ന് പറയാ. ഈ ശബ്ദത്തിന്റെ പ്രതിപതനം മൂലമാണ് നമുക്ക് ഈ പ്രതിധ്വനി അഥവാ എക്കോ കേൾക്കുന്നത്. അത് നിങ്ങൾക്ക് അറിയാലോ. ഇനി പ്രതിധ്വനി കേൾക്കണമെങ്കിൽ ഒരു നിശ്ചിത അകലത്ത് നിന്ന് വേണം ശബ്ദം പുറപ്പെടുവിക്കാൻ. അതായത് ശബ്ദത്തിന്റെ സ്രോതസ്സും ആ തട്ടുന്ന വസ്തുവും തമ്മിൽ ഒരു നിശ്ചിത അകലം ഉണ്ടായിരിക്കണം. അതാണ് PSC ചോദിക്കാറ്. അല്ലാതെ പ്രതിധ്വനി എന്താണെന്ന് ചോദിക്കാറില്ല. പ്രതിധ്വനി കേൾക്കണമെങ്കിൽ പ്രതിപതന തലവും ശബ്ദ സ്രോതസ്സും തമ്മിൽ എത്ര അകലം ഉണ്ടായിരിക്കണം, ചുരുങ്ങിയത് എത്ര അകലം ഉണ്ടായിരിക്കണം എന്ന് ചോദിച്ചാൽ 17 മീറ്റർ ആണ്. 17 മീറ്റർ അകലം ഉണ്ടായിരിക്കണം. അപ്പൊ പ്രതിധ്വനി കേൾക്കണമെങ്കിൽ പ്രതിപതന തലവും ശബ്ദ സ്രോതസ്സും തമ്മിൽ, അത് ശബ്ദ സ്രോതസ് എന്ന് പറഞ്ഞാൽ ശബ്ദം പുറപ്പെടുവിക്കുന്ന ആള് അല്ലെ, അയാളും തമ്മിൽ ചുരുങ്ങിയത് എത്ര അകലം ഉണ്ടായിരിക്കണം? 17 മീറ്റർ അകലം ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. ഇത് ജലത്തിലാണെങ്കിൽ വ്യത്യാസം വരും. ജലത്തിലാണെങ്കിൽ 70 മീറ്റർ ആണ് വരാം. ഒന്ന് 17 ഒന്ന് 17, ജലത്തിലാണെങ്കിൽ 70 മീറ്റർ ആണ് വരുന്നത്. ഇനി ഈ ശബ്ദത്തിന്റെ പ്രതിധ്വനി അല്ലെങ്കിൽ പ്രതിപതനം തന്നെ ആവർത്തിച്ച് വരാം. അതായത് ഒരു വസ്തുവിൽ തട്ടി തിരിച്ചു വന്നു, വീണ്ടും ഇപ്പുറത്തെ സൈഡിൽ തട്ടി വീണ്ടും അങ്ങോട്ട് തിരിച്ചു പോകുകയാണെന്ന് വിചാരിക്കാം. ഇപ്പൊ അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ നിങ്ങൾ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് അതിന്റെ സെന്ററിലേക്ക് അത്യാവശ്യം ഭാരമുള്ള എന്തെങ്കിലും ഒരു വസ്തു, ഒരു കല്ല്, അത്യാവശ്യം ഭാരമുള്ള ഒരു കല്ലിട്ട് കഴിഞ്ഞാൽ അതിന്റെ ഓളം ഈ കല്ലിട്ട ഭാഗത്ത് നിന്നും അങ്ങോട്ട് പോകും. എന്നിട്ട് എന്ത് ചെയ്യും? ഈ പാത്രത്തിന്റെ സൈഡിൽ തട്ടി തിരിച്ചു വരുന്നത് കാണാൻ സാധിക്കും. കല്ലിട്ട ഭാഗത്തു നിന്നും തരംഗങ്ങൾ പതുക്കൻ എങ്ങോട്ട് പോകും? ആ പാത്രത്തിന്റെ സൈഡിലേക്ക് ഇങ്ങനെ വലുതായി പോകും. പിന്നെ എന്ത് ചെയ്യും? ആ പാത്രത്തിന്റെ സൈഡിൽ തട്ടിയിട്ട് അത് അതേപോലെ തന്നെ തിരിച്ചു വരുന്നതായിട്ടും കാണാൻ സാധിക്കും. അപ്പൊ ഇതേപോലെ തന്നെ ശബ്ദം ഒരു സ്ഥലത്ത്, ഒരു പ്രതലത്തിൽ തട്ടി അവിടെ നിന്ന് പ്രതിപദിച്ചു, അവിടെ നിന്ന് ഇങ്ങോട്ട് പ്രതിപദിച്ചു. അതിനുശേഷം ഇപ്പുറത്തുള്ള വസ്തുവിൽ തട്ടി വീണ്ടും അത് തിരിച്ച് പ്രതിപദിക്കും. ഇത്തരത്തിൽ ഈ വസ്തുക്കളിൽ തട്ടി ആവർത്തന പ്രതിഫലനം ഉണ്ടാവും. എന്തുണ്ടാവും? ആവർത്തന പ്രതിഫലനം ഉണ്ടാവും. അപ്പൊ ഈ ആവർത്തന പ്രതിഫലനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കണ്ടിന്യൂസ് ആയിട്ട് എന്ത് സംഭവിക്കുക? ഈ ശബ്ദത്തിന് പ്രതിപതനം സംഭവിക്കുക. ഇത് പലപ്പോഴും നമുക്കൊരു ദോഷമായിട്ട് വരാറുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ തിയേറ്ററുകളിലൊക്കെ ഈ സൗണ്ട് സിസ്റ്റം ഒക്കെ വെച്ചിട്ട് അല്ലേ. ഇപ്പൊ നിങ്ങൾക്ക് അറിയാം, ഡോൾബി സ്റ്റീരിയോ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വലിയ സൗണ്ട് സിസ്റ്റങ്ങളൊക്കെയാണ് തിയേറ്ററുകളൊക്കെ ഉണ്ടാവുക. അപ്പൊ അവിടെ നിന്ന്
ഒരു ശബ്ദം പുറപ്പെടുവിച്ചു. ആ ശബ്ദം പല വസ്തുക്കളിൽ തട്ടി പ്രതിധ്വനിച്ചു കഴിഞ്ഞാൽ അടുത്ത ശബ്ദം നമുക്ക് കേൾക്കാൻ സാധിക്കില്ല. ഒരു ഡയലോഗ് പറഞ്ഞു, ആ ഡയലോഗ് ഈ സ്റ്റേജിലെ പല വസ്തുക്കളിൽ തട്ടി അല്ലെങ്കിൽ ഈ തിയേറ്ററിനുള്ളിലെ പല വസ്തുക്കളിൽ തട്ടി പ്രതിപദിച്ചു എന്ന് വിചാരിക്കാം. അപ്പൊ അടുത്ത ഡയലോഗ് നമുക്ക് കേൾക്കാൻ സാധിക്കും? ഇല്ല. അതിന്റെ ആ എക്കോ അല്ലെങ്കിൽ അതിന്റെ ആ പ്രതിധ്വനി അവിടെ നിൽക്കുന്നത് മൂലം നമുക്ക് അടുത്ത ഡയലോഗ് കേൾക്കാൻ സാധിക്കില്ല, അല്ലെങ്കിൽ ഒരു ഡിസ്റ്റർബൻസ് വരൂലേ. അപ്പൊ ഇങ്ങനത്തെ ഡിസ്റ്റർബൻസ് ഒഴിവാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഈ ശബ്ദത്തിന്റെ ആവർത്തന പ്രതിഫലനം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ഈ കെട്ടിടങ്ങളിലെല്ലാം പ്രത്യേക രീതിയിലാണ് നിർമ്മിക്കുക. പ്രത്യേകിച്ച് തിയേറ്ററുകളൊക്കെ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അതിന്റെ ഡിസൈനിങ്ങിലെല്ലാം വ്യത്യാസമുണ്ടാവും. അപ്പൊ ഇതിനെ നമ്മൾ അക്കോസ്റ്റിക്സ് ഓഫ് ബിൽഡിംഗ് എന്ന് പറയും. എക്കോസ്റ്റിക്സ് ഓഫ് ബിൽഡിംഗ്, അതായത് കെട്ടിടങ്ങൾക്കുള്ളിൽ വ്യക്തമായി ശബ്ദം ശ്രവിക്കുന്ന വിധത്തിൽ അതിനെ രൂപകൽപ്പന ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ കാര്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ശാസ്ത്രശാഖയാണ് എക്കോസ്റ്റിക്സ് ഓഫ് ബിൽഡിംഗ് എന്ന് പറയുന്നത്. എന്താണ് എക്കോസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ? എന്താണ് എക്കോസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ശബ്ദത്തെ കുറിച്ചുള്ള പഠനമാണ്. അപ്പൊ എക്കോസ്റ്റിക്സ് ഓഫ് ബിൽഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിൽഡിങ്ങിന്റെ ഉള്ളിൽ വ്യക്തമായി ശബ്ദം ശ്രവിക്കത്തക്ക വിധത്തിൽ അതിനെ രൂപപ്പെടുത്തുക. അപ്പൊ അതിന് വേണ്ട കാര്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ശാസ്ത്രശാഖയാണ് എക്കോസ്റ്റിക്സ് ഓഫ് ബിൽഡിംഗ് എന്ന് പറയുന്നത്. ഇനി ഈ ശബ്ദത്തിന്റെ ആവർത്തന പ്രതിഫലനവുമായി ബന്ധപ്പെട്ട് രണ്ട് കാര്യങ്ങൾ, അതായത് രണ്ട് സ്ഥലങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഒന്നാമത്തത് ലണ്ടനിലെ കത്തീഡ്രലിലെ മർമ്മ ഗോപുരം. ലണ്ടനിലെ സെന്റ് പോൾ കത്തീഡ്രലിലെ മർമ്മ ഗോപുരം. അവിടെ ശബ്ദത്തിന്റെ പ്രതിപതനത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ മർമ്മ ഗോപുരം എന്ന് പറയുന്നത്. ശബ്ദത്തിന്റെ പ്രതിപതനത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സെന്റ് പോൾ കത്തീഡ്രലിലെ മർമ്മ ഗോപുരം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇത് രണ്ട് കാര്യം ശ്രദ്ധിക്കണം. ഈ മർമ്മ ഗോപുരം എവിടെ സ്ഥിതി ചെയ്യുന്നു എന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. മർമ്മ ഗോപുരം എവിടെയാണ്? ലണ്ടനിലെ സെന്റ് പോൾ കത്തീഡ്രലിലാണ് മർമ്മ ഗോപുരം സ്ഥിതി ചെയ്യുന്നത്. ഈ മർമ്മ ഗോപുരം എന്ന് പറയുന്നത് ഈ ശബ്ദത്തിന്റെ പ്രതിപതനത്തിന് ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ ആണ്, ഒരു ഉദാഹരണമാണ്. അതേപോലെ തന്നെ ഒരു സ്ഥലം നമ്മുടെ ഇന്ത്യയിലുമുണ്ട്. ഇന്ത്യയിലെ കർണാടകയിലെ ഗോൾ ഗുംബസ് എന്നുള്ളത്. ഗോൾ ഗുംബസ്. അപ്പൊ അതും ശ്രദ്ധിക്കുക. ശബ്ദത്തിന്റെ പ്രതിപതന സവിശേഷതയെ ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ള ഇന്ത്യയിലെ ഒരു സൃഷ്ടിയാണ് ഗോൾ ഗുംബസ്. അപ്പൊ ചോദിക്കാൻ ചാൻസ് ഗോൾ ഗുംബസ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. കർണാടകയിലാണ് ഗോൾ ഗുംബസ് സ്ഥിതി ചെയ്യുന്നത്. അതേപോലെ മർമ്മ ഗോപുരം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ലണ്ടനിലെ സെന്റ് പോൾ കത്തീഡ്രലിലാണ് സ്ഥിതി ചെയ്യുന്നത്. നമ്മളപ്പോൾ പറഞ്ഞു വന്നത് തരംഗങ്ങളെ കുറിച്ചാണ് പറഞ്ഞു വന്നത് അല്ലെ. അതിലാദ്യം നമ്മൾ അനുപ്രസ്ഥ തരംഗങ്ങൾ പറഞ്ഞു, അനുപ്രസ്ഥ തരംഗങ്ങളുടെ പ്രത്യേകതകൾ പറഞ്ഞു. അതിനുശേഷം അനുദൈർഘ്യ തരംഗം പറഞ്ഞു, അനുദൈർഘ്യ തരംഗത്തിന്റെ പ്രത്യേകത പറഞ്ഞു. ഈ അനുദൈർഘ്യ തരംഗത്തിന്റെ ഒരു എക്സാമ്പിൾ ആണ് ശബ്ദ തരംഗങ്ങൾ എന്നുള്ളത്. അപ്പൊ ശബ്ദ തരംഗങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മുടെ ശബ്ദത്തിന്റെ കുറച്ച് പ്രത്യേകതകളാണ് പറഞ്ഞത്. ഇനി അടുത്തത് നമുക്ക് അൾട്രാസോണിക് തരംഗങ്ങളെ കുറിച്ചിട്ടും സീസ്മിക് തരംഗങ്ങളെ കുറിച്ചും പഠിക്കാനുണ്ട്. അൾട്രാസോണിക് സൗണ്ട് എന്ന് നമ്മൾ സ്ഥിരം കേൾക്കാറുണ്ട് അല്ലെ. അൾട്രാസോണിക് സൗണ്ട് എന്താണ്? നമ്മുടെ വവ്വാല് ഇരപിടിക്കാൻ ഉപയോഗിക്കുന്ന സൗണ്ട് അല്ലെ. ഇരപിടിക്കാൻ ഉപയോഗിക്കുന്നത് എന്തുപയോഗിച്ചാണ്? അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിച്ചാണ്, അല്ലെങ്കിൽ അൾട്രാസോണിക് സൗണ്ട് ഉപയോഗിച്ചിട്ടാണ്. അതേപോലെ തന്നെ ഡോൾഫിൻ ഇരപിടിക്കാൻ ഉപയോഗിക്കുന്നതും അൾട്രാസോണിക് സൗണ്ട് ഉപയോഗിച്ചിട്ടാണ്. അപ്പൊ എന്താണ് ഈ അൾട്രാസോണിക് തരംഗങ്ങൾ അഥവാ അൾട്രാസോണിക് സൗണ്ട്? എന്താണ് അൾട്രാസോണിക് എന്ന് പറഞ്ഞാല്? അതായത് നമുക്ക് മനുഷ്യനെ ശ്രവിക്കാൻ കഴിയുന്ന ശബ്ദത്തിന്റെ പരിധി എന്ന് പറയുന്നത് 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെയാണ്. മനുഷ്യന് ശ്രവിക്കാൻ കഴിയുന്ന ശബ്ദത്തിന്റെ പരിധി എന്ന് പറയുന്നത് 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ്. ഈ ഹെർട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രീക്വൻസി അല്ലെ. ഫ്രീക്വൻസിയാണ്. അതായത് ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെക്കൻഡിൽ എത്ര തരംഗങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഫ്രീക്വൻസി. അപ്പോൾ ഒരു 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെയാണ് മനുഷ്യന്റെ ശ്രവണ പരിധി എന്ന് പറയുന്നത്. അപ്പൊ ഇതിന് മുകളിലുള്ളതുണ്ട്, ഇതിന് താഴെയുള്ളതുണ്ട് ശബ്ദങ്ങൾ. ഇതിന് മുകളിലുള്ള ശബ്ദങ്ങളും നമുക്ക് കേൾക്കാൻ സാധിക്കില്ല, ഇതിന് താഴെയുള്ള ശബ്ദങ്ങളും നമുക്ക് കേൾക്കാൻ സാധിക്കില്ല. അതായത് 20 കിലോ ഹെർട്സ് അഥവാ 20,000 ഹെർട്സ്, 20 കിലോ ഹെർട്സ് 20,000 ഹെർട്സ് എന്ന് പറയുന്നത്. ഇതിന് മുകളിൽ ശബ്ദങ്ങളെ നമ്മൾ അൾട്രാസോണിക് സൗണ്ടുകൾ എന്ന് പറയും, അഥവാ അൾട്രാസോണിക് തരംഗങ്ങൾ എന്ന് പറയും. ഇനി ഈ 20 ഹെർട്സിന് താഴെയുള്ള ശബ്ദങ്ങളെ നമ്മൾ ഇൻഫ്രാസോണിക് ശബ്ദങ്ങൾ എന്ന് പറയും. നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മുടെ മനുഷ്യന്റെ ശ്രവണപരിധി എന്ന് പറയുന്നത് 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെയാണ്. അപ്പൊ ഈ 20 ഹെർട്സിന് താഴെയുള്ളതാണ് ഇൻഫ്രാസോണിക് എന്ന് പറയുന്നത്. 20,000 ഹെർട്സിന് മുകളിലുള്ളതാണ് അൾട്രാസോണിക് എന്ന് പറയുന്നത്. അപ്പൊ അൾട്രാസോണിക് തരംഗങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ ഹെർട്സ് അഥവാ അതിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 20,000 ഹെർട്സിന് മുകളിലായിരിക്കും. അൾട്രാസോണിക് തരംഗങ്ങളുടെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 20,000 ഹെർട്സിന് മുകളിലായിരിക്കും എന്നുള്ള കാര്യം ഇപ്പൊ തന്നെ ഉറപ്പിക്കാം.
ഇനി അത് ഉപയോഗപ്പെടുത്തുന്ന ജീവികളാണ് നമ്മൾ നേരത്തെ പറഞ്ഞ വവ്വാലും ഡോൾഫിൻ എന്നൊക്കെ പറഞ്ഞത്. ഇനി അൾട്രാസോണിക് ശബ്ദങ്ങൾ മറ്റു ആവശ്യങ്ങൾക്കും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇതിന് മാത്രമല്ല, പ്രത്യേകിച്ച് ഇപ്പം നമ്മളുടെ മനുഷ്യർക്ക് ക്ലീൻ ചെയ്യാൻ പറ്റാത്ത ഭാഗങ്ങളുണ്ടാവും, പ്രത്യേകിച്ച് യന്ത്രഭാഗങ്ങളൊക്കെ. ചില യന്ത്രഭാഗങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ പല ഷേപ്പിലായിരിക്കും. അതിൻ്റെ ഉള്ളിലേക്കൊന്നും നമുക്ക് മനുഷ്യന്മാർക്ക് കൈ കടത്തിയിട്ട് ക്ലീൻ ചെയ്യാൻ സാധിക്കില്ല. അപ്പം ഇത്തരത്തിൽ പല ഷേപ്പിലുള്ള യന്ത്രഭാഗങ്ങൾ, അതേപോലെ സ്പൈറൽ ട്യൂബുകൾ എന്ന് പറഞ്ഞാൽ സ്പൈറൽ ഷേപ്പ് എന്ന് പറയില്ലേ, ആ സ്പൈറലിന്റെ ഷേപ്പിലുള്ള ട്യൂബുകൾ, മലയാളത്തിൽ പറയുകയാണെങ്കിൽ സർപ്പിൾ ആകൃതി എന്ന് പറയും, സർപ്പിൾ ആകൃതിയിലുള്ള കുഴലുകൾ എന്ന് പറയും. അപ്പൊ അതേപോലെയുള്ള വസ്തുക്കൾ, പിന്നെ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, ഇതിന്റെ ഉള്ളിലൊന്നും നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ അവിടെ ക്ലീൻ ചെയ്യുക അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ക്ലീൻ ചെയ്യുക. എന്താണ് പറഞ്ഞത്, ഇമ്പോർട്ടന്റ് ആണ്. അൾട്രാസോണിക് തരംഗങ്ങളുടെ ഉപയോഗങ്ങളാണ് പറയുന്നത്. ഒന്നാമത്തെ ഉപയോഗം സർപ്പിൾ ആകൃതിയിലുള്ള കുഴലുകൾ. സർപ്പിൾ ആകൃതിയിലുള്ള കുഴലുകൾ എന്ന് പറഞ്ഞാൽ സ്പൈറൽ ട്യൂബുകൾ, പിന്നെ ആകൃതിയില്ലാത്ത, പ്രത്യേകിച്ച് ഒരു ആകൃതിയില്ലാത്ത യന്ത്രഭാഗങ്ങൾ, ഇലക്ട്രോണിക് ഘടകങ്ങൾ തുടങ്ങിയവ വൃത്തിയാക്കുന്നതിന് ഉപയോഗിക്കുന്ന തരംഗങ്ങളാണ് അൾട്രാസോണിക് തരംഗങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് മനുഷ്യന്മാർക്ക് നേരിട്ട് ചെന്ന് ഫോട്ടോ എടുക്കാൻ പറ്റാത്ത സ്ഥലങ്ങളുണ്ട് അല്ലെ. നമുക്ക് മനുഷ്യന്മാർക്ക് നേരിട്ട് ചെന്ന് ഫോട്ടോ എടുക്കാൻ പറ്റാത്ത ഒരു പ്രധാന സ്ഥലമാണ് നമ്മുടെ മനുഷ്യന്റെ ഉൾഭാഗം അല്ലെ. മനുഷ്യന്റെ അവയവങ്ങൾ, പല അവയവങ്ങളുണ്ട്. ഹൃദയം, അതേപോലെ തന്നെ നമ്മൾ വൃക്ക, പിത്തസഞ്ചി, കരള്, ഗർഭപാത്രം. ഇതിന്റെ ഒന്നും ഫോട്ടോ നമുക്ക് കയറി ചെന്ന് ഫോട്ടോ എടുക്കാൻ സാധിക്കില്ല. അപ്പൊ ഇതിന്റെ ഒക്കെ ചിത്രങ്ങൾ പകർത്താൻ വേണ്ടി നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്, ഈ അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അതിലെ അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിച്ച് ഹൃദയത്തിന്റെ ചിത്രം എടുക്കുന്നതിനെ പറയുന്നത് എക്കോ കാർഡിയോഗ്രഫി എന്നാണ് പറയാം. എക്കോ ഉപയോഗിച്ചിട്ട് അല്ലെ, എക്കോ കാർഡിയോഗ്രാഫി എന്നാണ് പറയാ. എക്കോ എന്ന് പറഞ്ഞാൽ ഈ അൾട്രാസോണിക് തരംഗങ്ങൾ അല്ലെങ്കിൽ ഈ അൾട്രാസോണിക് സൗണ്ട് അങ്ങോട്ട് പുറപ്പെടുവിക്കും. അപ്പൊ ഇത് അവിടെ തട്ടിയിട്ട് തിരിച്ചു വരും അല്ലെ, ഇത് അവിടെ തട്ടി തിരിച്ചു വരും. അതിനല്ലേ നമ്മൾ എക്കോ എന്ന് പറയാം. അത് ഉപയോഗിച്ചിട്ടാണ് ചിത്രങ്ങൾ എടുക്കുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ വവ്വാലുകൾ ഇരപിടിക്കുന്നത്, ഡോൾഫിൻ ഇരപിടിക്കുന്നത് അൾട്രാസോണിക് സൗണ്ട് ഉപയോഗിച്ചിട്ടാണെന്ന് പറഞ്ഞു. അവിടെ ഇങ്ങനെ തന്നെയാണ്, അവറ്റങ്ങൾ ഈ അൾട്രാസോണിക് ശബ്ദങ്ങൾ പുറപ്പെടുവിക്കും. അത് അതിനെ ഇരയിൽ തട്ടി തിരിച്ചു വരുമ്പോൾ അവയ്ക്ക് കൃത്യമായി മനസ്സിലാവും ഇത്ര അകലത്തിൽ, ഈ സ്ഥലത്ത് ഇതിന് കഴിക്കേണ്ട ഇര അല്ല, ഇതിന് ഭക്ഷിക്കേണ്ട വസ്തു അവിടെ ഉണ്ടെന്ന് ഇതിന് മനസ്സിലാവും. ഈ ഡോൾഫിൻ ആണെങ്കിലും ഈ വവ്വാലിനാണെങ്കിലും മനസ്സിലാവും. ഈ ശബ്ദം നമ്മൾ കേൾക്കുന്നില്ല എന്നേ ഉള്ളൂ. നമുക്ക് നമ്മുടെ ചുറ്റും വവ്വാലുകൾ, വൈകുന്നേരം ആകുമ്പോൾ വവ്വാലുകളൊക്കെ പറന്ന് നടക്കുന്നുണ്ട് അല്ലെ. നമ്മളൊന്നും ഈ ശബ്ദം കേൾക്കാറില്ലല്ലോ. കാരണം എന്താ, ഇത് മനുഷ്യന്റെ ശ്രവണ പരിധിക്ക് മുകളിലാണ് ഈ അൾട്രാസോണിക് സൗണ്ട് വരുന്നത്. അപ്പൊ അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിച്ച് ഹൃദയത്തിന്റെ ചിത്രം എടുക്കുന്ന പ്രക്രിയയാണ് എക്കോ കാർഡിയോഗ്രാഫി എന്ന് പറയാം. ഇനി ഹൃദയത്തിന് പകരം വൃക്ക, കരൾ, പിത്തസഞ്ചി, ഗർഭപാത്രം തുടങ്ങിയ ആന്തരാവയവങ്ങളുടെ ചിത്രം എടുക്കാനും അവയുടെ തകരാറുകൾ കണ്ടെത്താനും ഉപയോഗിക്കുന്ന മാർഗമാണ് അൾട്രാസോണോഗ്രഫി എന്ന് പറയുന്നത്. അൾട്രാസോണോഗ്രഫി എന്ന് പറഞ്ഞാൽ എന്താണ്, ബാക്കിയുള്ള അവയവങ്ങൾ വൃക്ക, കരള്, പിത്തസഞ്ചി, ഗർഭപാത്രം തുടങ്ങിയ ആന്തരിക അവയവങ്ങളുടെ ചിത്രം എടുക്കാനും അവയുടെ കേടുപാടുകൾ കണ്ടെത്താനും ഉപയോഗിക്കുന്ന മാർഗമാണ് അൾട്രാസോണോഗ്രഫി എന്ന് പറയുന്നത്. നമ്മളപ്പോൾ 3 ഉപയോഗങ്ങൾ പഠിച്ചു. ആദ്യം തന്നെ നമുക്ക് മനുഷ്യന്മാർക്ക് ക്ലീൻ ചെയ്യാൻ പറ്റാത്ത യന്ത്രഭാഗങ്ങളും അതേപോലെ തന്നെ കുഴലുകളൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞു. ഹൃദയത്തിന്റെ ചിത്രം എടുക്കാൻ വേണ്ടി അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിക്കുന്നു. അതിനെ പറയുന്ന പേരാണ് എക്കോ കാർഡിയോഗ്രഫി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ മറ്റ് ആന്തരിക അവയവങ്ങളുടെ ചിത്രം എടുക്കാനും അവയിലുള്ള തകരാറുകൾ കണ്ടെത്താനും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതിന് നമ്മൾ അൾട്രാസോണോഗ്രഫി എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ വൃക്കയിലുള്ള ചെറിയ കല്ലുകൾ പൊടിച്ചു കളയാനും ഈ അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. എന്തിനാണ്, വൃക്കയിലെ ചെറിയ കല്ലുകൾ, വലിയ കല്ലുകളല്ല, വലിയ കല്ലുകളാണെങ്കിൽ നമ്മളത് സർജറി ചെയ്ത്, കീഹോൾ സർജറി ഒക്കെ ചെയ്ത് നീക്കം ചെയ്യേണ്ടതായിട്ട് വരും. ഇത് ചെറിയ രീതിയിലുള്ള കല്ലുകൾ പൊടിച്ചു കളയാൻ വേണ്ടിയിട്ടും അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ജലത്തിനടിയിലുള്ള വസ്തുക്കളെ കണ്ടെത്താൻ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. അതിനുപയോഗിക്കുന്ന ഉപകരണത്തിന്റെ പേരാണ് സോണാർ എന്നുള്ളത്. സോണാർ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. അതിന്റെ പൂർണ്ണ രൂപം പ്രത്യേകിച്ച് ശ്രദ്ധയോടുകൂടി പഠിക്കണം. സോണാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ്. സോണാർ എന്ന് പറഞ്ഞാൽ സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ് എന്നാണ് അതിന്റെ ഫുൾ ഫോം, അതിന്റെ പൂർണ്ണ രൂപം. എന്തിനാണ് ഇത് ഉപയോഗിക്കുന്നത്, അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിച്ച് ജലത്തിനടിയിലുള്ള വസ്തുക്കളിലേക്കുള്ള അകലവും അവയുടെ ദിശയും വേഗതയും കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സോണാർ എന്ന് പറയുന്നത്. അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഉപകരണമാണ് സോണാർ.
അതെന്തിനാണ്? ജലത്തിനടിയിലുള്ള വസ്തുക്കളുടെ അകലവും അവയുടെ ദിശയും വേഗതയും കൃത്യമായി കണ്ടെത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണ് സോണാർ എന്ന് പറയുന്നത്. അത് പ്രവർത്തിക്കുന്നത് അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിച്ചാണ്. ഈ സോണാറിന്റെ പൂർണ്ണരൂപം സൗണ്ട് നേവിഗേഷൻ ആൻഡ് റേഞ്ചിങ് എന്നുള്ളതാണ്. ഇനി ഈ സോണാർ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? അതായത് ഈ സോണാറിൽ നിന്നും ഒരു അൾട്രാസോണിക് തരംഗങ്ങൾ ഇത് പുറപ്പെടുവിക്കും. ഈ അൾട്രാസോണിക് തരംഗങ്ങൾ ആ വസ്തുവിൽ തട്ടി തിരിച്ചു വരും. ആ തിരിച്ചു വരുന്ന തരംഗങ്ങളെ സോണാറിലുള്ള ഡിറ്റക്ടറിൽ എത്തുമ്പോൾ ഡിറ്റക്ടർ അവയെ വൈദ്യുത സിഗ്നലുകളാക്കി മാറ്റിയിട്ടാണ് ഇതിന്റെ ദൂരവും ഇതിന്റെ ദിശയും വേഗതയും ഒക്കെ നിർണ്ണയിക്കുന്നത്. അപ്പോൾ ഈ സോണാർ എന്താണ് ചെയ്യുന്നത്? സോണാർ അൾട്രാസോണിക് തരംഗങ്ങളെ പുറപ്പെടുവിക്കും. ഇത് ആ വസ്തുവിൽ തട്ടി തിരിച്ചു വരുന്ന ഈ അൾട്രാസോണിക് തരംഗങ്ങളെ സോണാറിലുള്ള ഡിറ്റക്ടർ എന്താക്കി മാറ്റും? ഈ അൾട്രാസോണിക് തരംഗങ്ങളെ വൈദ്യുത സിഗ്നലുകളാക്കി മാറ്റും. അപ്പൊ സോണാറിലുള്ള ഡിറ്റക്ടർ ആണ് ഇത് ചെയ്യുന്നത്. അത് വൈദ്യുത സിഗ്നലുകളാക്കി മാറ്റും. അങ്ങനെയാണ് ഇതിന്റെ ദിശയും വേഗതയും സ്ഥാനവും എല്ലാം കൃത്യമായി നിർണ്ണയിക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ അൾട്രാസോണിക് തരംഗങ്ങളുടെ ഉപയോഗം എന്ന് പറയുന്നത്. അടുത്തത് സീസ്മിക് തരംഗങ്ങളാണ്. ഈ സീസ്മിക് തരംഗങ്ങൾ എന്ന് പറയുന്നത് നമുക്കറിയാം ഭൂകമ്പം ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന തരംഗങ്ങളാണ്. ഭൂകമ്പം ഉണ്ടാകുന്ന സമയത്ത് ഭൂമിക്കടിയിൽ ഉണ്ടാകുന്ന തരംഗങ്ങളാണ് സീസ്മിക് തരംഗങ്ങൾ എന്ന് പറയുന്നത്, അല്ലെ? സീസ്മോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ സീസ്മിക് തരംഗങ്ങളെ കുറിച്ചുള്ള പഠനമാണ് സീസ്മോളജി. സീസ്മിക് തരംഗങ്ങളെ, അതായത് ഭൂകമ്പം ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഈ തരംഗങ്ങളെ കുറിച്ചുള്ള പഠനമാണ് സീസ്മോളജി എന്ന് പറയുന്നത്. ഇനി ഈ തരംഗങ്ങൾ എന്താണ്? ഒരു ഇൻഫ്രാസോണിക് തരംഗമാണ്, അല്ലെ? നമ്മൾ നേരത്തെ അൾട്രാസോണിക് തരംഗമാണ് പറഞ്ഞത്. ഇത് ഒരു ഇൻഫ്രാസോണിക് തരംഗമാണ്. അതായത് നമ്മുടെ മനുഷ്യന്റെ ശ്രവണപരിധിക്ക് താഴെയുള്ള 20 ഹെർട്സിനേക്കാൾ താഴെയുള്ള തരംഗങ്ങളാണ് ഇൻഫ്രാസോണിക് എന്ന് പറയുന്നത്. അപ്പൊ ഒരു ഇൻഫ്രാസോണിക് തരംഗമാണ് സീസ്മിക് തരംഗം. അപ്പൊ നമുക്ക് മനുഷ്യന്മാർക്ക് കേൾക്കാൻ പറ്റും? നമുക്ക് കേൾക്കാൻ പറ്റില്ല, അല്ലെ? പക്ഷെ ചില പക്ഷികൾക്കൊക്കെ കേൾക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ചെറിയ രീതിയിലുള്ള ഭൂകമ്പം ഉണ്ടായാൽ കൂടി പക്ഷികളൊക്കെ ഭയങ്കരമായിട്ട് കിടന്ന് ഒച്ചക്കെടുക്കുന്നത്. ആ ഭൂകമ്പത്തിന്റെ തരംഗങ്ങൾ മുകളിലേക്ക് എത്തിയിട്ടുണ്ടാവില്ല. ആ ഭൂകമ്പത്തിന്റെ തരംഗങ്ങൾ മുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതിനെ നമ്മൾ ഉപരിതല തരംഗങ്ങൾ എന്ന് പറയും. നമ്മുടെ ഭൂമിക്ക് അടിയിലല്ലേ എന്തുണ്ടാകുന്നത്? ഭൂകമ്പം ഉണ്ടാകുന്നത്. ഒരിക്കലും ഭൂമിയുടെ മുകളിലല്ല ഭൂകമ്പം ഉണ്ടാകുന്നത്. ഭൂമിക്ക് അടിയിലുള്ള ഈ പാളികൾ, അല്ലെ? ഈ പാളികൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി മാറുന്നതും തമ്മിൽ വന്ന് കൂട്ടിയിടിക്കുന്നതൊക്കെയാണ് ഭൂകമ്പത്തിന് കാരണമായി മാറുന്നത്. അപ്പൊ നമ്മുടെ ഭൂമിക്കുള്ളിലാണ് ഭൂകമ്പത്തിന്റെ തരംഗങ്ങൾ ആദ്യമായിട്ട് ഉണ്ടാകുന്നത്. അതിനെ നമ്മൾ ബോഡി വേവ്സ് എന്ന് പറയും. മലയാളത്തിൽ ശരീര തരംഗങ്ങൾ എന്നാണെന്ന് തോന്നുന്നു. ബോഡി വേവ്സ് അഥവാ ശരീര തരംഗങ്ങൾ എന്ന് പറയും. ഈ തരംഗങ്ങൾ മുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അതിനെ സർഫസ് വേവ്സ് അഥവാ ഉപരിതല തരംഗങ്ങൾ എന്നാണ് പറയാം. ഉപരിതലത്തിലേക്ക് എത്തില്ലേ, അപ്പൊ നമ്മൾ അതിനെ ഉപരിതല തരംഗങ്ങൾ അഥവാ സർഫസ് വേവ്സ് എന്ന് പറയും. അപ്പൊ ഈ ഉപരിതലത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ഈ തരംഗങ്ങളെ ആർക്ക് തിരിച്ചറിയാൻ സാധിക്കും? പക്ഷികൾക്ക് തിരിച്ചറിയാൻ സാധിക്കും. ആ ശബ്ദം, പ്രത്യേകിച്ച് പ്രാവ് പോലുള്ള പക്ഷികൾക്കൊക്കെ ആ ശബ്ദം പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കും. അപ്പോഴാണ് അവ കിടന്ന് ഒച്ചയും ബഹളമൊക്കെ എടുക്കുന്നത്. പണ്ടുള്ളവർ ഈ കിളികളൊക്കെ കിടന്ന് ഒച്ചെടുക്കുമ്പോൾ അവർ പറയില്ലേ എന്തോ സംഭവിക്കാൻ പോകുന്നുണ്ടെന്നൊക്കെ പറയും. അപ്പൊ അതുകൊണ്ടാണ് ഈ പട്ടികൾക്ക്, പിന്നെ അതേപോലെ തന്നെ ഈ പശു ഉണ്ടെന്ന് തോന്നുന്നു, പ്രത്യേകിച്ച് കിളികളാണ്, പ്രാവ് പോലുള്ള കിളികൾക്കൊക്കെ ഈ ശബ്ദം പെട്ടെന്ന് ഇൻഫ്രാസോണിക് തരംഗങ്ങൾ കൂടി തിരിച്ചറിയാൻ, ഇൻഫ്രാസോണിക് സൗണ്ടും കൂടിയും അവർക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കും, അവർക്ക് കേൾക്കാൻ സാധിക്കും. മനുഷ്യന്റെ ശ്രവണപരിധിയിൽ അത് വരുന്നില്ല. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഈ സീസ്മിക് തരംഗങ്ങൾ എന്ന് പറയുന്നത് ഒരു ഇൻഫ്രാസോണിക് തരംഗങ്ങളാണെന്നാണ്. അതായത് 20 ഹെർട്സിനേക്കാളും താഴെയുള്ള തരംഗങ്ങളാണ്. പിന്നെ ഒരു കാര്യം കൂടി മനസ്സിലാക്കുക, ഭൂകമ്പം ഉണ്ടാകുന്ന സമയത്ത് മാത്രമല്ല ഭൂമിക്കടിയിൽ ഇത്തരത്തിലുള്ള തരംഗങ്ങൾ ഉണ്ടാകുന്നത്. അതായത് വൻ സ്ഫോടനങ്ങൾ ഉണ്ടാവുക, അതേപോലെ അഗ്നിപർവ്വതങ്ങളിലെ സ്ഫോടനങ്ങളും, ഭൂകമ്പം തന്നെ വേണമെന്നില്ല, അഗ്നിപർവ്വത സ്ഫോടനങ്ങളോ അല്ലെങ്കിൽ മറ്റു വൻ സ്ഫോടനങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്തും ഭൂമിക്കടിയിലെ പാളികൾ ഇത്തരത്തിൽ തെന്നി മാറും. അപ്പോഴും എന്തുണ്ടാവും? ഈ തരംഗങ്ങൾ, സീസ്മിക് തരംഗങ്ങൾ ഉണ്ടാകും. ഇനി ഭൂകമ്പത്തിന്റെ തീവ്രത നിശ്ചയിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം എന്താണ്? ഭൂകമ്പം ഉണ്ടായോ ഇല്ലേ എന്നുള്ളത് നമുക്ക് സീസ്മോഗ്രാഫ് വെച്ച് അളക്കാൻ സാധിക്കും, സീസ്മോഗ്രാഫ് വെച്ചിട്ട്. എന്നാൽ അതിന്റെ തീവ്രത കൃത്യമായി രേഖപ്പെടുത്തുന്നത് റിക്ടർ സ്കെയിലാണ്, അല്ലെ? റിക്ടർ സ്കെയിലാണ് അതിന്റെ തീവ്രത, ഭൂകമ്പത്തിന്റെ തീവ്രത രേഖപ്പെടുത്തുന്നത് എന്തിലാണ്? റിക്ടർ സ്കെയിലാണ്. നമുക്കറിയാം pH സ്കെയിൽ ഉണ്ട്, അല്ലെ? pH സ്കെയിലാണ് നമ്മൾ pH അളക്കുക. അതേപോലെ റിക്ടർ സ്കെയിലാണ് ഭൂകമ്പത്തിന്റെ തീവ്രത നമുക്ക് അളക്കാൻ സാധിക്കുന്നത്. ഇനി ഈ സീസ്മിക് തരംഗങ്ങളെ നമ്മൾ മെയിൻ ആയിട്ട് രണ്ടായിട്ടാണ് തിരിക്കുന്നത്. മെയിൻ ആയിട്ട് നമ്മുടെ ഇതിൽ 3 തന്നിരിക്കുന്നത്, നിങ്ങൾ അത് കൃത്യമായി മനസ്സിലാക്കുക. മെയിൻ ആയിട്ട് നമുക്ക് അതിനെ രണ്ടായി തിരിക്കാൻ സാധിക്കും. ഒന്ന് ബോഡി വേവ്സ് എന്നും ഒന്ന് സർഫസ് വേവ്സ് എന്നും. മലയാളത്തിലാക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ ശരീര തരംഗങ്ങൾ എന്നും, ബോഡി വേവ്സ്, അല്ലെ? അപ്പൊ ശരീര തരംഗങ്ങൾ എന്നും സർഫസ് വേവ്സ് എന്നുള്ളത് ഉപരിതല തരംഗങ്ങളും. ആ പേരിൽ തന്നെ അറിയാൻ നമുക്ക് സാധിക്കും.
ശരീര തരംഗങ്ങൾ അഥവാ ബോഡി വേവ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൂമിക്കുള്ളിൽ ഉണ്ടാകുന്ന വേവ്സ് ആണ്. അതായത് ഭൂകമ്പം ഉണ്ടായ സമയത്ത് തന്നെ ഉണ്ടാകുന്ന വേവ്സ് ആണത്, അല്ലെ? ഈ വേവ്സ് മുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, ഉപരിതലത്തിലേക്ക്, ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് എത്തിക്കഴിയുമ്പോഴാണ് നമ്മൾ അതിനെ ഉപരിതല തരംഗങ്ങൾ അഥവാ സർഫസ് വേവ്സ് എന്ന് പറയുന്നത്. ഇനി ഒരു കാര്യം ചോദിക്കട്ടെ, ഏറ്റവും കൂടുതൽ നാശനഷ്ടം ഉണ്ടാക്കുന്ന വേവ്സ് ഏതായിരിക്കും? അത് ബോഡി വേവ്സ് ആയിരിക്കോ അല്ലെങ്കിൽ സർഫസ് വേവ്സ് ആയിരിക്കോ? തീർച്ചയായിട്ടും അത് സർഫസ് വേവ് ആയിരിക്കും. ഏറ്റവും കൂടുതൽ ഡിസ്ട്രക്റ്റീവ് പവർ ഉള്ളത്, ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നത് ഉപരിതല വേവ്സ് ആണ്, ഉപരിതല തരംഗങ്ങളാണ്. കാരണം എന്താണ്? നമ്മുടെ ഭൂമിക്ക് ഉപരിതലത്തിലാണല്ലേ എല്ലാ വസ്തുക്കളും ഇരിക്കുന്നത്, അല്ലെ? ഭൂമിക്ക് ഉപരിതലത്തിലാണ് ഇപ്പൊ മരങ്ങളാണെങ്കിലും ബിൽഡിങ്സ് ആണെങ്കിലും എല്ലാ വസ്തുക്കളും ഭൂമിക്ക് മുകളിലാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ നാശനഷ്ടം ഇതുണ്ടാക്കുക ഉപരിതല തരംഗങ്ങളായിരിക്കും. അപ്പൊ ഏറ്റവും കൂടുതൽ ഡിസ്ട്രക്റ്റീവ് പവർ ഏതിനാണ്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടം ഉണ്ടാക്കുന്ന തരംഗം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉപരിതല തരംഗമാണ്. ശരീര തരംഗങ്ങൾ അഥവാ ബോഡി വേവ്സ് എന്ന് പറഞ്ഞാൽ ഈ ഭൂകമ്പം ഉണ്ടാകുന്ന സമയത്ത് ആ പ്രഭവ കേന്ദ്രം എന്നൊക്കെ നമ്മൾ പറയില്ലേ, അവിടെ ഉണ്ടാകുന്ന വേവ്സ് ആണ്. ഇനി ഇവ തമ്മിലുള്ള വ്യത്യാസത്തിനനുസരിച്ച്, അതായത് ഈ ശരീര തരംഗങ്ങൾ അഥവാ ബോഡി വേവ്സിനെ തന്നെ നമ്മൾ രണ്ടായി തിരിച്ചിട്ടുണ്ട്. അതാണ് പി വേവ്സ് അഥവാ പ്രൈമറി വേവ്സ് എന്ന് പറയും. മലയാളത്തിലേക്ക് ആക്കുമ്പോൾ നമ്മൾ അതിനെ പ്രാഥമിക തരംഗങ്ങൾ എന്ന് പറയും. രണ്ടാമത്തത് എസ് വേവ്സ് അഥവാ സെക്കൻഡറി വേവ്സും. മലയാളത്തിലേക്ക് ആക്കുമ്പോൾ നമ്മൾ അതിനെ ദ്വിതീയ തരംഗങ്ങൾ എന്ന് പറയും. അപ്പൊ നമുക്ക് പഠിക്കാൻ എളുപ്പം ഈ പി വേവ്സ് എന്നും എസ് വേവ്സ് എന്നും പറയുന്നതാണ്. അതായത് നമ്മുടെ ഭൂമിക്കുള്ളിലുള്ള തരംഗങ്ങൾ ഉണ്ടല്ലോ, ബോഡി വേവ്സ് അഥവാ ശരീര തരംഗങ്ങൾ, ഇതിനെ തന്നെ രണ്ടായി ക്ലാസിഫൈ ചെയ്തിരിക്കുന്നതാണ് പി വേവ്സ് എന്നും എസ് വേവ്സ് എന്നും. അപ്പൊ ഞാൻ പി വേവ്സ് എന്നും എസ് വേവ്സ് എന്നും പറയുന്നുള്ളൂ, കാരണം പഠിക്കാൻ എളുപ്പം അതാണ്. പി വേവ്സ് എന്ന് വെച്ചാൽ പ്രാഥമിക തരംഗങ്ങൾ അഥവാ പ്രൈമറി വേവ്സ്. എസ് വേവ്സ് എന്ന് വെച്ചാൽ സെക്കൻഡറി തരംഗങ്ങൾ അഥവാ ദ്വിതീയ തരംഗങ്ങളാണ്. അപ്പൊ ഈ എസ് എങ്ങനെയാണ് ഇരിക്കുന്നത് നിങ്ങളൊന്ന് നോക്കി. നമ്മൾ രണ്ട് തരത്തിലുള്ള തരംഗങ്ങൾ പഠിച്ചു, ഒന്ന് അനുപ്രസ്ഥ തരംഗവും ഒന്ന് അനുദൈർഘ്യ തരംഗവും. ഈ എസ് എന്നുള്ളത് ഏത് തരത്തിലുള്ള ഏത് ഷേപ്പിലാണ് ഇരിക്കുന്നത്? എസ് എന്നുള്ളത് എസ് ഇങ്ങോട്ട് നേരെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ, എസ് ഇങ്ങോട്ട് നേരെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മുടെ അനുപ്രസ്ഥ തരംഗം, അല്ലെ? മുകളിലേക്ക് പോയി താഴേക്ക് വന്ന്, മുകളിലേക്ക് പോയി താഴേക്ക് വന്ന്, അല്ലെ? എസ് കറക്റ്റ് ആയിട്ട് ഇങ്ങോട്ട് തിരിച്ചിട്ടാ. നേരെ നിർത്തുന്നതിന് പകരം നേരെ ഒന്ന് കെടുത്തി കൊടുക്കുക. അപ്പൊ എന്ത് കിട്ടും? നമ്മൾ ആദ്യം പറഞ്ഞ അനുപ്രസ്ഥ തരംഗത്തിന്റെ ഷേപ്പ് അല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സെക്കൻഡറി വേവ്സ് അഥവാ എസ് വേവ്സ് എന്ന് പറഞ്ഞാൽ അനുപ്രസ്ഥ തരംഗമാണ്. അനുപ്രസ്ഥ തരംഗമാണ്. ഒരു പ്രധാനപ്പെട്ട പോയിന്റ് അവിടെ പഠിച്ചു കഴിഞ്ഞു. എന്നാൽ പ്രൈമറി വേവ്സ് അഥവാ പ്രാഥമിക വേവ്സ് അഥവാ പി വേവ്സ് എന്ന് പറഞ്ഞാൽ അത് അനുദൈർഘ്യ തരംഗമാണ്. അതായത് ശബ്ദം സഞ്ചരിക്കുന്ന പോലെയാണ് പ്രൈമറി വേവ്സ് സഞ്ചരിക്കുക. എന്നാൽ പ്രകാശം സഞ്ചരിക്കുന്ന പോലെയാണ് എന്ത് ഈ സെക്കൻഡറി വേവ്സ് അഥവാ എസ് വേവ്സുകൾ സഞ്ചരിക്കുക. അത് മനസ്സിലായോ? ആ എസ് എന്നുള്ള ഷേപ്പിൽ തന്നെ കിട്ടും. എസ് ഇങ്ങോട്ട് തിരിച്ചിട്ടാൽ ആ അനുപ്രസ്ഥ തരംഗം പോലെയാണ്, അല്ലെ? അതുകൊണ്ട് തന്നെ എസ് വേവ്സുകൾ അനുപ്രസ്ഥ തരംഗമാണ്, പ്രകാശം സഞ്ചരിക്കുന്ന പോലെയാണ് അവ സഞ്ചരിക്കുക. എന്നാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പി വേവ്സ് എന്ന് പറഞ്ഞത് അനുദൈർഘ്യ തരംഗമാണ്, അത് നമ്മുടെ ശബ്ദം സഞ്ചരിക്കുന്ന പോലെയാണ് സഞ്ചരിക്കുക. ഇനി ഇതിന്റെ പേരിൽ തന്നെയുണ്ട് പ്രൈമറി വേവ്സ്, പ്രാഥമിക തരംഗങ്ങൾ. അതായത് ആദ്യം തന്നെ എത്തുന്നത് ഈ പ്രൈമറി വേവ്സ് ആയിരിക്കും. അതായത് നമ്മളിപ്പോൾ ഒരു സീസ്മോഗ്രാഫ് വെച്ചു, അതിൽ ആദ്യം രേഖപ്പെടുത്തുന്ന തരംഗം എന്ന് പറയുന്നത് പ്രാഥമിക തരംഗമായിരിക്കും. പ്രാഥമികം, പ്രൈമറി എന്നുള്ള വാക്ക് തന്നെ ഉണ്ടല്ലേ. ആദ്യമായിട്ട് എത്തുന്ന തരംഗം എന്ന് പറയുന്നത് പ്രൈമറി അഥവാ പി വേവ്സ് ആണ്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് എന്തിൽ കൂടി വേണമെന്നുണ്ടെങ്കിലും സഞ്ചരിക്കും. അപ്പൊ അതായത് സോളിഡ് ആണെന്നുണ്ടെങ്കിലും ലിക്വിഡ് ആണെങ്കിലും ഗ്യാസ് ആണെങ്കിലും എന്ത് പദാർത്ഥത്തിൽ കൂടി വേണമെന്നുണ്ടെങ്കിലും ഈ തരംഗം സഞ്ചരിച്ചോളും. ഏത് തരംഗം? പി വേവ്സ് സഞ്ചരിച്ചോളും. അപ്പൊ അതുകൊണ്ട് തന്നെ ഏറ്റവും ഫസ്റ്റ് മുകളിലേക്ക് എത്തുന്നത് ഏത് തരംഗമായിരിക്കും? ഈ പ്രൈമറി വേവ്സ് അഥവാ പി വേവ്സ് ആയിരിക്കും, അല്ലെ? അതുകൊണ്ടാണ് അതിനെ പ്രൈമറി വേവ് എന്ന് പറയുന്നത്. പ്രാഥമികം, അല്ലെ? ഏറ്റവും ആദ്യം എത്തുന്ന വേവ്, ഏറ്റവും ആദ്യം നമ്മളെ സീസ്മോഗ്രാഫിൽ രേഖപ്പെടുത്തുന്ന തരംഗം എന്ന് പറയുന്നത് പ്രൈമറി വേവ്സ് അഥവാ പി വേവ്സ് ആണ്. അതിനുള്ള കാരണവും പറഞ്ഞു. എന്താണ് കാരണം? എല്ലാത്തിൽ കൂടിയും പോകും. ഖരപദാർത്ഥത്തിൽ കൂടെയും പോകും, ദ്രാവകത്തിൽ കൂടെ വേണമെങ്കിലും പോകും, ഗ്യാസിൽ കൂടെ വേണമെങ്കിലും പോകും. പക്ഷെ സെക്കൻഡറി വേവ്സ് എന്ന് പറഞ്ഞാൽ എങ്ങനെയല്ല. സെക്കൻഡറി വേവ്സ് എസ്, S4 നേരത്തെ നമ്മൾ പറഞ്ഞു. എസ് എന്ന് പറയുമ്പോൾ ആ ഇതിന്റെ അനുപ്രസ്ഥ തരംഗത്തിന്റെ ഷേപ്പാണെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ S4 എന്നുള്ളത് സോളിഡ് എന്ന് കൂടി പഠിക്കാം. S4 സോളിഡ്. അതായത് സോളിഡ് പദാർത്ഥങ്ങളിൽ കൂടി, ഖരപദാർത്ഥങ്ങളിൽ കൂടി മാത്രമേ ഈ എസ് വേവ്സ് തരംഗങ്ങൾ സഞ്ചരിക്കുള്ളൂ. സോളിഡ് ഖരപദാർത്ഥങ്ങളിൽ കൂടി മാത്രമേ ഈ എസ് വേവ് തരംഗങ്ങൾ സഞ്ചരിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ മൂപ്പര് പതുക്കൻ എത്തുള്ളൂ. കാരണം ഏതെങ്കിലും ഒരു സ്ഥലത്ത് ബ്ലോക്ക് വന്നു, അവിടെ കുറച്ച് വെള്ളം കിടക്കുകയാണ്, അതിൽ കൂടെ പോകാൻ സ്ഥലമില്ല എന്നുണ്ടെങ്കിൽ മൂപ്പര് പോകാൻ കിട്ടുന്ന സ്ഥലം അന്വേഷിച്ച് നടക്കും. ഒരിക്കലും ദ്രാവകത്തിൽ കൂടി സഞ്ചരിക്കില്ല. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് തന്നെ ഈ എസ് വേവ്സ് പതുക്കൻ എത്തുള്ളൂ. സെക്കൻഡറി വേവ്സ് രണ്ടാമത് എത്തുള്ളൂ, സെക്കൻഡ് ആയിട്ട് എത്തുള്ളൂ സെക്കൻഡറി വേവ്സ്. മനസ്സിലായോ? അപ്പൊ എസ് വേവ്സ്, S4 സോളിഡ്. അപ്പൊ എസ് വേവ്സുകൾ അഥവാ നമ്മുടെ സെക്കൻഡറി വേവ്സ് അഥവാ ദ്വിതീയ തരംഗങ്ങൾ എന്ന് പറയുന്നത് രണ്ടാമതെത്തുന്ന തരംഗങ്ങളാണ്. കാരണം അത് ഈ ഖരപദാർത്ഥങ്ങളിൽ കൂടി മാത്രമേ സഞ്ചരിക്കുള്ളൂ എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കാം. ഇനി നമുക്ക് ഈ രണ്ട് വേവ്സുകളിൽ ഏറ്റവും ഡിസ്ട്രക്റ്റീവ് പവർ ഉപരിതല തരംഗങ്ങളാണെന്ന് പറഞ്ഞു. ഇനി ഈ രണ്ട് തരംഗങ്ങളുണ്ടല്ലോ, ഈ പി വേവ്സും എസ് വേവ്സും, ഈ രണ്ടെണ്ണത്തിൽ ആരാണ് കൂടുതൽ ഡിസ്ട്രക്റ്റീവ് പവർ ഉള്ളത്?
പി വേവ്സ് ആണോ എസ് വേവ്സ് ആണോ? നമ്മൾ ഒരു രജനീകാന്തിന്റെ ഒരു സിനിമയിൽ പറയുന്നില്ലേ, ലേറ്റ് ആയി വന്നാലും ലേറ്റസ്റ്റ് ആയി വരുമെന്ന് പറയണില്ലേ, എന്ന് പറഞ്ഞ പോലെ രണ്ടാമതായിട്ടാണ് വരുന്നതെങ്കിലും മൂപ്പരാണ് കുറച്ച് പ്രശ്നക്കാരൻ. അപ്പൊ ആ ഡയലോഗ് നിങ്ങളൊന്ന് ഓർത്താൽ മതി, ലേറ്റ് ആയി വന്നാലും ലേറ്റസ്റ്റ് ആയി, അങ്ങനെ തന്നെയല്ലേ ഡയലോഗ്. അതായത് രണ്ടാമതാണ് എത്തുന്നതെങ്കിലും കൂടുതൽ പ്രശ്നക്കാരൻ ആരാണ്? സെക്കൻഡറി വേവ്സ് ആണ് കൂടുതൽ പ്രശ്നക്കാരൻ. അപ്പൊ എസ് വേവ്സ് ആണോ പി വേവ്സ് ആണോ കൂടുതൽ ഡിസ്ട്രക്റ്റീവ് പവർ എന്ന് ചോദിച്ചാൽ അത് എസ് വേവ്സിനാണ്. എസ് വേവ്സ് ആണ് കൂടുതൽ ഡിസ്ട്രക്റ്റീവ് പവർ ആയിട്ടുള്ളതെന്നും കൂടിയും ഓർത്തിരിക്കാം. പിന്നെ ഇതിൽ എല്ലാത്തിലും വെച്ചിട്ട് ഏറ്റവും ഡിസ്ട്രക്റ്റീവ് പവർ ഉപരിതല തരംഗങ്ങൾക്കാണെന്നും കൂടിയും ഓർത്തിരിക്കുക. ഇനി ഉപരിതല തരംഗങ്ങളെ തന്നെ നമ്മൾ റാലെ എന്നും പറയാറുണ്ട്. റാലെ തരംഗങ്ങളെന്നും ലവ് തരംഗങ്ങളെന്നും രണ്ടായി തിരിച്ചിട്ടുണ്ട്. അതിന്റെ കൂടുതൽ എക്സ്പ്ലനേഷൻ ഒന്നും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടില്ല. നമുക്കത് പിന്നീട് ജോഗ്രഫിയിൽ പഠിക്കാനുണ്ട്. അപ്പൊ ഞാൻ അതിലേക്ക് കൂടുതലായിട്ട് പോകുന്നില്ല. അടുത്തത് സുനാമിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സുനാമി എന്ന് പറഞ്ഞാൽ എന്താണ്? സുനാമി എന്ന് പറഞ്ഞാൽ ഈ ഭൂകമ്പം ഉണ്ടാകുന്നത് കടലിലാണെങ്കിൽ അല്ലെ, കടലിലാണെന്നുണ്ടെങ്കിൽ അല്ലെ കടൽ ജലത്തിനടിയിലാണ് ഈ ഭൂകമ്പം ഉണ്ടാകുന്നതെങ്കിൽ അതിന് എന്തിന് കാരണമായി തീരും? സുനാമി എന്നുള്ള പ്രതിഭാസത്തിന് കാരണമായി തീരും. സുനാമി എന്ന് വെച്ചാൽ എന്താണ്? ഭീമാകാരമായിട്ടുള്ള തിരമാലകൾ, നമുക്ക് അറിയുന്ന കാര്യമാണ് അല്ലെ സുനാമി എന്നുള്ളത്. സുനാമി എന്നുള്ള വാക്ക് ജപ്പാൻ ഇതിൽ നിന്നാണ്, ജപ്പാൻ ഭാഷയിൽ നിന്നാണ് സുനാമി എന്ന വാക്ക് ജപ്പാൻ ഭാഷയിൽ നിന്നാണ് വന്നിട്ടുള്ളത്. ഈ സുനാമി എന്ന വാക്കിന്റെ അർത്ഥം സൂ എന്ന് പറഞ്ഞ തുറമുഖം. നമുക്ക് സൂ എന്ന് പറഞ്ഞാൽ കാഴ്ച ബംഗ്ലാവാണ് അല്ലെ, അവർക്ക് സൂ എന്ന് പറഞ്ഞ തുറമുഖം എന്നാണ്. സൂ എന്ന് പറഞ്ഞ തുറമുഖം എന്നും പിന്നെ നാമി എന്ന് പറഞ്ഞാൽ നീണ്ട തിരമാല എന്നുമാണ് അർത്ഥം. സൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തുറമുഖം എന്നും സുനാമി അല്ലേ, അപ്പൊ നാമി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നീണ്ട തിരമാല എന്നുമാണ് അർത്ഥം. കേരളത്തിൽ എന്നാണ് സുനാമി ഉണ്ടായത്? കേരളത്തിൽ സുനാമി ഉണ്ടായിട്ടുണ്ട് അല്ലെ, നിങ്ങളുടെയൊക്കെ ചെറിയൊരു ഓർമ്മയിൽ ഉണ്ടാവും. എനിക്കൊക്കെ നല്ല ഓർമ്മയുണ്ട്. 2004 ഡിസംബർ 26 ഒരു ക്രിസ്മസ് ദിനത്തിന്റെ വെക്കേഷൻ സമയത്തായിരുന്നു. ഞങ്ങളൊക്കെ ഈ തീരപ്രദേശത്ത് സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് ഞങ്ങളുടെ ആ ഭാഗത്ത് ഉണ്ടായില്ല. പക്ഷെ ഞങ്ങളൊക്കെ വളരെയധികം പേടിച്ച് പരിഭ്രാന്തരായ ഒരു സമയമായിരുന്നു ഈ സുനാമി ഉണ്ടായെന്നൊക്കെ പറയുന്നത്. ഞങ്ങളുടെ കുറച്ച് ഏരിയ മാത്രമാണ് വിട്ടുനിന്നത്. അപ്പൊ 2004 ഡിസംബർ 26 സുനാമി കേരളത്തിൽ ഉണ്ടായത്. 2006 ഡിസംബർ 26 കേരളത്തിൽ സുനാമി ഉണ്ടായത്. ആ ഡേറ്റ് ഇമ്പോർട്ടന്റ് ആണ്. ഇനി സുനാമി മുന്നറിയിപ്പ് സംവിധാനം അറിയപ്പെടുന്നത് ഡാർട്ട് എന്നാണ് സുനാമി മുന്നറിയിപ്പ് സംവിധാനം അറിയപ്പെടുന്നത്. അതൊക്കെയാണ് പഠിക്കേണ്ടത്. സുനാമി മുന്നറിയിപ്പ് സംവിധാനം അറിയപ്പെടുന്നത് ഡാർട്ട് എന്നാണ്. ഡീപ്പ് ഓഷ്യൻ അസസ്മെന്റ് ആൻഡ് റിപ്പോർട്ടിംഗ് ഓഫ് സുനാമി. ഡീപ്പ് ഓഷ്യൻ അസസ്മെന്റ് ആൻഡ് റിപ്പോർട്ടിംഗ് ഓഫ് സുനാമി എന്നാണ് അതിന്റെ ഫുൾ ഫോം. സുനാമി മുന്നറിയിപ്പ് നൽകുന്ന സംവിധാനത്തിന്റെ പേരെന്താണ്? ഡാർട്ടിന്റെ ഫുൾ ഫോം എന്താണ്? ഡീപ്പ് ഓഷ്യൻ അസസ്മെന്റ് ആൻഡ് റിപ്പോർട്ടിംഗ് ഓഫ് സുനാമി എന്നാണ് അതിന്റെ ഫുൾ ഫോം. അതും കൂടി പഠിച്ചേക്കുക. അപ്പൊ ഇതോടുകൂടി നമ്മുടെ ഈ ചാപ്റ്ററും തീർന്നു. അപ്പൊ നമ്മൾ ഇനി ഒരു 3 ക്ലാസ്സും കൂടി ഞാനിവിടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്, തമ്പനയിൽ കാണിച്ചു തരുന്നുണ്ട്. ആ 3 ക്ലാസ്സും കൂടി നിങ്ങൾ തീർച്ചയായിട്ടും കാണണം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ അത്ര അധികം നല്ല എഫേർട്ട് എടുത്ത് വളരെയധികം എക്സ്പ്ലെയിൻ ചെയ്ത് ഏറ്റവും നന്നായി തന്നെ എടുത്ത 3 ക്ലാസ്സുകളാണ്. അതുകൊണ്ടാണ് നിങ്ങളോട് തീർച്ചയായും കാണാൻ പറയുന്നത്. അപ്പൊ അത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഞാൻ നിങ്ങൾക്ക് വീണ്ടും ആ ക്ലാസ്സുകൾ എടുത്ത് തരേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ടാണ് ആ 3 ക്ലാസ്സുകൾ തീർച്ചയായും കാണാം. അത്രയധികം നേരമൊന്നും വേണ്ട. ഇനിയിപ്പോൾ ഈ ക്ലാസ് കഴിഞ്ഞ് ഞാൻ ഇനി അടുത്തൊരു ക്ലാസ് ഇടാൻ എന്തായാലും ഒരു 2 ദിവസത്തിന്റെ ഗ്യാപ്പ്, 2 ദിവസം അല്ല ഒരു 3 ദിവസത്തിന്റെ ഗ്യാപ്പെങ്കിലും എന്തായാലും വരും. അപ്പൊ നിങ്ങൾക്ക് അതിനുള്ളിൽ ഈ ക്ലാസ്സും കൂടി കണ്ടു കഴിയുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഫിസിക്സ് നമുക്ക് റിവിഷൻ ചെയ്ത് തീർക്കാൻ സാധിക്കും. നമ്മുടെ എക്സാം അടുത്തിരിക്കുകയാണ്. നമ്മൾ കുറച്ചൊക്കെ ബുദ്ധിമുട്ടാതെ നമുക്ക് ഒരിക്കലും ഒന്നും നേടാൻ സാധിക്കില്ല അല്ലെ. കുറച്ചൊക്കെ നമ്മൾ ഈ സമയത്ത് ഹാർഡ് വർക്ക് ചെയ്തേ പറ്റുള്ളൂ. നമ്മൾ കുറച്ചൊക്കെ ഉറക്കം കളയണം, കുറച്ചൊക്കെ ബുദ്ധിമുട്ടണം. നിങ്ങൾക്കൊരു ക്ലാസ് എടുത്തു തരണം എന്നുണ്ടെങ്കിൽ ഞാൻ അത് ആദ്യം പ്രിപ്പയർ ചെയ്യണം, അതിനുശേഷം അത് ക്ലാസ് എടുക്കണം, അതിനുശേഷം ക്ലാസ് എഡിറ്റ് ചെയ്യണം അല്ലെ. അപ്പൊ അത്രയും എഫേർട്ട് എടുത്തിട്ടാണ് ഞാൻ ഈ ക്ലാസ്സുകൾ ഓരോന്നും നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത്. അപ്പൊ നിങ്ങളും അതേപോലെ തന്നെ അതേ രീതിയിൽ തന്നെ എഫേർട്ട് എടുക്കുക. എങ്കിൽ മാത്രമേ നമ്മൾക്ക് ജോലിയിലേക്ക് എത്താൻ സാധിക്കുള്ളൂ. ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഫാമിലിയിലാണെങ്കിലൊക്കെ പല ബുദ്ധിമുട്ടുകളുള്ള പല വ്യക്തികളുണ്ടാവും. പക്ഷെ നമ്മൾ ഈ 2 മാസം എന്തിനും തയ്യാറായി തന്നെ മുന്നേറുക. തീർച്ചയായും നിങ്ങൾക്ക് ജോലി കിട്ടിയിരിക്കും, അതിലൊരു സംശയം പോലും വേണ്ട. നിങ്ങൾക്ക് അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ്. എന്തെങ്കിലും നിർദ്ദേശങ്ങൾ, അഭിപ്രായങ്ങൾ എന്തുണ്ടെങ്കിലും നിങ്ങൾ കമന്റ് അറിയിക്കണം. ഞാൻ എല്ലാ കമന്റും വായിക്കാറുണ്ട്. ഒറ്റ കമന്റ് പോലും ഇടാതെ എല്ലാ കമന്റുകളും വായിക്കാറുണ്ട്. എത്ര സമയമില്ലെങ്കിൽ കൂടി ഞാൻ കമന്റ് വായിക്കാറുണ്ട്. പക്ഷെ 2 ദിവസമായിട്ട് ഞാൻ കമന്റ് വായിച്ചിട്ടില്ല. വേറെ ഒന്നും കൂടെയല്ല, മറ്റ് പല തിരക്കുകളും കാരണമാണ് വായിക്കാൻ പറ്റാത്തത്. പക്ഷെ ഞാൻ വായിക്കും. തീർച്ചയായിട്ടും അതെല്ലാം വായിച്ച് അതിനെല്ലാത്തിനും റിപ്ലൈ കൊടുക്കും. കാരണം കമന്റ് വായിക്കുക എന്ന് പറയുന്ന ഒരു സന്തോഷമുള്ള കാര്യമാണ്. നമ്മൾ ചെയ്തൊരു പ്രവൃത്തിക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു പ്രതിഫലമാണ് കമന്റ്. അപ്പൊ നിങ്ങളിപ്പോൾ പലരും കമന്റ് ചെയ്യും, നിങ്ങൾ ജോലി കിട്ടിക്കഴിഞ്ഞാൽ മിസ്സിനെ വന്ന് നേരിട്ട് കാണാം എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ എനിക്കൊരു വിഷമമില്ല. നിങ്ങൾ കണ്ടാലും അല്ലെ, നിങ്ങൾക്ക് വരാൻ സാധിക്കണമെന്നില്ല. ജോലി കിട്ടി കഴിയുമ്പോൾ നിങ്ങൾ ഈ പറയുന്ന പോലെ അല്ല, നിങ്ങൾ എല്ലാവരും ബിസി ലൈഫിലായി പോകും. അപ്പൊ അങ്ങനെ ഒരു വിഷമമൊന്നും നമുക്കില്ല. നിങ്ങൾ നന്നായി പഠിച്ചാൽ മാത്രം മതി. ജോലി കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്താൽ മാത്രം മതി. പക്ഷെ ഇപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ ഒരു ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഉപകാരപ്പെട്ടോ അല്ല നിങ്ങൾക്ക് എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് സിൻസിയർ ആയിട്ട് തന്നെ അത് കമന്റ് ചെയ്യാന്നുള്ളതാണ് നിങ്ങൾക്ക് എനിക്ക് വേണ്ടി ചെയ്തുതരാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം എന്നുള്ളത്. അപ്പൊ നിങ്ങൾ അത് തീർച്ചയായും ചെയ്യുക. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്നുള്ള വിശ്വാസത്തോടു കൂടി തന്നെ നിർത്തുന്നു. നന്ദി.